Good evening. Yes. അപ്പോൾ നമ്മുടെ ദേ ലൈവ് ആയിട്ടുണ്ട്. മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ അറിയിക്കാവോ? ഗുഡ് ഈവനിങ്. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ വെയിറ്റിംഗ് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മോ, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എത്ര ആവേശത്തോടെയാണ് നമ്മുടെ കുട്ടികൾ വന്നിരിക്കുന്നത്. യെസ്. ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഇംഗ്ലീഷ് തകർത്ത് പഠിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി പ്ലസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിസ് മാത്രമല്ല ഹരിജാമസ് ഉണ്ടാവും. ഹരിജാമസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റൈറ്റിങ്സും അതുപോലെ തന്നെ ഗ്രാമറും എല്ലാം സെറ്റാക്കി തരുന്നതായിരിക്കും കേട്ടോ. ഫുൾ ഫയർ ഇമോജി ഒക്കെ ഇട്ട് നമ്മുടെ ചാറ്റ് അങ്ങോട്ട് കത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. യെസ്. അപ്പം നമ്മുടെ ലൈവിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ട് എൻ്റെ കുട്ടികളൊന്ന് ഓടി വായോ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സാം ഡേ തകർക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങളുടെ ഇന്ന് എനർജി ഫുള്ളായിട്ട് മിസ്സിന് വേണം. ഓക്കെ, ഫുൾ ടൈം നമ്മൾ എന്താണ് ഫുൾ എനർജറ്റിക് ആയിട്ട് തകർത്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇത്രയും എനർജറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വേഗം നമ്മുടെ ലൈവിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്സിനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മിസ് അത് റീഷെയർ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റോറീസ്. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ ഇൻസ്റ്റാ ID വേണമെങ്കിൽ മിസ് ഇവിടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിസ്സിനെ മെൻഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലൈവ് കഴിഞ്ഞാൽ മിസ് എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റോറിയൊക്കെ മിസ് റീഷെയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മിസ്സിനെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ലൈവിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, നാളെ നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. നാളെ രാവിലെ 6 മണിക്ക് ഓക്കെ നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. റെഡിയാണോ? തകർത്ത് പഠിക്കാൻ റെഡിയാണോ? യെസ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരിജ മിസ് വരുന്നുണ്ടാകും. മിസ് വേഗം തന്നെ, മിസ്സിന് ആകെ ഒരു 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി പെട്ടെന്ന് പറഞ്ഞിട്ട് മിസ് ടാറ്റ ബൈ ബൈ പറയും. അപ്പോഴേക്ക് ഹരിജ മിസ് വന്നിട്ട് ബാക്കി ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ റൈറ്റിങ്സും ഗ്രാമറും ഒക്കെ എടുക്കുന്നുണ്ടാവും കേട്ടോ. മോർണിംഗ് ബൂസ്റ്റർ രാവിലെ 6 മണിക്കാണേ. യെസ്, ഗുഡ് ഈവനിങ്. യെസ്, റെഡി. ഓക്കെ, അപ്പം നമുക്ക് സെറ്റ് ആക്കിയാലോ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പം നമ്മുടെ 3 ചാപ്റ്റേഴ്സ് ആണ് മിസ് ഇപ്പോൾ ആദ്യം എടുക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ എക്സാം വിന്നറുടെ ശക്തി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. കുറേ മക്കൾ ചോദിക്കാറുണ്ട്, മിസ് ഇപ്പോഴും ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ആൻഡ് ഇപ്പോൾ ഓഫർ ഫീ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ് കിട്ടും, അതിൻ്റെ നോട്ട്സ് കിട്ടും. ഇനി കഴിഞ്ഞു പോയിട്ടുള്ള ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ റെക്കോർഡിങ്സും ഉണ്ടാവും. റെഡി? ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ഒരു അടിപൊളി കഥയാണ്. റസ്കിൻ ബോണ്ടിൻ്റെ കഥയാണ്. ഓക്കെ, അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മോളെ മിസ് പറഞ്ഞത്. കല്യാണി ആനന്ദ് ഇനിയും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഇനി വരുന്നപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പോലും പുതിയ പാർട്ട് 2 ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പാർട്ട് 2ൻ്റെ ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നാൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലൈവായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. റെഡി? ഓക്കെ ആണോ? ഇവിടെ 2 എണ്ണം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് ക്ലിയർ ആക്കട്ടെ, ഒറ്റ മിനിറ്റ്. 2 ആൾക്കാർ കണ്ണു തുറന്നിരിക്കുന്നുണ്ടോ? ഓക്കെ, റെഡി. യെസ്, അപ്പോൾ നമ്മളിത് വേഗം തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്ന ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് മിസ് കുറച്ച് പിക്ചർ വെച്ചിട്ട് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്, നമ്മുടെ മണി അല്ലെ, ഗ്രാനിയുടെ കൊച്ചുമോനാണ് മണി. അപ്പോൾ മണിയും നമ്മുടെ ഗ്രാനിയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. ഗ്രാനിയുടെ കണ്ണടയൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗ്രാനി പറയാണ്, എനിക്ക് കണ്ണടയൊന്നും മാറ്റണ്ട എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ മണി എന്താണ്, നിർബന്ധിച്ച് ഗ്രാനിനെ മസൂരിയിലേക്ക് എന്തോട്ട് പോവാണ്, കണ്ണട മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം നമ്മുടെ ഗ്രാനി സമ്മതിക്കില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മണി കൂടെ വരാന്ന് പറഞ്ഞാൽ ഗ്രാനിക്ക് സന്തോഷമാവും. അങ്ങനെ അവർ വഴിയിൽ പോകുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് എവിടെ പോവാണ്, മസൂരിയിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ മണിക്ക് ക്ഷീണം തോന്നുമ്പം അവിടെ ഇരുന്ന് എന്ത് ചെയ്യും, ബ്രെഡും ബണ്ണും ഒക്കെ കഴിക്കും. പക്ഷേ പോകുന്ന വഴിയിൽ എന്തുണ്ടാവാണ്, ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാണ്. ബസ് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കാക്കി നിർത്തും. അപ്പൊ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ മക്കളെ കാണുന്നത്, ഒരു മണ്ണിടിച്ചിലല്ലേ. മണ്ണിടിഞ്ഞിട്ട് ഈ കല്ലുകളൊക്കെ നമ്മുടെ ബസ്സിന്റെ മുകളിലേക്ക് വീഴാണ്. അങ്ങനെ ബസ്സിന്റെ മുകളിലേക്ക് വീഴുന്ന സമയത്ത്
സമയത്ത് എല്ലാവരും പേടിച്ചു പോവും. അപ്പോൾ നമ്മുടെ വഴിയൊക്കെ ബ്ലോക്ക് ആവും. അപ്പോൾ എല്ലാവരും പറയും നമുക്ക് തിരിച്ചു പോകാം. പക്ഷേ നമ്മുടെ ഗ്രാനി സമ്മതിക്കുമോ? നമ്മുടെ ഗ്രാനി സമ്മതിക്കില്ല. ഗ്രാനി പറയൂ നമുക്ക് കുന്ന് കയറി പോവാം. സാധാരണ നമ്മുടെ വയസ്സായ അമ്മമ്മമാർക്കൊക്കെ കുന്ന് കയറാനൊന്നും പറ്റില്ല അല്ലേ? പക്ഷെ നമ്മുടെ ഈ ഗ്രാനി എന്താണ്, ഭയങ്കര എനർജറ്റിക് ആണ്. ഗ്രാനി പറയും നമുക്ക് കുന്നും മലയൊക്കെ കയറി പോകാമെന്ന് പറയും. അങ്ങനെ അവർ പോകും. പോകുന്ന വഴിയിൽ പക്വടയും ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ വൈകിട്ട് ഇരുട്ടായപ്പോഴേക്കും അവർ മസൂരിയിലെത്തും അല്ലേ? മസൂരിയിൽ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവരൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യും. ഹോട്ടലിൽ നല്ല വില ആയതുകൊണ്ട് ഒരു അമ്പലത്തിലുള്ള ഒരു അനാഥാശ്രമമല്ല, ഒരു ശരണാലയം പോലത്തെ സ്ഥലത്ത് അവർ നിൽക്കും. എന്നിട്ട് അവർ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകും. ഡോക്ടർ എന്ത് ചെയ്യും? ഗ്രാനിക്ക് ഒരു അടിപൊളി കണ്ണടയൊക്കെ കാണിക്കും. അപ്പോഴാണ് നമ്മുടെ ഗ്രാനി ആദ്യമായിട്ട് നമ്മുടെ മണീനെ ഇത്ര വലുതായോ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് കാണുന്നേ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ ഇതിൻ്റെ സമ്മറിയാണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് തങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്ന് വിളിച്ചാൽ നാളെ അഡ്മിഷൻ കിട്ടുമോ? രജിത, ചിക്കു, തീർച്ചയായിട്ടും കിട്ടും. ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് വിളിച്ചാൽ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ബാച്ചിലുള്ള നോട്ട്സും കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യുക? ലേറ്റ് ആക്കാതെ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അഡ്മിഷൻ, അങ്ങനെ ഒന്നുമില്ല. ഇന്ന് വിളിച്ചാൽ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. റെഡി? യെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സമ്മറിയിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നോക്കിക്കോ, ഗ്രാനി ഹൂ ഹാസ് ബീൻ വെയറിംഗ് ദ സെയിം സ്ക്രാച്ച്ഡ് സ്പോട്ടഡ് ഗ്ലാസ് ഫോർ ഓവർ എ ഡെക്കേഡ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് 10 വർഷത്തോളമായിട്ട് എന്താണ് ഗ്രാനി എങ്ങനത്തെ കണ്ണടയാ മക്കളെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? സ്ക്രാച്ച് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൊട്ടും വിള്ളലും ഒക്കെ വന്നിട്ടുണ്ട്. സ്പോട്ടഡ് കുത്തുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? പൊട്ടിയിട്ട് ഇങ്ങനത്തെ വന്നിട്ടുള്ള ഗ്ലാസ് ആണ് ഗ്രാനി വർഷങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാൻ നോ ലോങ്ങർ സീ ക്ലിയർലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഗ്രാനിക്ക് വളരെ വ്യക്തമായിട്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഇനി ഷീ ക്യാൻ ഓൺലി സെൻസ് ദ റിവർ ആൻഡ് ട്രീസ് ആൻഡ് മേക്ക് ഔട്ട് ഓഫ് ദ ബ്ലർ ഓഫ് ഹർ ഗ്രാൻഡ്സൺ മണീസ് ഹെയർ ആൻഡ് സ്മൈൽ. അപ്പോൾ ഗ്രാനിക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, ജസ്റ്റ് എല്ലാം സ്മെല്ല് ചെയ്തിട്ടൊക്കെയാണ് അറിയണത്. പക്ഷേ മണിയുടെ ആ ഒരു ചിരിയും മണിയുടെ മുടിയൊക്കെ എന്താണ് ഗ്രാനിക്ക് ഒരു ബ്ലർഡ് വിഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഇനി മണി ആൻഡ് ഹിസ് ഫാദർ ഇൻസിസ്റ്റ് ഷീ മസ്റ്റ് ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂരി. അപ്പം മണിയും മണീൻ്റെ അച്ഛനും പറയും തീർച്ചയായിട്ടും എവിടെ പോകണം? മസൂരിയിലുള്ള ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയും. തോ ഗ്രാനി റെസിസ്റ്റ്. ഗ്രാനി ആദ്യം പറയും എനിക്ക് പോകണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോണ്ട എന്നൊക്കെ പറയും. പക്ഷെ എന്തുകൊണ്ടാണ് ഗ്രാനി റെസിസ്റ്റ് ചെയ്യാൻ കാരണം? ഷീ ഡസൻറ്റ് വോണ്ട് ടു ബി സെപ്പറേറ്റഡ് ഫ്രം മണി അല്ലേ? മസൂരിയിൽ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം എടുക്കും. അപ്പം നമ്മുടെ മണിയിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്നത് ഗ്രാനിക്ക് ഇഷ്ടമില്ല. അപ്പം ഗ്രാനി പറയും ഞാൻ പോവില്ല എന്ന് പറയും. whom she has raised since his mother died. അപ്പം നമ്മുടെ മണിയുടെ അമ്മ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചുപോയി. മണീനെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മണിയുടെ അമ്മ മരിച്ചുപോയി. അപ്പം മണീനെ നോക്കി വലുതാക്കിയത് ആരാ? നമ്മുടെ ഗ്രാനിയാണ്. അപ്പം മണിയുടെ അമ്മേനെ പോലെയാണ് ഗ്രാനി. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മണീനെ വിട്ട് നിൽക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഗ്രാനിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോഴെന്താ സംഭവിച്ചത്? മണി ഓഫർ ടു അക്കമ്പനി ഹെർ. അപ്പം മണി പറഞ്ഞു ഞാനും ഗ്രാനിയുടെ കൂടെ വരാം. അപ്പം ഗ്രാനി എന്ത് പറഞ്ഞു? എന്നാൽ ഞാൻ റെഡിയാണ് അല്ലേ? ഗ്രാനീസ് റിലക്റ്റൻസ് ടേൺ ഇൻ ടു ഈഗർനെസ്. അപ്പോൾ ഗ്രാനിയുടെ ആ വിസമ്മതം ഭയങ്കര ആഗ്രഹമായിട്ട് മാറി. ഡിസ്പൈറ്റ് ബീങ് 70, ഗ്രാനിക്ക് എത്ര വയസ്സാ? 70 വയസ്സാണ്. ഡിസ്പൈറ്റ് ബീങ് 70 ഷീ ബോസ് ദാറ്റ് ഹെർ ലെഗ്സ് ആർ സ്ട്രോങ്. അപ്പോൾ ഗ്രാനി എന്താ പറഞ്ഞത്? എനിക്ക് 70 വയസ്സായാലൊന്നും കുഴപ്പമില്ല, എൻ്റെ കാലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഇനിയോ In a light drizzle, they walk from their village to Nain. അപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അപ്പം മസൂരിയിലേക്ക് പോകുന്നതിന് മുൻപ് നെയിൻ എന്ന് പറയുന്ന ഒരു ടൗണിലെത്തണം. അവിടെ നിന്നാണ് മസൂരിയിലേക്ക് ഒരേ ഒരു ബസ്സേ ഉള്ളൂ അത് കിട്ടാൻ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ആ ഒരു ചെറിയ ചാറ്റൽ മഴയിൽ നാനിയും മണിയും കൂടി എന്ത് ചെയ്യാണ്? കൊടയും പിടിച്ച് പോവാണ്. വേർ their uncle lives. അപ്പം നമ്മുടെ നെയിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഒരു അങ്കിൾ ഉണ്ട്. അപ്പോൾ അങ്കിളുടെ വീട്ടിൽ അന്ന് നിന്നിട്ട് അടുത്ത ദിവസം നമുക്ക് മസൂരിയിലേക്കുള്ള ബസ് പിടിച്ച് പോകാമെന്ന് പറഞ്ഞു. The journey is steady and quiet. അപ്പോൾ അവരിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. They reach Nain in a heavy rain. അല്ലേ? നല്ല മഴ പെയ്ത സമയത്താണ് അവർ നെയിൻ എന്ന് പറയുന്ന ടൗണിലെത്തിയത്. അങ്ങനെ അവർ അവരുടെ അങ്കിളുടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഉണക്കി ഡ്രൈ ഓഫ് അറ്റ് അങ്കിൾസ് ഹൗസ്. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്തു? ക്യാഷ് ദ ലോൺ ബസ് ടു മസൂരി. ഒരേ ഒരു ബസ്സേ ഉള്ളൂ മസൂരിയിലേക്ക്. ആ ബസ്സും പിടിച്ച് അവർ പോയി.
മിഡ്വേ അങ്ങനെ മസൂറിയിലേക്കുള്ള ബസ് പിടിച്ച് പോകുന്ന വഴി എന്തുണ്ടായി? ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിലുണ്ടായി. ഓക്കെ, ദാറ്റ് ബ്ലോക്സ് ദ റോഡ് ആൻഡ് സ്റ്റോൺസ് റാറ്റിൽ ഓൺ ടു ദ ബസ് റൂഫ്. അപ്പോൾ റോഡ് ഫുൾ ബ്ലോക്കായി, ബസ്സിന്റെ റൂഫിലേക്ക് കിടുകിടുകിടുകിടുകിടാന്ന് പറഞ്ഞ് കല്ലുകളൊക്കെ വീഴാൻ വേണ്ടി തുടങ്ങി. വൈൽ മോസ്റ്റ് പാസഞ്ചേഴ്സ് റിട്ടേൺ, എല്ലാവരും പേടിച്ചു അല്ലെ? വഴിയിൽ ഒരു മണ്ണിടിച്ചിൽ കണ്ടാൽ നമ്മൾ പറയോ ഇനിയും പോണം എന്ന് പറയോ? നിങ്ങൾ പറയോ മക്കളെ? നമ്മൾ എന്താ പറയാ? അയ്യോ ദൈവമേ, വേഗം വീട്ടിലെത്തിയാൽ മതിയേ, ഇവിടുന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയും അല്ലേ? അപ്പം എല്ലാ പാസഞ്ചേഴ്സും എന്ത് ചെയ്തു? തിരിച്ചു പോയി. ഗ്രാനി അങ്ങനെ തിരിച്ചു പോകുന്ന ആളല്ല. ഗ്രാനി ചൂസസ് ദ ടഫസ്റ്റ് പാത്ത്. അപ്പൊ ഗ്രാനി പറഞ്ഞു നമുക്ക് ഇതിലും ടഫായിട്ടുള്ള ഒരു വഴിയുണ്ട്, നമുക്ക് അതിൽ പോവാന്ന് പറഞ്ഞു. She and Mani joined a handful walkers who climbed a narrow mountain trail to bypass the slide. അപ്പം നമ്മുടെ ഗ്രാനിയും നെയ്നും മണിയും ഗ്രാനിയും എല്ലാം കൂടി നാനിയായി. എന്തായാലും നമ്മുടെ ഗ്രാനിയും മണിയും കൂടെ പോയി, കുറച്ച് യാത്രക്കാരും ചേർന്നിട്ട് ഒരു ടഫായിട്ടുള്ള ഇടവഴിയിലൂടെ പോയിട്ട് നമ്മുടെ ആ ഒരു ലാൻഡ് സ്ലൈഡ് മറികടക്കാൻ പറ്റും ഒരു ഇടവഴി കടന്നാൽ. അപ്പോൾ അതുവഴി അവരെന്ത് ചെയ്യാണ്? ആ കുന്ന് കയറി പോവാണ്. They walk over windy hills and through the dark deodar forest, eating pakoras, buns and peaches that Granny packed for them. അങ്ങനെ അവര് ആ ഒരു ഇരുണ്ട കാടുകളെല്ലാം താണ്ടി നല്ല കടുകുടുപ്പം വഴികളെല്ലാം താണ്ടി അവരെവിടെ എത്തി? നമ്മുടെ മസൂരിയിലേക്ക് പോവാണ്. പോകുന്ന വഴി അവർക്ക് ക്ഷീണമൊക്കെ തോന്നിയ സമയത്ത് അവരെന്ത് ചെയ്തു? നമ്മുടെ ഗ്രാനി അങ്കിളുടെ വീട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് പക്കുവടയും കുറച്ച് എന്താ പറയാ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ മണിക്ക് കൊടുത്ത് മണിയുടെ ക്ഷീണമൊക്കെ മാറ്റി. പക്ഷേ നമ്മുടെ ഗ്രാനിക്ക് ഒരു ക്ഷീണവും ഇല്ല. സാധാരണ കുട്ടികളല്ലേ ഭയങ്കര എനർജറ്റിക് ആവാ, ഗ്രാനിക്കൊക്കെ ക്ഷീണം വരണ്ടേ? പക്ഷെ ഇത്തവണത്തെ നമ്മുടെ യാത്രയിൽ ഗ്രാനി ഭയങ്കര ആക്റ്റീവാണ്, മണിക്കാണ് ഇടക്കിടക്ക് ക്ഷീണമൊക്കെ വന്നത് കേട്ടോ. ഇനി യെസ്, ബൈ ഈവനിങ്, അന്ന് വൈകുന്നേരം ആയപ്പോൾ ദേ സീ ദ ലൈറ്റ്സ് ഓഫ് മസൂരി. അവർ മസൂരിയിൽ അവർ ഈവനിങ്ങിലുള്ള ചന്തയിലെത്തി, മാർക്കറ്റിലെത്തി, അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കണ്ടു. ഇനിയോ, സിൻസ് ദേ ഡോണ്ട് ഫൈൻഡ് എ ചീപ്പ് ഹോട്ടൽ. അപ്പം നമ്മുടെ ഗ്രാനിയും മണി എന്താ വിചാരിച്ചത്? നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിൽ അന്ന് നിൽക്കാം എന്ന് കരുതി. പക്ഷേ ഹോട്ടലിലൊക്കെ ഭയങ്കര വിലയായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ ഹോട്ടലിൽ നിന്നില്ല. ദേ സ്റ്റേ ദ നൈറ്റ് ഇൻ എ ടെമ്പിൾ റെസ്റ്റ് ഹൗസ്. അപ്പം നമ്മുടെ അമ്പലങ്ങളോട് ചേർന്നിട്ട് ചിലപ്പോൾ റെസ്റ്റ് ഹൗസ് ഉണ്ടാവും, വിശ്രമ സ്ഥലങ്ങൾ ഉണ്ടാവും. അവിടെ ആര് നിന്നു? നമ്മുടെ ഗ്രാനിയും മണിയും അന്ന് അവിടെ നിന്നു. ഇനി അടുത്ത ദിവസം അല്ലെ, ഇവർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവർ നമ്മുടെ ഗ്രാനിന്റെ കണ്ണ് കാണിക്കാനും സ്പെക്സ് മാറ്റാനും ആണ് വന്നത്. അത് ഐ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ഡേയിൽ അവർ എവിടെ എത്തി മക്കളെ? ഐ ഹോസ്പിറ്റൽ എത്തി. A kindly efficient doctor is appalled by Granny's ancient spectacles, museum pieces. അല്ലേ, എന്താ പറഞ്ഞത്? നമ്മളെ ഡോക്ടർ ഇങ്ങനെ നോക്കാണ്, ഈ ഗ്രാനിന്റെ കണ്ണട ഒരു മ്യൂസിയം പീസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ തമാശയിലൂടെ. ആൻഡ് എക്സ്പ്ലെയിൻസ് they may have harmed more than helped. അപ്പൊ ഗ്രാനിനോട് പറഞ്ഞു, ഗ്രാനി, ഈ കണ്ണട നിങ്ങൾ വെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരത്തിനേക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ചെയ്യുക, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കണ്ണട മാറ്റണമെന്ന് പറഞ്ഞു. ആഫ്റ്റർ ടെസ്റ്റിംഗ്, അങ്ങനെ ഗ്രാനിയുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു. ഹി അഷ്യൂർസ് ഹെർ ഷീ ഈസ് നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. അപ്പോൾ പറഞ്ഞു പേടിക്കേണ്ട, കണ്ണിന്റെ കാഴ്ചയൊന്നും നഷ്ടപ്പെടില്ല, ജസ്റ്റ് വെരി വീക്ക് സൈറ്റഡ് അല്ലേ, ഇപ്പൊ കാഴ്ചശക്തി കുറച്ച് കുറവാണ്, നമുക്കത് ശരിയാക്കാം. ആൻഡ് ഫിറ്റ്സ് ഹെർ ഫോർ സ്ട്രോങ്ങർ ലെൻസസ്. നല്ല സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ലെൻസ് ഗ്രാനിക്ക് കൊടുത്തു. വിത്ത് എ ട്രയൽ ഫ്രെയിം ഓൺ. അപ്പോൾ ഓരോന്നായിട്ട് ലെൻസ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഗ്രാനിനോട് പറഞ്ഞു ആ ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. Granny suddenly read the largest letters and turning sees monies clearly for the first time in years. അങ്ങനെ ഡോക്ടർ ഓരോ ലെൻസ് മാറ്റി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലെൻസ് വെച്ചപ്പോൾ ഗ്രാനിക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പൊ ഗ്രാനിയുടെ മണീനെ നോക്കി അല്ലെ, ഗ്രാനിയുടെ ഗ്രാൻഡ് സണ്ണിനെ നോക്കിയപ്പോൾ കുറേ കാലത്തിന് ശേഷം 10 വർഷമായിട്ട് ഈ കണ്ണടയാണ് വെച്ചുകൊണ്ടിരിക്കണേ. മണീനെ ആദ്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ ഗ്രാനി കണ്ടു. ഓക്കെ, അപ്പൊ ഗ്രാനിക്ക് ഭയങ്കര സന്തോഷായി. സീസ് മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ്. വർഷങ്ങൾക്കൊടുവിൽ ആദ്യമായിട്ടാണ് മണീനെ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. പാവല്ലേ നമ്മുടെ ഗ്രാനി. ഡിലൈറ്റഡ് ഷീ ഫസ്സസ് ഓവർ ഹിസ് ഹെയർ കട്ട് അല്ലേ, തലയിലെ മുടിയെല്ലാം ഇങ്ങനെ റെഡിയാക്കുകയാണ്. പിന്നെയോ ഷർട്ട് ബട്ടൺസ് ഒക്കെ റെഡിയാക്കിയിട്ട് കൊടുത്തു, ഷൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി. ദേ സെലിബ്രേറ്റ് മോഡസ്റ്റ്ലി ഇൻ ദ ബസാർ. അപ്പൊ അവരെന്ത് ചെയ്തു? കാഴ്ചയൊക്കെ കിട്ടിയതല്ലേ, നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യണം, നമുക്ക് അങ്ങാടിയിലേക്ക് പോകാം. എന്നിട്ടോ
നമ്മുടെ മണിക്ക് ന്യൂ ഷൂസ് വാങ്ങി, പിന്നെ ഗ്രാനിക്ക് വേണ്ടിയിട്ട് ഒരു കൊട വാങ്ങി, അച്ഛന് വേണ്ടിയിട്ട് ഒരു പുള്ളോവർ, ഒരു ഡ്രസ്സ് വാങ്ങി, ആൻഡ് നമ്മുടെ സീഡും ബൾബും അല്ലെ, കൃഷി ചെയ്യാൻ വേണ്ടി സീഡ്സും ബൾബും വാങ്ങി, പിന്നെ നമ്മുടെ പശുവിന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൗബെല്ലും വാങ്ങി. ഇതെല്ലാം വാങ്ങിയിട്ട് അവരെന്ത് ചെയ്തു? അവർ തിരിച്ചു പോകാനുള്ള ബസ് കയറി. ഗ്രാനി ടേക്സ് ദ വിൻഡോ സീറ്റ്. അപ്പൊ ഗ്രാനി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, കാഴ്ചശക്തിയൊക്കെ കിട്ടിയതല്ലേ. അപ്പൊ ഗ്രാനി എന്ത് ചെയ്തു? വിൻഡോ സീറ്റ് എടുത്തു ആൻഡ് എക്സൈറ്റഡ്ലി പോയിന്റ് ഔട്ട് സൈറ്റ്സ് ഷീ ക്യാൻ ഫൈനലി എൻജോയ് അഗെയിൻ. ഗ്രാനി പറയാണ്, അത് നോക്ക്, ഇത് നോക്ക്, അവിടെ നോക്ക്. ഗ്രാനി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നിട്ടോ പിന്നെ എന്താ ചെയ്യണത്? വില്ലേജസ്, ഗ്രാമങ്ങൾ കണ്ടു, ഫീൽഡ് വർക്കേഴ്സിനെ കണ്ടു, മിൽക്ക് മെൻ അല്ലേ, പാലൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ കണ്ടു, റേസിംഗ് ഡോഗ്സിനെ കണ്ടു, മങ്കീസ് ആൻഡ് റെയിൻബോസ്. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ഗ്രാനി ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഹെർ വിഷൻ ഇസ് നോട്ട് പെർഫെക്റ്റ്, ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല, ബട്ട് ദ ഇംപ്രൂവ്മെന്റ് ഫിൽസ് ഹെർ വിത്ത് ജോയ്. അപ്പോൾ ഒന്നും കാണാത്ത ആൾക്ക് ചെറുതായിട്ട് കാണാൻ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആവും അല്ലേ. ഇനി മണി കണ്ടന്റ് ആൻഡ് ടയേർഡ്. അപ്പം മണി എന്താണ്? ഭയങ്കര ക്ഷീണിതനായിട്ടിരിക്കുകയാണ്. മണി എന്ത് ചെയ്തു? ഗ്രാൻഡ്മ പറയണതൊക്കെ കേട്ട് ഗ്രാൻഡ്മയുടെ ഷോൾഡറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആൻഡ് എൻഡിങ് ദാറ്റ് ഹൈലൈറ്റ്സ് ഗ്രാനീസ് കറേജ്, ലവ്, പ്രാക്ടിക്കാലിറ്റി ആൻഡ് ദ സിമ്പിൾ ലൈഫ് ചേഞ്ചിങ് പവർ ഓഫ് പ്രോപ്പർ കെയർ. അപ്പം നമ്മുടെ ഗ്രാനീൻ്റെ ലാസ്റ്റ് എന്ത് പറഞ്ഞ് നിർത്താണ്? ഗ്രാനീൻ്റെ ധൈര്യം കൊണ്ടാണ് അവരിവിടെ എത്തിയതല്ലേ. ഗ്രാനിക്ക് മണീനോടുള്ള സ്നേഹം, കരുതൽ, ഗ്രാനീൻ്റെ ധൈര്യം, ഇതെല്ലാമാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ കാണിച്ചു തരുന്നത്. ഇത് എന്റെ മക്കൾക്ക് സെറ്റ് ആയോ? 18K ലൈവ് വ്യൂവേഴ്സ്, വെരി ഗുഡ്, വെരി ഗുഡ്. 18K ആയി മക്കളെ, സൂപ്പർ. 8ാം ക്ലാസ്സിന്റെ പവർ ആണ് ഇവിടെ കാണുന്നേ. യെസ്, അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യാം? നിങ്ങളുടെ അല്ലെ, നിങ്ങളാണ് ഇത് 18Kയിൽ എത്തിച്ചത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. അപ്പൊ നമ്മൾ ഈ 18K ആയിട്ടുള്ളതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു ക്ലാസ്സിൽ 18,000 ആൾക്കാരാണ് കാണുന്നത് എന്നുള്ളത് ഷെയർ ചെയ്യാതെ മിസ് ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് മിസ്സിനെയും കൂടെ മെൻഷൻ ചെയ്യുക, നമുക്കത് ആഘോഷിക്കണം. ഓക്കെ, ഇനി ഇതിങ്ങനെ പോകുന്തോറും നമുക്കിത് 20K 25K ഒക്കെ ആയിട്ട് മാറണം. റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ എന്റെ കുട്ടികളെ സമയം വൈകിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ത് ചെയ്യണത്? വേറെ കാര്യങ്ങളൊന്നും നോക്കാത്ത കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ റൈറ്റിംഗ്സും ഗ്രാമറും ഒക്കെ നോക്കാനുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്റർ ആണ്, അടുത്ത ഒരു പോയമാണ് നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ ദ 7 Ages ഓഫ് മാൻ. അപ്പൊ ആദ്യം എന്താണ്? ഒരു കുഞ്ഞു വാവ, ഇൻഫാന്റ് ആണ്. പിന്നെയോ ഒരു സ്കൂൾ ബോയുടെ സ്റ്റേജ് ആണ്. പിന്നെയോ ഒരു ലവറിന്റെ സ്റ്റേജ് ആണ്. നിങ്ങൾ ഏത് സ്റ്റേജാ? സ്കൂൾ ബോയ് അല്ലേ? നിങ്ങളെല്ലാവരും ഏത് സ്റ്റേജാ മക്കളെ? സ്കൂൾ ബോയ് അല്ലേ? അല്ലേ, സ്കൂൾ ബോയ് ഒക്കെ ആണല്ലോ അല്ലേ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാലാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് വരിക. പിന്നെ ഒരു സോൾജിയറിന്റെ സ്റ്റേജ് ആണ്, ദെൻ ഒരു വൈസ് മാൻ്റെ സ്റ്റേജ് ആണ്, ദെൻ ഒരു ഓൾഡ് മെൻ്റെ സ്റ്റേജ് ആണ് അല്ലേ, മുത്തശ്ശന്റെ സ്റ്റേജ് ആണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ്, സെക്കൻഡ് ചൈൽഡ്ഹുഡ്, രണ്ടാമത്തെ വാർദ്ധക്യം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു 7 സ്റ്റേജസിലൂടെ പോയാലോ? റെഡി? ഇതൊരു സിമ്പിൾ പോയമാണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇൻ ദിസ് ഫേമസ് പോം ഷേക്സ്പിയർ കമ്പയർസ് ദ ഹോൾ വേൾഡ്. ഈ ലോകത്തിനെ മുഴുവൻ എന്തായിട്ടാണ്? സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. ഈ ലോകം തന്നെ എന്തായിട്ടാണ് ഷേക്സ്പിയർ പറയുന്നത്? ഒരു സ്റ്റേജ് ആണ്. നാടകമൊക്കെ നടക്കുന്ന സ്റ്റേജ് ഇല്ലേ, സ്റ്റേജ് ആണ്. Says that all men and women are actors. അപ്പൊ നമ്മുടെ ഈ സ്റ്റേജിൽ എന്താണ്? വേൾഡ്, ലോകത്തിന് എന്താണ്? സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. നാടകമൊക്കെ നടക്കുന്ന സ്റ്റേജ് ആണ്. ഓക്കെ, അതിൽ നമ്മുടെ ഡ്രാമ എന്താണ്? ഈ ഡ്രാമ എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫ്. ഓക്കെ, ഇവിടെയുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ്, ഹ്യൂമൻ ബീങ്സ്. നമ്മളെല്ലാവരും എന്താണ്? ആക്ടേഴ്സ് ആണെന്നാണ് നമ്മുടെ ഷേക്സ്പിയർ കമ്പയർ ചെയ്യുന്നത്. സോ who play different roles during their lifetime. അപ്പം നമ്മൾ ഈ ലോകത്തേക്ക് എപ്പോഴാണ് എൻട്രി ചെയ്യുന്നത്? നമ്മൾ ജനിക്കുമ്പോഴാണ് അല്ലേ. ഒരു ഡ്രാമ നോക്കുകയാണെങ്കിൽ ആ ഡ്രാമയിൽ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ വരും? നടികളും നടന്മാരും ഒക്കെ എൻട്രി ചെയ്യും, അതേസമയം എക്സിറ്റ് ആവും. അതേപോലെ നമ്മളുടെ ലൈഫിൽ നമ്മൾ എപ്പോഴാണ് ഈ ലൈഫ് എന്ന് പറയുന്ന നാടകത്തിൽ എൻട്രി ആവുന്നത്? നമ്മൾ ജനിക്കുമ്പോഴാണ്. നമ്മളുടെ ബർത്ത് ആണ് ഇവിടുത്തെ എൻട്രി. അപ്പം നമ്മുടെ നാടകം തുടങ്ങും, നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമ്മൾ മരിക്കുമ്പോഴാണ് നമ്മുടെ എക്സിറ്റ്. അപ്പം അതിനിടയിലുള്ള ആ ഒരു കാലഘട്ടം എന്താണ്? നമ്മൾ പല റോൾസ് പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് ഫേമസ് ഫോം ഷേക്സ്പിയർ കമ്പയർസ് ദ whole world to a stage and says that all men and women are like actors who play different roles. പല
റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ പല റോൾസ് പ്ലേ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ഹിം എവറി ഹ്യൂമൻ ബീങ് പാസസ് ത്രൂ 7 സ്റ്റേജസ്. അപ്പൊ ഷേക്സ്പിയർ എന്താ പറയുന്നത്? എല്ലാവരും അവരുടെ ലൈഫിൽ 7 സ്റ്റേജസ് പാസ് ചെയ്യുന്നുണ്ട്. ആ 7 സ്റ്റേജസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് ആണ് ഇൻഫാന്റ് സ്റ്റേജ്. ഇൻഫാന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുവാവ, ജനിച്ചു വീണ കുഞ്ഞുവാവയാണ്. നേഴ്സിന്റെ കയ്യിൽ കിടന്ന് കരയും അല്ലെ, പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കും. നമുക്ക് പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആണ്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ചൈൽഡ്ഹുഡ്. Okay, when a baby is helpless baby ആണ്, crying and vomiting in the nurse's arm. നഴ്സിന്റെ കയ്യിൽ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കരകരെ പേന്ന് പറഞ്ഞ് കരയും, പിന്നെയോ വൊമിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? സ്കൂൾ ബോയ് അല്ലേ, നമ്മളെല്ലാവരും ഇപ്പൊ സ്കൂൾ ബോയുടെ സ്റ്റേജിലാണ്. അവിടെയോ ദ സെക്കൻഡ് സ്റ്റേജ് ഇസ് ദ അൺവില്ലിംഗ് സ്കൂൾ ബോയ്. ഒരു താല്പര്യമില്ല, സ്കൂളിൽ പോകാനൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത സ്കൂൾ ബോയ് ആണ്. ക്യാരിയിങ് ഹിസ് സാഷൽ. സാഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗാണ്. വിത്ത് എ ഷൈനി ഫേസ് അല്ലേ, സ്കൂളിൽ രാവിലെ നമ്മൾ ഒരുക്കി വിടുമ്പോൾ നല്ല തിളങ്ങുന്ന അല്ലെ, കുളിച്ച് എണ്ണയിലൊക്കെ കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫേസ് ഒക്കെ ഇങ്ങനെ ഷൈനിങ് ആയിരിക്കും. ആൻഡ് രാവിലെ ആയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിരിക്കും. വിത്ത് എ ഷൈനിങ് ഫേസ് മൂവിങ് സ്ലോലി ലൈക്ക് എ സ്നെയിൽ ഓൺ ഹിസ് വേ ടു സ്കൂൾ. അപ്പോൾ സ്കൂളിൽ പോകാൻ താല്പര്യം ഇല്ലാത്ത ഇങ്ങനെ നിരങ്ങിയായിരിക്കും പോവാ, ലേറ്റ് ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ആരാണ്? ലവറിന്റെ സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടുത്തെ ലവറിനെ ഷേക്സ്പിയർ പറയുന്നത് ഒരു വിരഹ കാമുകനാണ് അല്ലേ. നമ്മുടെ പ്രണയിനെ ആലോചിച്ച് പ്രണയിനിയുടെ ഐബ്രോ ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഐബ്രോ ആയിരിക്കും, ഐബ്രോനെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു സാഡ് സോങ് പാടി നിൽക്കുന്ന ലവറിന്റെ സ്റ്റേജ് ആണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇൻ ദ തേർഡ് സ്റ്റേജ് ഹി ബിക്കംസ് എ യങ് ലവർ സൈയിങ്, ഒരു നെടുവീർപ്പിഴയാണ്, വിത്ത് പാഷൻ ആൻഡ് കമ്പോസിങ് സാഡ് സോങ്സ് ഫോർ ഹിസ് ബിലവ്ഡ്. ബിലവ്ഡ് എന്ന് പറഞ്ഞാൽ താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സാഡ് സോങ് ഒക്കെ പാടി ഇങ്ങനെ നടക്കുകയാണ്. ഇനി നാലാമത്തെ സ്റ്റേജ് ആണ് സോൾജിയർ. സോൾജിയർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ചോരത്തിളപ്പുള്ള സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ദ ഫോർത്ത് സ്റ്റേജ് ഇസ് ദാറ്റ് ഓഫ് എ സോൾജിയർ ഫുൾ ഓഫ് എനർജി, എന്ത് വന്നാലും എടുത്തു ചാടും. ആൻഡ് ഓട്സ്, കുറേ പ്രതിജ്ഞകളൊക്കെ എടുക്കും. ക്വിക്ക് ടു ക്വാറൽ, എന്തെങ്കിലും ഒരു അടിപിടി കണ്ട അപ്പം തന്നെ അതിലേക്ക് എടുത്തു ചാടും. അംബീഷ്യസ് ഫോർ ഹോണർ അല്ലേ, ബഹുമതികളൊക്കെ കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആൻഡ് റെഡി ടു റിസ്ക് ഹിസ് ലൈഫ് ഫോർ ടെമ്പററി റെപ്യൂട്ടേഷൻ, തൽക്കാലത്തേക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ബഹുമതിയൊക്കെ കിട്ടാൻ, പ്രശംസയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അപകടത്തിലേക്ക് വേണമെങ്കിലും എടുത്തു ചാടും. ഭയങ്കര സാഹസം കാണിക്കുന്ന സമയമായിരിക്കും. ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത് അല്ലേ, ഇപ്പൊ നമ്മൾ മരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും എടുത്തു ചാടി എന്ത് ചെയ്യും? പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഇനി അടുത്തതാണ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മെച്യൂർ ആയി, കുറച്ചുകൂടി ഒരു പ്രായപക്വതയൊക്കെ എത്തിയ സ്റ്റേജ് ആണ്. ദ ഫിഫ്ത്ത് സ്റ്റേജ് ഇസ് ദ ജസ്റ്റിസ്. അപ്പം ഭയങ്കര എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന സ്റ്റേജ് ആണ്. അറ്റ് ദിസ് സ്റ്റേജ് ഹി ഈസ് മെച്യൂർ, ഭയങ്കര മെച്യൂർഡ് ആണ്. വെൽ ഫെഡ്, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന, ചില ഒരു റിട്ടയേർഡ് ഫേസിലേക്ക് പോവാണ്. അപ്പം നമുക്ക് അധികം തിരക്കുകളൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും. ആൻഡ് വൈസ്, നല്ല ബുദ്ധിയുണ്ട്. ഹി ഈസ് ഫുൾ ഓഫ് അഡ്വൈസ്, പലതരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ തരും. നമ്മുടെ ഇപ്പം നടക്കുന്ന ഇൻസ്റ്റൻസസിനൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് പഴഞ്ചൊല്ലുകളൊക്കെ ആക്കി പറയും. മോറൽ ലെസൺസ് ആൻഡ് ജഡ്ജ്മെന്റ്സ് ആൻഡ് കമാൻഡ്സ് ഓഫ് റെസ്പെക്ട് അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ആറാമത്തെ സ്റ്റേജ് ആണ് ഓൾഡ് മെൻ അല്ലെ, നമ്മുടെ ഓൾഡ് ഏജ് എത്താറായിട്ടുണ്ട്. ആ സിക്സ്ത് സ്റ്റേജിൽ നമ്മൾ മെലിഞ്ഞ് ശുഷ്കിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഡ്രസ്സൊന്നും നമുക്ക് കൊള്ളില്ല, നമ്മുടെ കാലിലെ മസിൽസ് ഒക്കെ പോയി നമ്മൾ മെലിയും, നമ്മുടെ ഡ്രസ്സൊക്കെ ലൂസായിരിക്കും. ദ സിക്സ്ത് സ്റ്റേജ് ഇസ് ഓൾഡ് സ്റ്റേജ് വേർ ഹി ഗ്രോൺ തിന്നായിട്ടുണ്ടാവും, വീക്ക് ആയിട്ടുണ്ടാവും. ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടാ പൊട്ടും എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. വെയറിംഗ് സ്പെക്ടാക്കിൾസ്, കാഴ്ചശക്തിയൊക്കെ കുറഞ്ഞു വരുന്നതുകൊണ്ട് കണ്ണട ഇട്ടിട്ടുണ്ടാകും. വിത്ത് ഷ്രിങ്കിങ് ലെഗ്സ്, ചുളുങ്ങിയ കാലുകളായിട്ടുണ്ടാവും. ഫീബിൾ വോയിസ്, അങ്ങനത്തെ സൗണ്ടൊക്കെ ആയിട്ടുണ്ടാവും. വിച്ച് ടേൺസ് ബാക്ക് ടു ദ ഹൈ പിച്ച്ഡ് സൗണ്ട് ഓഫ് ചൈൽഡ്ഹുഡ്. കുഞ്ഞു മക്കളാവുമ്പോൾ എന്താണ്? അങ്ങനത്തെ സൗണ്ട് ഒക്കെ അല്ലേ, അപ്പൊ അതേപോലത്തെ ഫീബിൾ സൗണ്ട് ആയിട്ടുണ്ടാകും ഈ ഒരു ഓൾഡ് സ്റ്റേജ് എത്തുമ്പോഴേക്ക്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേജ് ആണ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് അല്ലേ. നമ്മളെ ചൈൽഡ്ഹുഡ് ആയിരുന്ന സമയത്ത് എന്താ, നമുക്ക് പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുവാവയ്ക്ക് ഒറ്റയ്ക്ക് ഓടി ബാത്റൂം പോകാൻ പറ്റുമോ? പറ്റൂല. കുഞ്ഞുവാവയ്ക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. അതേ അവസ്ഥയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ. നമുക്ക് എല്ലാ കാഴ്ചയൊക്കെ പോയിട്ടുണ്ടാകും, കാഴ്ചശക്തിയൊക്കെ പോയി, നമ്മൾ ഒന്നും അല്ല എന്ത് ചെയ്യാൻ, ബാത്റൂമിൽ പോവാൻ ആരെയും സഹായം വേണം അല്ലേ.
യെസ്, എല്ലാത്തിനും വേറൊരാളുടെ സഹായം വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ആണ്. ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഇസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ് വെൻ ഹി ലോസസ് ഹിസ് ടീത്ത്. അല്ലെ, കുഞ്ഞു ഭാവിക്ക് പല്ലുണ്ടാവില്ല, അതുപോലെ ഇവിടെയും പല്ലുണ്ടാവില്ല. കാഴ്ചശക്തി, കേൾവി ശക്തി, ടേസ്റ്റ്, മെമ്മറി എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. ഹി ബിക്കംസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് അഗെയിൻ. അതായത് ഒരു ചൈൽഡിനെ പോലെയാവും. ദിസ് ഇസ് ദ 7th സ്റ്റേജ്. ഇതെന്റെ മക്കൾക്ക് ക്ലിയർ ആണോ? ഇതെന്റെ കുട്ടിക്ക് ക്ലിയർ ആണോ? റെഡിയാണോ? 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 റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ചാറ്റിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം? മിസ്സിന് കുറച്ച് ചോക്ലേറ്റ് തരുമോ? മിസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് അല്ലെ, ഡോക്ടേഴ്സ് ആണ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുക അല്ലെ. അപ്പൊ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പ്രിസ്ക്രിപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എൻ്റെ മക്കൾക്ക് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ചാറ്റിൽ കുറച്ച് ചോക്ലേറ്റിന്റെ ഇമോജീസ് ഒക്കെ ഇടാവോ? യെസ്, റെഡി റെഡി റെഡി. ഓക്കെ, ഡൺ. അങ്ങനെയാണെങ്കിൽ നമ്മളിതേ അടുത്ത ചാപ്റ്റർ ഇവിടെ നിങ്ങൾക്ക് എല്ലാം കൂടെ മിസ് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരാൾ, നമ്മുടെ കഥാകാരൻ എവിടെ പോവാണ്? ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയിട്ട് മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിക്കുകയാണ്. ആ മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിന് ഒരു ഡൗട്ട്, എനിക്ക് ഹേ ഫീവർ ഉണ്ടോ, ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, അതുണ്ടോ എന്നൊരു ഡൗട്ട്. അത് നോക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയി? ലൈബ്രറി പോയി. ലൈബ്രറി പോയിട്ട് മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഹേ ഫീവർ മാത്രമല്ല കുറേ അസുഖങ്ങൾ എനിക്കുണ്ട്. പോയി അല്ലേ. അങ്ങനെ ഡോക്ടർ അടുത്ത് പോകും. ഡോക്ടറെ, എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട്. അപ്പൊ ഡോക്ടർ പറയൂ, നിനക്ക് ഞാനൊരു കുറിപ്പ് തരാം, ഒരു പ്രിസ്ക്രിപ്ഷൻ തരാം. അത് കൂടെ ഈ ഫാർമസി കൊടുത്തപ്പോൾ അയാൾ ഞെട്ടിപ്പോവും. അപ്പൊ എന്താണ് ആ പ്രിസ്ക്രിപ്ഷനിലുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കഥ ഡെഡിക്കേറ്റഡ് ടു ഓവർ തിങ്കിങ് പീപ്പിൾ. ഓവർ തിങ്കിങ്ങിനെക്കാളും ഒരു ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ അത് ഊതി വീർപ്പിച്ച് ഒരു വലിയ പ്രശ്നമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ് അല്ലേ. യെസ്, ഇനി ദ നെറേറ്റർ. നെറേറ്റർ എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന ആള് റീകോൾസ് ആൻ അമ്യൂസിംഗ് ഇൻസിഡന്റ് വെൻ ഹി വിസിറ്റഡ് ദ ബ്രിട്ടീഷ് മ്യൂസിയം. അപ്പോൾ അയാൾ ഇത് എവിടെ പോയി? ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് പറയാൻ പോകുന്നത്. ടു റിസർച്ച് ഹേ ഫീവർ. എന്തിനെ കുറിച്ചാണ് നോക്കാൻ പോയത്? ഹേ ഫീവറിനെ കുറിച്ചാണ് നോക്കാൻ പോയത്. എ കണ്ടീഷൻ ഹി സസ്പെക്റ്റഡ് ഹി ഹാഡ്. അല്ലേ, തനിക്ക് ഹേ ഫീവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയത്. വൈൽ ലുക്കിംഗ് ത്രൂ മെഡിക്കൽ എൻസൈക്ലോപീഡിയ. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമുക്കൊരു അസുഖം ഉണ്ടോ എന്ന് അറിയണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡോക്ടർ അടുത്ത് പോകും. പക്ഷെ ഇവിടുത്തെ ആൾ എവിടെയാ പോയത്? ലൈബ്രറിയിൽ. ലൈബ്രറിയിൽ പോയിട്ട് മെഡിക്കൽ എൻസൈക്ലോപീഡിയ എടുത്ത് വായിക്കുകയാണ്, എനിക്ക് ഈ അസുഖം ഉണ്ടോ എന്ന്. അപ്പൊ എന്താണ് മക്കളെ കണ്ടത്? ഹി ഐഡ്ലി ബിഗാൻ റീഡിങ് അബൌട്ട് ഡിഫറെന്റ് ഡിസീസസ്. അപ്പോൾ ഓരോ പേജ് ഇങ്ങനെ വെറുതെ വായിച്ച് പോവാണ്. വെരി സൂൺ he convinced himself that he suffered from almost every illness. അപ്പൊ മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ അസുഖങ്ങളും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഈ ബുക്ക് വായിച്ച് പോയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ആ ബുക്കിൽ പറഞ്ഞ എല്ലാ അസുഖങ്ങളും എനിക്കുണ്ട്. After reading the symptoms of typhoid fever, cholera, diphtheria, malaria and many others, അങ്ങനെ ഈ അസുഖങ്ങളെ കുറിച്ചെല്ലാം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. Became certain that he had been suffering from all of them for years. വർഷങ്ങളായിട്ട് എനിക്ക് ഈ അസുഖങ്ങൾ ഉണ്ടെന്നാ പറയണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വർഷങ്ങളായിട്ട് ഇത്രയും അസുഖങ്ങളുള്ള ഒരാള് ജീവിച്ചിരിക്കോ? അല്ലേ, നമ്മുടെ കഥാകാരൻ പറഞ്ഞത് വർഷങ്ങളായിട്ട് എനിക്ക് ഈ അസുഖം ഉണ്ടെന്നാണ്. He even felt hurt that only one disease he did not have was housemaid's knee. പക്ഷെ അദ്ദേഹത്തിന് ഒരു സങ്കടമുണ്ട്, ഇത്രയും അസുഖങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് ഏത് അസുഖം ഇല്ല? ഹൗസ്മെയ്ഡ്സ് നീ എന്ന് പറയുന്ന അസുഖം മാത്രമില്ല. അല്ലെ, നമ്മൾ പറയില്ലേ അത്യാഗ്രഹം എന്നൊക്കെ പറയില്ലേ. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പറയും ഓ അതില്ലല്ലോ അല്ലേ. നമുക്ക് എല്ലാം ഉണ്ടായെങ്കിൽ നമ്മൾ പറയും എനിക്ക് ആ മിഠായി കിട്ടിയില്ലല്ലോ. അതേപോലെ ലോകത്തിലുള്ള എല്ലാ അസുഖവും ഉണ്ട്, പക്ഷെ ഹൗസ്മെയ്ഡ്സ് നീ ഇല്ലാന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഇങ്ങനെ വിഷമായി. And wondered why this one illness was denied to him. അദ്ദേഹം പറയാ എല്ലാ അസുഖങ്ങളും വന്നില്ലേ, ഈ അസുഖം എന്താ എനിക്ക് വരാത്തത് എന്ന് ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടു. Eventually he comforted himself by thinking that since he already had every other diseases he could do without it. അല്ലേ, പിന്നെ അദ്ദേഹം സമാധാനിച്ചു, ഇത്രയും അത്യാഗ്രഹം പാടില്ല, എല്ലാം അറിയപ്പെടുന്ന മറ്റു അസുഖങ്ങളും ഉണ്ടല്ലോ, തൽക്കാലത്തേക്ക് ഇത് വെച്ച് അങ്ങ് ജീവിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. 19 വെരി ഗുഡ്. യെസ്, എന്തൊരു എനർജിയാ അല്ലേ. The narrator exaggeratedly imagined himself to be an
ഹോസ്പിറ്റൽ ഹിംസെൽഫ്. അദ്ദേഹം എന്താ പറയണേ, ഇത്രയും അസുഖങ്ങളുള്ള ഞാനൊരു ഹോസ്പിറ്റലാണ്. ഓക്കെ, റെയർ ആൻഡ് വാല്യുബിൾ കേസ്, ഞാനൊരു അപൂർവ ജീവി തന്നെ, ഇത്രയും അസുഖങ്ങളല്ലേ എനിക്കുള്ളത്. വാല്യുബിൾ കേസ് ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ് ഹു കുഡ് ലേൺ അബൌട്ട് ഓൾ ഡിസീസസ് സിംപ്ലി എക്സാമിനിങ് ഹിം. അല്ലേ, മെഡിക്കൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, അവർ പഠിക്കുന്ന സമയത്ത് അവർ ഓരോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവിടെയുള്ള രോഗികളൊക്കെ പരിശോധിച്ച് ഓരോ അസുഖങ്ങളെ കുറിച്ച് പഠിക്കണം. അപ്പം അദ്ദേഹം പറയാ, എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട്. അപ്പം മെഡിക്കൽ സ്റ്റുഡൻസിന് ഞാൻ എന്തൊരു ഭാഗ്യമായിരിക്കും, ഞാനൊരു റയർ കേസായിരിക്കും. അവർക്ക് എന്നെക്കുറിച്ച് പഠിച്ചാൽ തന്നെ എല്ലാ അസുഖങ്ങളും ആയില്ലേ, അപ്പം അവർക്ക് വേണമെങ്കിൽ എന്നെ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയാണ്. He even began to worry about how long he had left to live. പിന്നെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണ്, ഞാൻ എത്ര കാലം ഇങ്ങനെ ജീവിക്കും, എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോവോ. അത് ആലോചിച്ചിട്ട് he checked his പൾസ് ചെക്ക് ചെയ്തു, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു, but could not feel either. പൾസും ഇല്ല, ഹാർട്ട് ബീറ്റും ഇല്ല. എന്തൊരു പൊട്ടനാലേ. which further confirmed his fears. അപ്പൊ അദ്ദേഹത്തിന് പേടിയായി, ഞാനിപ്പോ മരിച്ചു പോകും, എനിക്ക് പൾസും കിട്ടണില്ല, എനിക്ക് ഹാർട്ട് ബീറ്റും കിട്ടണില്ല, ഞാൻ മരിക്കാനായി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. Convinced he was near to death, മരിക്കാറായി. He dragged himself to his doctor. അല്ലേ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകണമെന്നും പറഞ്ഞിട്ട് എങ്ങോട്ട് പോവാണ്, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഉണ്ട്, ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാണ്. Instead of listening all his supposed illness, the narrator dramatically declared that the only one thing he did not have was housemates knee. അപ്പൊ ലോകത്തുള്ള എല്ലാ അസുഖങ്ങളെ കുറിച്ചും പറഞ്ഞു വരുമ്പോഴേക്ക് സമയം കുറയാവും. അപ്പൊ നമ്മുടെ നെറേറ്റർ ഡോക്ടറോട് എന്താ പറഞ്ഞത്, എല്ലാ അസുഖങ്ങളൊന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, എനിക്ക് ഇല്ലാത്ത അസുഖം ഹൗസ്മേറ്റ്സ് നീ ആണ്, ബാക്കി എല്ലാം എനിക്കുണ്ട്. അതിങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. അപ്പൊ നമ്മുടെ ഡോക്ടർ ഒരു മിടുക്കനാ. ഡോക്ടർ എന്താ പറഞ്ഞത്, ആദ്യം ഡോക്ടർ ഒന്ന് ഞെട്ടി. ദ ഡോക്ടർ അമ്യൂസ്ഡ് ബട്ട് പ്രാക്ടിക്കലി എന്ത് ചെയ്തു, എക്സാമിൻഡ് ഹിം ക്വിക്ലി. അല്ലെ, പൾസ് നോക്കി, ഹാർട്ട് ബീറ്റ് നോക്കി, എല്ലായിടത്തും ഇങ്ങനെ കൊട്ടി നോക്കി, എന്നിട്ടോ ചെക്ക്ഡ് ഹിസ് പൾസ് ആൻഡ് ദെൻ റോട്ട് ഹിം എ പ്രിസ്ക്രിപ്ഷൻ. അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു. വെൻ ദ നരേറ്റർ ഹാൻഡഡ് ഇറ്റ് ടു എ കെമിസ്റ്റ്. അല്ലെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ നരേറ്റർ ഈ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഫാർമസിയിലേക്ക് പോയി. ഫാർമസിയിലുള്ള കെമിസ്റ്റിന് കൊടുത്തപ്പം അവിടെയാണ് ട്വിസ്റ്റ്. ദ കെമിസ്റ്റ് ലാഫ്ഡ് ആൻഡ് സെഡ് ഇറ്റ് വാസ് നോട്ട് മെഡിസിൻ. അപ്പൊ കെമിസ്റ്റ് പറഞ്ഞു, ഇതിൽ എഴുതിയിരിക്കുന്ന മരുന്ന് എനിക്ക് തരാൻ കഴിയില്ല, കാരണം ഇതിനകത്ത് മെഡിസിൻ ഒന്നും എഴുതിയിട്ടില്ല. ഇത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്, സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഹെൽത്തി ലിവിങ്. എന്തൊക്കെ ചെയ്യണം, ദ പ്രിസ്ക്രിപ്ഷൻ അഡ്വൈസ് ദ ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമീകൃത ആഹാരം, റെഗുലർ ഡ്രിങ്കിങ് ഓഫ് വാട്ടർ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, ഡെയിലി എക്സസൈസ് ചെയ്യണം. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 10 മൈൽ നടക്കണം, ഏർലി ബെഡ് ടൈം, നേരത്തെ 11 മണിക്ക് തന്നെ എല്ലാ ദിവസവും, 11 മണിയാണെന്നില്ല, നിങ്ങൾ ഏത് സമയത്താണോ കിടക്കുന്നത് അത് എല്ലാ സമയത്തും എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ കിടക്കാൻ നോക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ഓവർ തിങ്ക് ഓർ വറി അബൌട്ട് ദ തിങ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിക്കരുത്. ദ നെറേറ്റർ ഫോളോഡ് ദിസ് അഡ്വൈസ്. വിശ്വസ്തയോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് ഇറ്റ് റിസ്റ്റോർഡ് ഹിസ് ഗുഡ് ഹെൽത്ത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടി. ആസ് ഹി ഹ്യൂമറസ്ലി റിമാർക്സ് ഹാസ് ബീൻ സേവ്ഡ് ഇൻ ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. അപ്പം അദ്ദേഹം എന്താ പറയണത്, ആ പ്രിസ്ക്രിപ്ഷനാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്, ഞാൻ ഇപ്പോഴും അത് പാലിച്ചുകൊണ്ട് പോകുന്നു. ആൻഡ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പാലിക്കാവുന്നതാണ്. നല്ല സമീകൃത ആഹാരം കഴിക്കുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വെറുതെ ചിന്തിച്ചു കൂട്ടാതിരിക്കുക. ഇത് എൻ്റെ കുട്ടികളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് കിട്ടും. ഇതെന്റെ മക്കൾക്ക് മനസ്സിലായോ? ഇതെന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മിസ്സിന്റെ പേര് അർച്ചന എന്നാണ് കേട്ടോ. ഓക്കെ, മിസ്സിനെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കില്ല എൻ്റെ കുട്ടികൾ, കാരണം 7th ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിസ്സിന്റെ പേര് അർച്ചന എന്നാണ്. നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ് മുതൽ 9ാം ക്ലാസ് മുതലൊക്കെ മിസ് ബയോളജി പഠിപ്പിക്കാനുണ്ടാവും. ഓക്കെ, ഇതെന്റെ കുട്ടികൾക്ക് മനസ്സിലായോ? മോർണിംഗ് ബൂസ്റ്റർ 6 മണിക്കാണേ. യെസ്, ഇതെന്റെ കുട്ടിയൊക്കെ സെറ്റ് ആയെങ്കിൽ മിസ്സിന്റെ ലൈവ് ചാറ്റിൽ കുറച്ച് ചോക്ലേറ്റ് ഇമോജീസ് തരികയാണെങ്കിൽ മിസ് വേഗം തന്നെ നമ്മുടെ ഹരിജ മിസ്സിനെ വിളിക്കാം. ഹരിജ മിസ് നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പ്ലസ് നമ്മുടെ റൈറ്റിംഗ്സും ഗ്രാമേഴ്സും എല്ലാം സെറ്റ് ആക്കി തരും. യെസ്, താങ്ക് യു സോ മച്ച് മക്കളെ. അപ്പം നമ്മൾ നാളെ രാവിലെ കാണും. എൻ്റെ കുട്ടികളുടെ സമയം കളയാതിരിക്കാനാണ് മിസ് ഇനി കൂടുതൽ സംസാരിക്കാത്തത്, കാരണം നിങ്ങൾക്ക് ഇനി ചാപ്റ്റേഴ്സും റൈറ്റിംഗ്സും എല്ലാം സെറ്റ് ആക്കാനുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് മോർണിംഗ് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് എനർജി, ലവ്, സപ്പോർട്ട്. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇവിടെ തന്നെ ലാസ്റ്റ് കഴിയുന്നവരെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ. ഹരിജ മിസ് ഇപ്പം വരുന്നതായിരിക്കും, ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഹരിജ മിസ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ ലൈവ് ചാറ്റിൽ കുറേ ഹാർട്ട് ഇമോജീസ് ഒക്കെ ഇട്ട് നമ്മുടെ ഹരിജ മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. യെസ്, അപ്പോൾ അതേ ഹരിജ മിസ് ഇപ്പോൾ വന്നു കേട്ടോ. താങ്ക് യു. ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ.
മക്കളെ ഹരിജ മിസ് ഇപ്പം വരും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഹരിജ മിസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ചാറ്റിൽ കുറേ ഫയർ ഇമോജീസ് ഒക്കെ ഇടുക. ഹരിജ മിസ്സിൻ്റെ ഇപ്പം വരും കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, മക്കളെ ഇവിടെ തന്നെ ഇരിക്കുക. ഹരിജ മിസ് ഇത് ഇപ്പം വരും. ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ കാരണമാണ്. അപ്പോൾ അതുവരേക്ക് എൻ്റെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നിങ്ങൾ വേഗം ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഹരിജ മിസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഫേവറേറ്റ് ഇമോജി ആണോ കൊടുക്കുന്നത് അതുകൂടെ നമ്മുടെ ലൈവ് ചാറ്റിലിട്ട് ഹരിജ മിസ് വരുമ്പോൾ ഹരിജ മിസ്സിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതുകൂടെ എൻ്റെ കുട്ടികൾ ചെയ്യുക. അപ്പോഴേക്ക് ഹരിജ മിസ് ഇത് ഇപ്പം വരും കേട്ടോ. 1 മിനിറ്റ്. Yes, hello everyone. Yes, good evening. അപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയില്ലേ, മിസ് വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. മിസ്സിന് ഇതാ നമുക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എവിടെയും പോവില്ല എന്നുള്ളൊരു വിശ്വാസം മിസ്സിനുണ്ട്. ടെക്നിക്കലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടോ, അതുകൊണ്ടാണ്. യെസ്, എല്ലാവരും ഫുൾ ഓൺ എനർജിയിലാണോ മക്കളെ? സെറ്റ് ആയിട്ടിരിക്കുവാണോ? നമ്മുടെ എക്സാമിന് വേണ്ട എല്ലാ സെറ്റിങ്സും എല്ലാ ചോദ്യങ്ങളും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ റൈറ്റിംഗ് സെഷൻ ഉണ്ട്, ഗ്രാമർ ഉണ്ട്, അതിനൊപ്പം നമുക്ക് ഇനിയും 2 ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. യെസ്, എല്ലാ മക്കളും മിസ്സിന് ഇങ്ങനെ ലൈവ് നോക്കുമ്പോൾ ചാറ്റ് നോക്കുമ്പോൾ നോക്കുകയായിരുന്നു, ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫുൾ ഓൺ എനർജിയിലാണ് എൻ്റെ മക്കളൊക്കെ ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം നമ്മൾ തകർക്കും എന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. ഓക്കെ യെസ്. അപ്പോൾ മക്കളെ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, നമുക്ക് ഇനി 2 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. 2 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഇനി? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് നമ്മുടെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള ഈ ചാപ്റ്ററും കൂടെ അല്ലേ. യെസ്, അപ്പോൾ നാളെ അവധി എന്നൊക്കെ പറയുന്നുണ്ട്. കമോൺ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട് മക്കളെ. അതിനൊപ്പം തന്നെ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം മിസ്. നമ്മുടെ ശക്തി ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി സമയം കളയാനില്ല. മിസ് ആദ്യം എടുക്കാൻ പോകുന്ന ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ആണ് കേട്ടോ. നല്ലൊരു പോമാണ്, നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോം തന്നെയാണ്. ഓക്കെ, നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറഞ്ഞ പോം. ഓക്കെ, കാരണം അപ്രീസിയേഷൻ നോട്ട് നിങ്ങൾക്ക് എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലേ. യെസ്, നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ മിസ്സിന് കുറച്ച് റെഡ് ഹാർട്ട്സ് ഒക്കെ തന്നേക്കൂ. റെഡ് ഹാർട്ട്സ് യെസ് ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നോക്കാം അല്ലേ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. അപ്പോൾ മിസ് വേഗം ചാപ്റ്റേഴ്സ് വേഗം എടുക്കുന്നുണ്ടാവും, കാരണം നിങ്ങൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റൈറ്റിംഗ് സെഷനാണ്. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മാർക്സിൻ്റെ കാര്യം. നിങ്ങൾക്ക് 40 മാർക്സ് ആണ് കേട്ടോ. 40 മാർക്സ് ആണ് ഇംഗ്ലീഷിന് വരുന്നത് അല്ലേ. 40 മാർക്സ് അല്ലേ മക്കളെ? യെസ്, ഒന്ന് ക്ലാരിഫൈ ചെയ്തേ. 40 മാർക്സിനല്ലേ വരുന്നത്? യെസ്, ഓക്കെ, സെറ്റാണ്, എല്ലാവരും സെറ്റാണ്. ഓക്കെ യെസ്, അപ്പോൾ ആ 40 മാർക്സ് നമുക്ക് വാങ്ങിച്ചെടുക്കണം അല്ലേ. അതിൽ പോം എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിസ് ആദ്യം തന്നെ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോപ്പിനെ പറ്റിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള പോമാണ്. ശരിക്കും ഹോപ്പിനെ പറ്റിയിട്ട് നല്ലൊരു കിളീനെ പോലെയാണ് ഹോപ്പ്. നമ്മുടെ ലൈഫിലൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്ന കാര്യം എന്താണ്, ആ നല്ലൊരു കിളിയെ പോലെയാണ് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി പോമാണ് കേട്ടോ. നമുക്ക് വായിക്കാം അല്ലേ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ and sings the tune without words and never stops at all. നോക്കിക്കേ, ആദ്യം തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ പോയറ്റ് പറഞ്ഞിട്ടുള്ളത്. ഹോപ്പ് എന്ന് പറയുന്നത് തൂവലുകൾ
തൂവലുകളൊക്കെയുള്ള ഒരു കിളീനെ പോലെയാണ് എന്ന് പറയാം കേട്ടോ. അത് എന്താ ചെയ്യുന്നേ? ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. അത് എവിടെ ഇരിക്കുന്നതാ? പേർച്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? പേർച്ച് ചെയ്യുക എന്ന് വെച്ചാൽ ഈ കിളികളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? കിളികളൊക്കെ കയറി ഇരിക്കുക എന്നൊക്കെ പറയല്ലേ? അത് കൊമ്പിലിരുന്നു, ചില്ലയിലിരുന്നു എന്നൊക്കെ പറയണ പോലെ നമ്മുടെ സോളിലാണ് ഇരുന്നത് അല്ലേ? ആ കിളികളൊക്കെ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സോളിലാണ് ഇരിക്കുന്നത്. ഹോപ്പാണ് കേട്ടോ. ഹോപ്പിനെയാണ്, പ്രതീക്ഷയാണ്, ഒരു തൂവലുകളൊക്കെയുള്ള ഒരു പക്ഷിയെ പോലെ അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ ഇരിക്കുന്നു. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അത് പാട്ട് പാടുന്നുണ്ട്, പക്ഷേ പാട്ടിനൊരു പ്രത്യേകത ഉള്ളത് അതിന് വേർഡ്സ് ഇല്ല, ട്യൂൺ മാത്രമേ ഉള്ളൂ. എന്താണുള്ളത്? ട്യൂൺ മാത്രമാണ്, വിത്തൗട്ട് ദ വേർഡ്സ്. വേർഡ്സ് ഇല്ലാതെയാണ് കേട്ടോ, വിത്തൗട്ട് ദ വേർഡ്സ്. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഒരിക്കൽ പോലും അത് നിർത്തുന്നില്ല, അത് പാടിക്കൊണ്ടേയിരിക്കുവാണ്. And sweetest is in the gale is heard, and sore must be the storm that could abash the little bird that kept so many warm. അടുത്തത് നോക്കിയൊക്കെ പറയുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി പറയാണ്. എന്താണ്? ഹോപ്പിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി പറയുവാണ്. ആൻഡ് സ്വീറ്റസ്റ്റ്, എപ്പോഴും പാട്ട് പാടുന്ന കാര്യം പറഞ്ഞു. അത് ഏറ്റവും സ്വീറ്റായിട്ട് പാടുന്നത് എപ്പോഴാണ്? ഏറ്റവും സ്വീറ്റ് ആയിട്ട് പാടുന്നത് ഇൻ ദ ഗെയിൽ. ഗെയിൽ എന്ന് വെച്ചാൽ എന്താ? ഗെയിൽ എന്ന വേർഡിന്റെ മീനിങ് എന്താ മക്കളെ? നമ്മുടെ ലൈഫിൽ എപ്പോഴും സ്മൂത്ത് ആയിട്ടാണോ കാര്യങ്ങൾ പോവുക? അല്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരാറുണ്ട് അല്ലേ? ലോ ആയിട്ടുള്ള ടൈമൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിനെ ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി അതിനൊക്കെ പറയുന്ന പേരാണ് അല്ലേ ഗെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ശരിക്കും നമ്മുടെ ലൈഫിൽ കൊടുങ്കാറ്റ് വരിക എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ഹാർഡ്ഷിപ്സ് ഒക്കെ ഉള്ള സമയത്താണ്, ബുദ്ധിമുട്ടുകൾ ഉള്ള സമയത്തിനാണ് ഇവിടെ എന്ത് പറയുന്നത്? ഗെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗെയിലുള്ള സമയത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്വീറ്റസ്റ്റ് ആയിട്ട് ഈ കിളി പാടുന്ന എപ്പോഴാണ്? ഗെയിൽ ഈസ് ഹേർഡ്. ഈ പറയുന്ന കൊടുങ്കാറ്റൊക്കെ ആ സ്റ്റോം ഒക്കെ ഉള്ള സമയത്താണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും സ്വീറ്റ് ആയിട്ട് ഈ കിളി പാടുന്നത്. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. ആ സോറാണ് സ്റ്റോം. ആ ഗെയിൽ എന്ന് പറയുന്ന ആ സ്റ്റോം എന്ന് പറയുന്ന സോർ എന്ന് വെച്ചാൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോം ആയിരിക്കും. പെയിൻഫുൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും ഉണ്ടാവും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല, ശരിയല്ലേ? പക്ഷെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ സുഖമുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. നിങ്ങൾ വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്നുമല്ല പ്രശ്നങ്ങൾ. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ, നമ്മുടെ ലൈഫിലുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ, അതിൻ്റെ പെയിൻ ഒക്കെ ഉള്ള സമയത്തും ഈ കിളി സ്വീറ്റ് ആയിട്ട് പാടുന്നുണ്ടായിരിക്കും. ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. ആകെ എന്താണ്? ഈ കിളിയെ അല്ലെങ്കിൽ ഈ ഹോപ്പിനെ പാടുന്നതിൽ നിന്നും ഹിൻഡർ ചെയ്യുന്ന, അബാഷ് എന്ന് വെച്ചാൽ തടഞ്ഞു നിർത്തുന്നത് ആകെ എന്താണ്? വലിയൊരു സ്റ്റോം ആയിരിക്കും. ചിലപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോമിന് മാത്രമാണ് പിന്നെയും കുറച്ചെങ്കിലും ഈ കിളിയെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? കിളി പാടിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരിക്കും അല്ലേ? ലാസ്റ്റ് മൊമെന്റ് വരെ പഠിച്ചില്ല ഉഴപ്പി നടന്നിട്ട് അവസാനത്തെ ഒരു ഹോപ്പ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സിന് വരാം എന്നുള്ളൊരു ഹോപ്പൊക്കെ വെച്ചിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഹോപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ട് കേട്ടോ. പക്ഷേ എക്സാമിന് ലാസ്റ്റ് മിനിറ്റ് വരെ പഠിക്കാണ്ടിരിക്കുന്നത് ഹോപ്പ് എന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. അത് ഒരു അഹങ്കാരമാണ്, നിങ്ങൾക്ക് നല്ല പണി കിട്ടും. ഓക്കെ, യെസ്. ഇനി എന്താണ്? ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലിയസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, yet never in extremity it asked a crumb of me. നോക്കിക്ക് എത്ര രസമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. I have heard it in the chilliest land. ചില്ലിയസ് എന്ന് വെച്ചാൽ എന്താ? ചില്ലി നമുക്കറിയാം, പച്ചമുളക് അല്ലേ? മുളകിനെയാണ് ഇവിടെ പറയുന്നത് ചില്ലിയസ് ലാൻഡ് എന്ന് വെച്ചാൽ കുറേ മുളകൊക്കെ ഉള്ള ഒരു ലാൻഡ് അല്ലേ? കുറേ മുളകൊക്കെ ഉള്ളൊരു നാട്. അതിനെയാണോ പറയുന്നത് ചില്ലിയസ്റ്റ്? അല്ലെ, വിറച്ചിട്ടുള്ള തണുത്ത് മരവിക്കുന്ന ലാൻഡിലും. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. എന്താണ് സ്ട്രേഞ്ചസ്റ്റ് സീ? സ്ട്രേഞ്ചസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിചിത്രമായിട്ടുള്ള കടലിലും ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. എന്താ? ഹോപ്പിന്റെ ഈ പറയുന്ന മ്യൂസിക് ഞാൻ കേട്ടിട്ടുണ്ട്. ചില്ലിയസ് ലാൻഡ് എന്ന് പറയുന്നതും സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നതും ലൈഫിന്റെ പല ഘട്ടങ്ങളെയാണ്. ബുദ്ധിമുട്ടുള്ള പല ഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന പല സിറ്റുവേഷനിലും ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോഴും ഹോപ്പ്ഫുൾ ആണ്. യെറ്റ്, എന്നിരുന്നാൽ പോലും എപ്പോഴും പാടുന്ന ഈ ഒരു കിളി ഉണ്ടല്ലോ, നെവർ ഇൻ എക്സ്ട്രീമിറ്റി. എത്ര എക്സ്ട്രീമിൽ എത്തിയാലും, എത്ര ബുദ്ധിമുട്ടിലെത്തിയാലും, ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അതൊരിക്കൽ പോലും, നെവർ ആസ്ക്ഡ്, എന്നോട് ഒരിക്കൽ പോലും എൻ്റെ ഒരു കഷണം ചോദിച്ചിട്ടില്ല. എൻ്റെ ഒരു ക്രംബ് ഓഫ് മീ എന്ന് വെച്ചാൽ എന്താ? റിട്ടേൺ ആയിട്ട് ഒരു സാധനം പോലും ഈ ഹോപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ. പേർച്ച്, അതുപോലെ ഗെയിൽ, ഇതിൻ്റെയൊക്കെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൽ ഗെയിൽ എന്ന് പറയുന്നതും
അതുപോലെ തന്നെ ചില്ലിയസ് ലാൻഡ് എന്ന് പറയുന്നതും സ്ട്രേഞ്ചസ് സീ എന്ന് പറയുന്നതും സ്റ്റോം എന്ന് പറയുന്നതൊക്കെ എന്താണ് സിമ്പിൾസ് ആണ്, സിംബോളിക് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇതൊക്കെ ലൈഫിലുള്ള ഡിഫിക്കൽട്ടീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മീനിങ് ഇവിടെ മിസ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പോം ചിലപ്പോൾ വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് കിട്ടുമ്പോൾ ഈ പോയിന്റ്സ് വായിച്ച് പഠിച്ചു വെക്കുക കേട്ടോ, വായിച്ച് വെക്കാം. ഹോപ്പ് ഈസ് ലൈക്ക് എ ബേർഡ് വിത്ത് ഫെദേഴ്സ്. നമുക്ക് എത്ര സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് അല്ലേ. കുറച്ച് തൂവലുകളൊക്കെയുള്ള ഒരു പക്ഷിയാണ് ആര് ഹോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ലീവ്സ് ഇൻ അവർ സോൾ. അത് എവിടെ ജീവിക്കുന്നത്? നമ്മുടെ സോളിലാണ് ജീവിക്കുന്നത്, നമ്മുടെ ആത്മാവിലാണ് ജീവിക്കുന്നത്. ഇറ്റ് കീപ് സിംഗിങ് എ സോങ് ഈവൻ വിത്തൗട്ട് വേർഡ്സ് ഇല്ലാതെ അത് നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടി തരുന്നു. ഇറ്റ് നെവർ സ്റ്റോപ്പ് സിംഗിങ്. അത് ഒരിക്കൽ പോലും പാടുന്നത് നിർത്തുന്നില്ല. ഇനി സ്റ്റാൻസ 2 നമ്മൾ എന്താ പറഞ്ഞത്? വി ക്യാൻ ഹിയർ ദിസ് ഹോപ്പ്ഫുൾ സോങ് ഈവൻ ഇൻ സ്ട്രോങ് വിൻസ്, ഹാർഡ് ടൈംസ്. സ്ട്രോങ് വിൻസ് എന്ന് പറയുന്ന ഹാർഡ് ടൈംസിനാണ് ഗെയിൽ എന്നുള്ള വേർഡ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആ സമയത്ത് പോലും ഹോപ്പ്ഫുൾ സോങ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓൺലി എ വെരി സ്ട്രോങ് സ്റ്റോം ബിഗ് പ്രോബ്ലം ക്യാൻ മേക്ക് ദിസ് ബേർഡ് ക്വയറ്റ്. ഈ ബേർഡിനെ ക്വയറ്റ് ആക്കണമെങ്കിൽ, മിണ്ടാതിരിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വെരി സ്ട്രോങ് ആയിട്ടുള്ള വലിയൊരു സ്റ്റോം തന്നെ വരേണ്ടതായിട്ട് വരും എന്ന് പറയാണ്. ദിസ് ബേർഡ് ഓഫ് ഹോപ്പ് ഹാസ് കംഫർട്ടഡ് മെനി പീപ്പിൾ. കുറേ ആളുകളെ കംഫർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ ഈ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? സ്റ്റാൻസ 2 ക്ലിയർ ആണോ? ഇനി സ്റ്റാൻസ 3 നോക്കിക്കേ. ദ സ്പീക്കർ പോയറ്റ് ഹാസ് heard this bird singing even in the coldest places and far away seas. കുറേ ദൂരെയുള്ള far away ഉള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള സീസിലും അതുപോലെ തന്നെ കോൾഡസ്റ്റ് ആയിട്ടുള്ള ലാൻഡിലൊക്കെ ഇദ്ദേഹം ഇതിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് പല ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ വരട്ടെ, അവിടെയൊക്കെ നമ്മുടെ ഹോപ്പിൻ്റെ പാട്ട്, ഹോപ്പ് നമുക്ക് ഉണ്ടായിരുന്നു. ഈവൻ ഇൻ ദ വേഴ്സ്റ്റ് ടൈംസ്, ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് പോലും ദിസ് ഹോപ്പ് നെവർ ആസ്ക്ഡ് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. ഈ ഹോപ്പ് ഒരിക്കലും നമ്മളോട് മുഴുവനായി ഒന്നും തന്നെ തിരിച്ച് ചോദിച്ചിട്ടില്ല. നോട്ട് ഈവൻ ഇൻ എ സ്മോൾ ക്രം, ഒരു തരി അല്ലേ. നമ്മൾ പറയില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊക്കെ എങ്ങനെയാണ് റിട്ടേൺ എന്തെങ്കിലും തിരിച്ച് കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും അല്ലേ. ഒരു കഷ്ണം താടി അല്ലേ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ തിരിച്ച് ചോദിക്കും, ശരിയല്ലേ. അപ്പം അതുപോലെ എൻ്റെ ഒരു കഷ്ണം പോലും അവർ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താ, റിട്ടേൺ ആയിട്ട് ഒന്നും തന്നെ അവർക്ക് വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഹോപ്പ് എന്ന് പറയുന്നത് എല്ലാവരും കംഫേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനാണ് ഹോപ്പിന് ഇവിടെ കിളിയായിട്ട്, മെറ്റഫർ ആണ് അല്ലേ, കിളിയായിട്ട് പറഞ്ഞേക്കാണ്, ഒരു ബേർഡ് ആയിട്ട് പറഞ്ഞേക്കാണ്, ബേർഡ് വിത്ത് ഫെദേഴ്സ് ആയിട്ട് പറഞ്ഞേക്കുവാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തീം ഉണ്ട്. തീം എന്ന് പറയുമ്പോൾ എന്താ? ഹോപ്പ് ആൻഡ് ഇറ്റ്സ് പവർ എന്നുള്ളതാണ് തീം. ഓക്കെ, ഈവൻ ഇൻ ഡിഫിക്കൽട്ട് ടൈംസിൽ പോലും ഹോപ്പ് stays with us and gives us strength without asking for anything in return. Okay, ഒന്നും പകരം ചോദിക്കാതെ നമ്മുടെ കൂടെ തന്നെ ഹോപ്പ് നിൽക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും. ഓക്കെ, ഇനി മെസ്സേജ് എന്താണ് മക്കളെ? മെസ്സേജ് പറയുന്നത് ഹോപ്പ് ഈസ് ജെന്റിൽ ബട്ട് സ്ട്രോങ് ഫോഴ്സ് വിത്തിൻ us. ഓക്കെ, ഹോപ്പ് എന്ന് പറയുന്നത് ജെന്റിലാണ് അല്ലെ. ഒരു കിളി എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഭീകരമായിട്ടുള്ളൊരു രൂപം എന്നൊന്നും തോന്നില്ല അല്ലെ. വിങ്സ് ഓഫ് ജെഹോപ്പ്, ഓഹോ ജെഹോപ്പ് ഒക്കെ ഇവിടെ ഉണ്ടോ? നോക്കിക്കേ, ഒരു കിളി എന്ന് പറയുമ്പോൾ ജെന്റിലാണ് അല്ലേ, അല്ലാണ്ട് ഭീകരമായിട്ടൊരു രൂപം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജെന്റിലാണ്, പക്ഷെ അത് സ്ട്രോങ് ആണ്, നമ്മുടെ ഉള്ളിലുള്ള സ്ട്രോങ് ഫോഴ്സ് ആണ് എന്നാ പറയുന്നത് കേട്ടോ. ഇറ്റ് നെവർ ലീവ്സ് അസ് ഈവൻ ഇൻ പെയിൻ ഓർ ഫിയർ. പെയിൻ ആണെങ്കിലും ഫിയർ ആണെങ്കിലും ഒന്നും എന്താണ്, നമ്മളെ വിട്ട് അത് പോവൊന്നുമില്ല. ഓക്കെ, നമുക്ക് എപ്പോഴും എന്തുണ്ടാവും? ഹോപ്പ് ഉണ്ടായിരിക്കും എന്നാ പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ മിസ് പറഞ്ഞു തരും കേട്ടോ, മിസ് പറഞ്ഞു തരും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് അസ് ഗോ ത്രൂ ലൈഫ് സ്റ്റോംസ്. ലൈഫിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ടോൺ ഈസ് പോസിറ്റീവ് ആണ്, കംഫർട്ടിംഗ് ആണ്, ഇൻസ്പയറിംഗ്. പിന്നെ ലിറിക് പോം ആണ് എന്ന് പറഞ്ഞു, റിത്തമിക് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നോക്കിക്കേ, സമ്മർ ഇവിടെ മിസ് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇതാണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇല്ലേ മക്കളെ, റീഡിംഗ് കോംപ്രഹെൻഷൻ അതെങ്ങനെയാണ്? പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എഴുതല്, ഇതല്ലേ. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ, എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? നമ്മുടെ പോമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പോമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ദ 7 ഏജസ് ഓഫ് മാൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും വരിക. ഈ 2 ചാപ്റ്റേഴ്സ് എന്തായാലും നോക്കി വയ്ക്കുക. 7 ഏജസ് ഓഫ് മാൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഈ ഒരു പോമിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പോയറ്റിക് ഡിവൈസസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, സോ അതും കൂടെ നോക്കണം. ഓക്കെ, യെസ്. അപ്പോൾ മെറ്റഫർ ഉണ്ട്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ ഹോപ്പിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്? ബേർഡുമായിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്.
മെറ്റഫർ ആണ് കേട്ടോ. അടുത്ത പേഴ്സണിഫിക്കേഷൻ, ഹോപ്പ് പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഹോപ്പ് പേർച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് നെവർ ആസ്ക്ഡ്, അതൊരിക്കലും ചോദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പേഴ്സണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ദെൻ അലിട്രേഷൻ. എന്താണ് മക്കളെ അലിട്രേഷൻ ഒന്ന് പറഞ്ഞേ. കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യൂ കേട്ടോ നിങ്ങൾ, എന്നാലാണ് നോട്ട്സ് കിട്ടുക. മിസ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് നോട്ട്സ് അയക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. അതിനൊപ്പം തന്നെ യെസ് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ബാച്ചിൻ്റെ. യെസ്, ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നാളെ നമുക്ക് യെസ് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. എവിടെയൊക്കെയോ വായിക്കുന്നുണ്ട്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ചാറ്റ്. ഒന്ന് പറഞ്ഞേ മക്കളെ. യെസ്, അലിട്രേഷൻ എന്തിൻ്റെ റെപ്പിറ്റേഷൻ ആണ്? ഏത് സൗണ്ടിൻ്റെ റെപ്പിറ്റേഷനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്? ഏത് സൗണ്ടിൻ്റെ ആണ്? യെസ്, മെറ്റഫറോ? കോൺസണന്റ് സൗണ്ട്സ് അല്ലേ? കോൺസണന്റ് സൗണ്ട്സിന്റെ റെപ്പിറ്റേഷൻ ആണ് എന്ത് പറയാ, അലിട്രേഷൻ എന്ന് പറയാ. ഇപ്പൊ നോക്കിക്കേ, സ് അല്ലെ, സോർ മസ്റ്റ് ബി സ്റ്റോം സ്ട്രേഞ്ചസ്റ്റ് സീ. അപ്പോൾ എന്താണ്, എസ് എന്നുള്ള സൗണ്ട് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എസ് എന്ന് പറയുമ്പോൾ കോൺസണന്റ് സൗണ്ട് ആണ്. സോ അതെന്താണ്, അലിട്രേഷൻ ആണ് കേട്ടോ. അടുത്തത് അനഫറ ഉണ്ട്. അനഫറ എന്ന് വെച്ചാൽ എന്താണ്, റെപ്പിറ്റേഷൻ ഓഫ് ആൻഡ് ദാറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സെവറൽ സക്സസീവ് ലൈൻസ്. ഒരു അടുത്തടുത്ത് വരുന്ന ലൈൻസ്, അതിൻ്റെ തുടക്കത്തിൽ തന്നെയായിട്ട്, എല്ലാ ലൈൻസിൻ്റെയും തുടക്കത്തിൽ തന്നെയായിട്ട് ആൻഡ് എന്ന് കാണാം. അപ്പോൾ അതിനെ എന്ത് പറയാം, അനഫറ എന്ന് പറയാം. ഓക്കെ, അനഫറ എന്ന് പറയാം കേട്ടോ. എത്ര മണി വരെ ക്ലാസ്? അങ്ങനെ കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്കോഴ്സും ഗ്രാമറും ഒക്കെ തീർക്കേണ്ടതുണ്ട് കേട്ടോ. കുറച്ച് ലോങ് ലൈവ് ആണെങ്കിൽ നിങ്ങൾ കൂടെ ഇരിക്കണം, കാരണം നാളെ നിങ്ങളുടെ എക്സാം അത്രത്തോളം സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, നോക്കിയേ, സിംബലിസം വരുന്നുണ്ട്. സിംബലിസം പഠിച്ചു വയ്ക്കാം മക്കളെ. ബേർഡ് ഇസ് സിംബലൈസ് ടു റിപ്രസെൻറ്റ് ഹോപ്പ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ ഉള്ളിലുള്ള മൈൻഡിലുള്ള ഹോപ്പിനെ സിംബലൈസ് ചെയ്യുന്നതാണ് എന്ത്, ഇവിടെ പറയുന്ന ബേർഡ് എന്ന് പറയുന്നത്. ഇനി വിഷ്വൽ ഇമേജ് ഉണ്ട്. വിഷ്വൽ ഇമേജ് എന്താണ്, ചില്ലിയസ് ലാൻഡ് എന്ന് പറയുന്നതും സ്ട്രേഞ്ചസ് സീ എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിൽ ഒരു ഡള്ളസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ, ഒരു ഹാർഡ് ടൈംസ് അല്ലെ, നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ എന്താണ്, ഹാർഡ് ടൈംസിലൊക്കെ നമുക്ക് ഇത് എങ്ങനെ പറയാം, സ്ട്രേഞ്ച് ആയിട്ടുള്ള സീ അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, സുഖമില്ലാത്ത കാഴ്ചകളായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് മെന്റൽ പിക്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ള് മഞ്ഞൊക്കെ പുതച്ചിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ കടൽ. ഇതൊക്കെ നമുക്ക് കണ്ണടച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിക്കുമ്പോൾ, ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതാണ് എന്താ നമ്മുടെ വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത് കേട്ടോ. ദ ലിറ്റിൽ ബേർഡ് പേർച്ച്ഡ് ഇൻ അവർ സോൾ. അത് വായിക്കുമ്പോഴെന്താ, ഒരു കുഞ്ഞു കിളി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും അല്ലേ, അത് കണ്ടതുപോലെ തോന്നും. അപ്പോൾ അതാണ് വിഷ്വൽ ഇമേജ് കേട്ടോ. വിഷ്വൽ ഇമേജ് ആണ്. ഇനി ഓഡിറ്ററി ഇമേജ് ഉണ്ട്. എന്താണ് ഓഡിറ്ററി ഇമേജ്? യെസ്, പവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. യെസ്, ഒന്ന് പറഞ്ഞേ, എന്താണ് ഓഡിറ്ററി ഇമേജ്? കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. ദ സ്വീറ്റസ്റ്റ് ട്യൂൺ ഓഫ് ഹോപ്പ്, സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് കേൾക്കാൻ പറ്റുന്നതാണ്. സോ അത് സൂതിങ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററി ഇമേജറി ആണ് കേട്ടോ. അടുത്തത് റൈമിങ് വേർഡ്സ് ഉണ്ട് അല്ലേ. നോ കൺസിസ്റ്റന്റ് റൈം കറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ സോൾ, ഓൾ, ഹേർഡ്, ബേർഡ്, സ്റ്റോം, വാം, സീ, എക്സ്ട്രിമിറ്റി. ഓക്കെ, എക്സ്ട്രിമിറ്റി ഇത് നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താണ്, റൈമിംഗ് വേർഡ്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ദെൻ ഇതിൻ്റെ അപ്രീസിയേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്രീസിയേഷൻ നോക്കി വെക്കുക. അപ്രീസിയേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രീസിയേഷൻ്റെ ഫോമാറ്റ് എന്ന് അറിയണം. അപ്രീസിയേഷൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് മക്കളെ? അപ്രീസിയേഷൻ ആദ്യം തന്നെ എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, പോയറ്റിൻ്റെ പേര് എഴുതണം കേട്ടോ. പോയറ്റ് അല്ലേ കഷ്ടപ്പെട്ട് ഈ പോമൊക്കെ എഴുതിയത്. അപ്പോൾ എന്ത് ചെയ്യണം, തുടക്കത്തിൽ തന്നെ ആളുടെ പേരൊക്കെ എഴുതിയിട്ട് വേണം, മെൻഷൻ ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ തീം എഴുതാം. ഓക്കെ, പിന്നെ തീം എഴുതാം. ദെൻ സമ്മറി എഴുതാം. അതിൽ തന്നെ പോയറ്റിക് ഡിവൈസ് എഴുതാം, ഫിഗർ ഓഫ് സ്പീച്ച് എഴുതാം. അവസാനം നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ വേണമെങ്കിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതാണ് അപ്രീസിയേഷൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മിസ് കമ്മ്യൂണിറ്റി ലിങ്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട്സ് അയക്കുന്നുണ്ടാവും, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം എന്താണ്, ഫ്രീ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കാര്യമല്ലേ, നിങ്ങൾക്ക് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും അയച്ചു നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്രീസിയേഷൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോയറ്റിക് ഡിവൈസും നമ്മളിപ്പോൾ പറഞ്ഞതാണ്, അതൊക്കെ എന്താണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ കൈൻഡ്സ് ഓഫ് ഇമേജറി. ഇത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ വിഷ്വൽ എന്ന് വെച്ചാൽ എന്താ, കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കളേഴ്സ്, ഷേപ്സ് അങ്ങനത്തെ ഒക്കെ എന്താ വിഷ്വൽ ഇമേജറി ആണ്. ദെൻ ഓൾഫാക്ടറി ഇമേജറി ഉണ്ട്. അത് സ്മെല്ല് ചെയ്യുന്ന പോലെ. ഫ്രാഗ്രൻസ് ഒക്കെ എന്താണ്, അതൊക്കെ എന്താ സ്മെല്ല് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഓൾഫാക്ടറി ആണ്. ദെൻ ഓഡിറ്ററി ഇമേജറി, കേൾക്കുന്നത് അല്ലേ, മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങൾ. ഗസ്റ്റേറ്ററി ഇമേജറി എന്താണ്, ടേസ്റ്റിൻ്റെ ആണ്. ഇപ്പോൾ ഒരു കേക്ക് കഴിച്ചു, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അത് കഴിക്കാതെ തന്നെ എനിക്ക് എന്താണ് ഓർമ്മ വരുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണ്, ഗസ്റ്റേറ്ററി ഇമേജറി ആണ്. ടാക്റ്റൈൽ ഇമേജറി ഉണ്ട് അല്ലേ, സ്മൂത്ത് ടച്ച്
ഒരു കിളിയുടെ ഫെദർ നമ്മുടെ മേലേക്ക് തൊടുമ്പോൾ എന്താ ഭയങ്കര പരിപരുത്തിട്ടാണോ? അല്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണ്? ടാക്റ്റൈൽ ഇമേജറി ആണ് കേട്ടോ. അപ്പോൾ ഇമേജറീസും കൂടെ നോക്കി വെക്കണം. ഇതെന്താ, ഇതൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിഷ്വൽ ഇമേജറി ഏതൊക്കെയാണ് വരിക എന്നുള്ളതും ഓഡിറ്ററി ഇമേജറി ഏതൊക്കെയാണ് വരിക എന്നുള്ളതും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നോട്ട്സ് എന്തായാലും കളക്ട് ചെയ്യാം മക്കളെ. നോട്ട്സ് നിർബന്ധമായിട്ടും കളക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. യെസ്, പിന്നെ മെറ്റഫർ നമ്മൾ പറഞ്ഞു അല്ലേ. മെറ്റഫർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ടു അൺറിലേറ്റഡ് ഒബ്ജക്ട്സ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് തന്നെയാണ് ഇത് എന്ന് പറയാണ്. ഓക്കെ, അത് തന്നെയാണ് ഇതെന്ന് പറയും. ഇപ്പോൾ മിസ്സിനെ നോക്കിയിട്ട് പറയുവാണ് ഐശ്വര്യ റായിയുടെ പോലെ ഉണ്ടെന്നല്ല, ഐശ്വര്യ റായി ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും നല്ല അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണല്ലേ. ഒട്ടും ബന്ധിച്ച് ഒട്ടും ഒരുമിച്ച് പോകാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണ്. അത് രണ്ടും ഒന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും. എന്നാലും മിസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് മെറ്റഫറാണ്. ഈ മിസ്സിനെ ഐശ്വര്യ റായിയുടെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സിമിലിയായി. ഓക്കെ, ഇവിടെ എന്താണ്? മെറ്റഫറാണ് പറഞ്ഞത് കേട്ടോ. അത് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? മെറ്റഫറാണ്. പക്ഷേ സിമിലി എന്ന് പറയുമ്പോൾ എന്താണ്? അതുപോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ സിമിലിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയാം. നെക്സ്റ്റ് ചാപ്റ്റർ ഇവിടെ റെഡിയാണ്. സമ്മറിയാണ്, വേഗം എടുത്ത് പോകുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഡിസ്കോഴ്സ് നോക്കുന്നു, ഗ്രാമർ നോക്കുന്നു, സെറ്റ് ആവുന്നു. ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ കേട്ടോ. നിങ്ങൾക്ക് ഡിസ്കോഴ്സ് ആണോ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഗ്രാമർ ആണോ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, ഇത് റെഡിയാണോ? ഇത് റെഡിയാണെങ്കിൽ എൻ്റെ കുട്ടികൾ എല്ലാവരും കുറച്ച് റെഡ് ഹാർട്ട്സ് തന്നെ വേഗം ആവട്ടെ. നിങ്ങളുടെ സ്നേഹമാണ് വേണ്ടത്. ഓക്കെ, യെസ്, എല്ലാവരും കുറച്ച് റെഡ് ഹാർട്ട്സ് തന്നെ. അതുപോലെ തന്നെ ഇവിടെ ലൈക്ക് ചെയ്യാണ്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ ലൈക്ക് ചെയ്തേ മക്കളെ. യെസ്, കമ്മ്യൂണിറ്റി ലിങ്ക് ചാറ്റ് ബോക്സിൻ്റെ മേലെയായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് മിസ്സ് പാട്ട് പാടിത്തരുമെന്നോ? നോ വേ. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും നോട്ട് അയക്കുന്നുണ്ടാവും കേട്ടോ. റെഡി, സെറ്റ്. നമുക്ക് നോക്കാം. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള ചാപ്റ്റർ ആണ്. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോ ആണ്. ഓക്കെ, മെമ്മോയർ എന്ന് എഴുതിയാലും മെമ്മോ എന്ന് വായിക്കാം. ഓർമ്മക്കുറിപ്പ് അല്ലേ, ഒരു ഓർമ്മക്കുറിപ്പാണ് എന്ത്? ലിറ്റിൽ തിങ്സ് മാറ്റർ. ശരിയല്ലേ? നമ്മുടെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിസ് പറയാം, അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കലാമിനെ പറ്റി നമുക്കറിയാം. ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമാണ്, ന്യൂസൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് നോക്കി, കലാം ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ള ഹെഡിങ് ആണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയോ? കലാം എല്ലായ്പ്പോഴും ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രോഡൊക്കെ പോയാലും അദ്ദേഹം എന്ത് ചെയ്യും? ഇന്ത്യൻ ന്യൂസ് പേപ്പറൊക്കെ ഓൺലൈനായിട്ടൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. ഇനി ചൈൽഡ്ഹുഡ് ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട് അല്ലേ. അദ്ദേഹം ഏത് വർഷമാണ് മക്കളെ ജനിച്ചത്? ഓർമ്മയില്ലേ? ഏതോ ഒരു വാറിൻ്റെ സമയത്താണ് അല്ലേ. ഒരു വാറിൻ്റെ സമയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. 8 വയസ്സാകുമ്പോൾ ഒരു വാറൊക്കെ വരുന്നുണ്ട്. ഏത് വാറാണ്? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഏത് വാറായിരുന്നു? യെസ്, അപ്പോൾ എന്തായാലും ജനിച്ചത് 1931 അല്ലെ. 1931 ജനിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്? വെൻ ഹി വാസ് 8 years old, വേൾഡ് വാർ സെക്കൻഡ്. വെരി ഗുഡ്, വേൾഡ് വാർ സെക്കൻഡ് തുടങ്ങുന്നു. ദെൻ എന്താണ്? ഇൻ രാമേശ്വരം ലൈഫ് വെന്റ് ഓൺ നോർമലി അറ്റ് ഫസ്റ്റ്. അപ്പോൾ രാമേശ്വരത്താണ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഒക്കെ വരുന്നത്. ആ സമയത്ത് നോർമലി അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്നുണ്ട്, പക്ഷെ വലിയ കാര്യമായിട്ട് അവരെ ബാധിക്കുന്നില്ല. ദെൻ എന്താണ്? ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി, അവിടെ നിന്നാണ് സ്റ്റോറി അല്ലേ. നമ്മൾ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നുണ്ട്. ഈ ഷംസുദ്ദീൻ എന്താണ്? നമ്മുടെ APJ അബ്ദുൽ കലാമിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹിസ് കസിൻ ഷംസുദ്ദീൻ റാൻ ദ ഓൺലി ന്യൂസ് പേപ്പർ ഏജൻസി ഇൻ രാമേശ്വരം. രാമേശ്വരത്തിലുള്ള ഏക ന്യൂസ് പേപ്പർ ഏജൻസി ആരുടെ ആയിരുന്നു? നമ്മുടെ ഷംസുദ്ദീൻ്റെ ആയിരുന്നു. APJ അബ്ദുൽ കലാമിൻ്റെ കസിൻ ആണ്. ഓക്കെ, യെസ്. ഷംസുദ്ദീൻ ആൻഡ് ജലാലുദ്ദീൻ ഇൻഫ്ലുവൻസ്ഡ് കലാം എ ലോട്ട് ഇൻ ഹിസ് ഏർലി ലൈഫ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതങ്ങളിൽ ജലാലുദ്ദീനും ഷംസുദ്ദീനും അദ്ദേഹത്തിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി ഇമ്പാക്റ്റ് വരാണ്. ഇത്ര നാളും വാർ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവരത് അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കിക്കേ. ഡ്യൂറിങ് ദ വാറിൻ്റെ സമയത്ത് യെസ്, വാറിൻ്റെ സമയത്ത് എന്താണ് ഉണ്ടായത്? ബ്രിട്ടീഷ് ഇമ്പോസ് റാഷൻസ് ആൻഡ് സാങ്ഷൻസ്. ബ്രിട്ടീഷുകാർ പറഞ്ഞു, ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് അല്ലേ. അവർ പറഞ്ഞു ചില സാധനങ്ങൾ നിങ്ങൾ ഇത്ര വെച്ച് വാങ്ങിച്ചാൽ മതി, ഇത്രയും അളവ് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ റാഷൻസ് വെച്ചു, സാങ്ഷൻസ് വെച്ചു. അപ്പോൾ ഈ ഒരു റൂൾസ് അനുസരിച്ച് എന്താണ്, നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും പറ്റാതായി തുടങ്ങി. അപ്പോൾ കലാമിൻ്റെ ഫാമിലി വലിയ ഫാമിലിയാണ്. കലാംസ് ഫാമിലി ഫേസ്ഡ് ഷോർട്ടേജസ് ഓഫ് ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. അവരുടെ ഫാമിലി എന്ത് നേരിട്ടു?
ഫുഡും അതുപോലെ തന്നെ ക്ലോത്ത് ഒന്നും വാങ്ങിക്കാനുള്ള പൈസ അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് കിട്ടാതെയായി തുടങ്ങി. ഹിസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ സാക്രിഫൈസ് ദർ ഷെയർ ഓഫ് ഫുഡ് ഫോർ ദ ചിൽഡ്രൻ. ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ സ്വന്തം ഫുഡ് സാക്രിഫൈസ് ചെയ്തു. ആര്? അമ്മയും അമ്മൂമ്മയും. സ്ത്രീകളാണ് എപ്പോഴും വീട്ടിൽ അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് കലാം അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി കലാംസ് ഫസ്റ്റ് ജോബ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലാമിന് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. എത്ര വയസ്സുള്ളപ്പോൾ? 8 വയസ്സുള്ളപ്പോൾ. ഒന്ന് ആലോചിക്കുക, 8 വയസ്സുള്ളപ്പോൾ അല്ലേ. ബിക്കോസ് ദ ട്രെയിൻസ് നോ ലോങ്ങർ സ്റ്റോപ്ഡ് അറ്റ് രാമേശ്വരം, ന്യൂസ് പേപ്പേഴ്സ് വെർ ത്രോൺ ഔട്ട് ഓഫ് ദ മൂവിങ് ട്രെയിൻ. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. എന്താണ്? ട്രെയിൻസ് ഇനി നമ്മുടെ രാമേശ്വരം സ്റ്റേഷനിൽ നിർത്തുന്നതായിരിക്കില്ല. അതുകൊണ്ട് ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്യണം? ഈ മൂവിങ് ട്രെയിനിൽ നിന്ന് എറിയണം. ഓക്കെ, പ്ലാറ്റ്ഫോമിലേക്ക് എറിയണം എന്ന് പറയുന്നു. അതായത് ഇങ്ങനെയാണ് നടക്കേണ്ടത്. രാമേശ്വരം സ്റ്റേഷനിൽ എത്തുന്നു, അവിടെ നിന്നും ബണ്ടിൽസിലാക്കിയിട്ടുള്ള ന്യൂസ് പേപ്പർ പ്ലാറ്റ്ഫോമിൽ എടുത്തു വെക്കുന്നു, പിന്നെ ഏജൻസിയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു, അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇനി രാമേശ്വരത്ത് സ്റ്റോപ്പ് വേണ്ട, ഇനി രാമേശ്വരത്ത് നിർത്തണ്ട. അങ്ങനെ ആയപ്പോൾ എന്ത് പ്രശ്നമായി? ന്യൂസ് പേപ്പർ ഇറക്കി വെക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റാതെയായി. അങ്ങനെ ഈ പ്രശ്നം എന്തായി പോയി? ട്രെയിനിൽ നിന്ന് എറിയേണ്ട അവസ്ഥയിലേക്ക് എത്തി. ന്യൂസ് പേപ്പർ എറിയേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഷംസുദ്ദീൻ ഗേവ് കലാം ദി ജോബ് ഓഫ് കളക്ടിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ദീസ് പേപ്പേഴ്സ്. അങ്ങനെ ഷംസുദ്ദീൻ ഒരു ജോലി കൊടുക്കുകയാണ് കലാമിന്. എന്താണ്? ഈ ഒരു ന്യൂസ് പേപ്പേഴ്സ്, എറിയുന്ന ന്യൂസ് പേപ്പേഴ്സ്, പ്ലാറ്റ്ഫോമിലേക്ക് എറിയപ്പെടുന്ന ഈ ന്യൂസ് പേപ്പേഴ്സ് കളക്ട് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അങ്ങനെ 8 വയസ്സുള്ള കലാം ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് ഈ ഒരു ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. വെറും 8 വയസ്സുള്ളപ്പോൾ. അങ്ങനെ ഒരു ഡെയിലി റുട്ടീൻ പറയുന്നുണ്ട്. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്നത് കേട്ടോ. കലാമിൻ്റെ ഡെയിലി റുട്ടീൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം ഇത് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറിയിൽ ആ കുട്ടിയുടെ റുട്ടീൻ എഴുതേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞു വെക്കണം. അടുത്ത എന്താണ്? ഒരു പാരഗ്രാഫ് എഴുതാൻ വരികയാണ്. APJ അബ്ദുൽ കലാം ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറില്ല, ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എപ്പോഴും പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ എന്നുള്ള ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എത്രത്തോളം അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പാരഗ്രാഫോ ഒരു റൈറ്റപ്പോ എഴുതേണ്ടി വരുവാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ? അപ്പോൾ നിങ്ങൾ അത് എഴുതേണ്ടി വരും. സോ ആ ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം കേട്ടോ. ഓക്കെ, ഡെയിലി റുട്ടീൻ നമുക്ക് നോക്കാം. ഹി ഹാഡ് ട്യൂഷൻ ഇൻ മാത്തമാറ്റിക്സ് ഏർലി ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ എ ബാത്ത്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ അദ്ദേഹത്തിന് ട്യൂഷൻ ഉണ്ടാവും അല്ലേ. എവിടെ? മാത്തമാറ്റിക്സിൽ ട്യൂഷൻ ഉണ്ടായിരിക്കും. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിക്ക് അല്ലേ, 4 മണിക്ക് അദ്ദേഹം പോകുന്നു. ദെൻ അപ്പോൾ 4 AM അല്ലേ, 4 AM പോകുന്നു. ദെൻ ഹി വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അവിടെ നിന്ന് മദ്രസയ്ക്ക് പോകുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ടോ ഹി വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു കളക്ട് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമൊക്കെ അറിയണം കേട്ടോ. ഹി ഡെലിവേർഡ് പേപ്പേഴ്സ് അക്രോസ് ടൗൺ ബിഫോർ സ്കൂൾ. സ്കൂളിന് മുമ്പായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ പേപ്പേഴ്സൊക്കെ ടൗണിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആഫ്റ്റർ സ്കൂളിന് ശേഷം എന്ത് ചെയ്യുന്നു? ഹി കളക്റ്റഡ് ഡ്യൂസ് ഫ്രം കസ്റ്റമേഴ്സ് ഫോർ ഷംസുദ്ദീൻ. പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ടും അവിടെ എന്താണ്? അവിടെ റെസ്റ്റ് അല്ല നടക്കുന്നത്, വീണ്ടും എന്താ ഡ്യൂസ് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. കലാം എങ്ങനെയാണ് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് മദ്രസയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ എന്താണ്? നേരത്തോട് നേരം വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, കളക്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് പേപ്പേഴ്സ്. അത് എങ്ങനെയാണ് കൊണ്ടു കൊടുക്കുന്നത്, ആളുകളുടെ റിയാക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയുള്ള എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെ കണ്ട് എന്താണ് മനസ്സിലാവുന്നുണ്ട്, ഇയാൾ ഇന്ന പത്രം വായിക്കുന്ന ആളാണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ മനസ്സിൽ വെക്കണം. പിന്നെ എന്താണ്? ലേണിംഗ് ഫ്രം വർക്കിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ. കലാം ലേൺഡ് ഡിസിപ്ലിൻ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കലാം ലേൺഡ് ഡിസിപ്ലിൻ. എവിടെ നിന്ന്? പങ്ക്ച്വാലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ എവിടെ നിന്നാണ്? ഈ ജോലിയിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ കലാമിൻ്റെ പേഴ്സണാലിറ്റി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ജോലിനെയും അദ്ദേഹത്തിൻ്റെ റുട്ടീനെയും അവിടെ കോട്ട് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ആ ഒരു ചൈൽഡ്ഹുഡ് റുട്ടീൻ എന്തായാലും പഠിച്ചു വെക്കുക. ഹി ഓൾസോ ബിക്കം ഗുഡ് അറ്റ് മെൻറ്റൽ കാൽക്കുലേഷൻസ് ഒക്കെ അദ്ദേഹത്തിന് കൂടി. അതൊക്കെ ഈസി ആയിട്ട് അദ്ദേഹം ചെയ്യാൻ പറ്റി. ടൈം മാനേജ്മെൻറ്റും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ട്രെയിൻ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തും. അദ്ദേഹത്തിന് വേണ്ടി ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ എത്തേണ്ടി വരും.
സോ പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെൻറ്റ്, എത്ര ദൂരം ഓടാൻ പറ്റും, പേപ്പേഴ്സൊക്കെ വെച്ച് എത്ര ദൂരം ഓടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മെൻറ്റൽ കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് ഓപ്പൺ ഹിസ് മൈൻഡ് ടു ദ ലാർജർ വേൾഡ്, ഫ്രീഡം സ്ട്രഗിൾ, ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി, നെഹ്റു ആൻഡ് ഗ്ലോബൽ എവൻറ്റ്സ് ലൈക്ക് വേൾഡ് വാർ സെക്കൻഡ്, ഇതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ചിന്തിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഗ്രോത്ത് ആൻഡ് റിയലൈസേഷൻ വരുവാണ്. വിത്തിൻ എ ഇയർ ഓഫ് വർക്ക് കലാം ഗ്രൂ സ്ട്രോങ് ആയിട്ട് വളർന്നു. ടാളർ ആൻഡ് ബ്രൗണർ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹി റിയലൈസ് വാട്ട് ഇറ്റ് മെൻ ടു ബി എ വർക്കിംഗ് മാൻ. ഒരു വർക്കിംഗ് മാൻ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള അർത്ഥം ആർക്ക് മനസ്സിലായി? APJ അബ്ദുൽ കലാമിന് മനസ്സിലാവണം. ടു ബി റെസ്പോൺസിബിൾ ആൻഡ് കീപ് വൺസ് വേർഡ്. എന്താണ് ഒരു വർക്കിംഗ് മാൻ്റെ ഉദ്ദേശം? എന്താണ്? ടു ബി റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. നാളത്തെ എക്സാം നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ എന്തോ പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കുക അല്ലേ. പിന്നെ ബാക്കിയുള്ളത് ലക്കാണ്. എക്സാം പേപ്പർ എളുപ്പമായിരുന്നോ, സിമ്പിൾ ആയിരുന്നോ, ടഫ് ആയിരുന്നോ എന്നുള്ളതൊക്കെ പോട്ടെ, അത് ലക്കിൻ്റെ കാര്യമാണ്. പക്ഷെ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കുമ്പോൾ എന്താ? റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ ടു കീപ് വൺസ് വേർഡ് എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, വാക്ക് പാലിക്കുക എന്നുള്ള കാര്യം കേട്ടോ. യെസ്, ദോ ഹിസ് മദർ വറീഡ് ഷീ വാസ് സീക്രറ്റ്ലി പ്രൗഡ് ഓഫ് ഹിം. അതെന്തൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. മദർ ശരിക്കും എന്താണ് പറയൂല്ലേ, നമ്മൾ ഓടിക്കളിക്കും അല്ലെങ്കിൽ വയ്യാണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വറീഡ് ആയിട്ടാണ് ഇരിക്കുക. പക്ഷേ അവർ സീക്രറ്റ്ലി എന്തായിരുന്നു? പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മകൻ എന്താണ് ഇപ്പോഴേ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, എന്താണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കിട്ടുന്നില്ല മക്കളെ, കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അത് ക്ലാസ് കഴിഞ്ഞിട്ടാണ് മിസ് നോട്ട്സ് അയക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഡിസ്കോഴ്സിലോട്ട് കടക്കാം. നിങ്ങളാണ് പറയേണ്ടത് ക്ലിയർ ആണോ, ഡിസ്കോഴ്സിലോട്ട് കടക്കണോ? യെസ്, ഡിസ്കോഴ്സിലേക്ക് കടക്കേണ്ട സമയമായെങ്കിൽ വേഗം തന്നെ പറയാം കേട്ടോ. യെസ് മിസ് പ്ലീസ്, മോട്ടിവേഷൻ. ആദ്യം നമുക്ക് കോണ്ടന്റ് തീർക്കുക, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ സെറ്റാക്കാം, എന്നിട്ടാണ് നമുക്ക് മോട്ടിവേഷൻ എന്താണ്? നിങ്ങൾ നാളെ എക്സാം എഴുതാൻ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നു, നിങ്ങളത് എഴുതുന്നു, നല്ല ഹാപ്പി ആയിട്ട് എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ മാർക്ക് ഇത് നോക്കാൻ നിൽക്കേണ്ട, മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ അതിനുള്ള എഫേർട്ടാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. യെസ്, ഓക്കെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ വർക്കിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. കോൺവെർസേഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഫസ്റ്റ് നമുക്ക് നോക്കാം എല്ലാതും. ഓക്കെ, കോൺവെർസേഷൻ നോക്കിക്കേ. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് കസിൻ ഷംസുദ്ദീൻ വെൻ ഹി വാസ് ഫസ്റ്റ് ഓഫേർഡ് ദ ന്യൂസ് പേപ്പർ ഡെലിവറി ജോബ്. അപ്പോൾ ഈ ജോലി ആദ്യം തന്നെ ഓഫർ ചെയ്ത സമയത്ത് ഷംസുദ്ദീനും അതുപോലെ തന്നെ കലാമും തമ്മിലുള്ള കോൺവെർസേഷനാണ് ചോദിച്ചിട്ടുള്ളത്. കോൺവെർസേഷൻ ആരും നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്താണ്? ആ ചാപ്റ്റർ മനസ്സിലായി, ക്യാരക്ടേഴ്സിനെ മനസ്സിലായി, കോൺടെക്സ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അല്ലാതെ ഷംസുദ്ദീനും കലാമും കാണുക എവിടേക്കാ പോകുന്നത്, സുഖമല്ലേ, നാളെ സ്കൂളില്ലേ, മര്യാദക്ക് സ്കൂളിൽ പോ എന്നുള്ള കാര്യങ്ങളല്ല പറയുന്നതെന്ന് നിങ്ങൾക്കറിയണം അല്ലേ. ഇവർ തമ്മിലുള്ള കോൺടെക്സ്റ്റ് എന്താണ്? ജോലി ഓഫർ ചെയ്യാണ്. അപ്പോൾ കലാം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ വേഗം ഒന്ന് വായിക്കാം. കോൺവെർസേഷനൊന്നും നമുക്ക് അങ്ങനെ സമയം കളയാനില്ല കേട്ടോ. ഷംസുദ്ദീൻ, കലാം, ദ ട്രെയിൻ നോ ലോങ്ങർ സ്റ്റോപ്സ് ഹിയർ. ഇവിടെ നിർത്തുന്നില്ല ട്രെയിൻ. ദ പേപ്പേഴ്സ് ആർ ത്രോൺ ഔട്ട് ഓഫ് ദ മൂവിങ് ട്രെയിനിൽ നിന്ന് എറിയാണ് ചെയ്യുന്നത്. അപ്പോൾ കലാം പറയും, then how will people get their newspapers? എങ്ങനെയാണ് ന്യൂസ് പേപ്പേഴ്സ് കിട്ടുക ആളുകൾക്ക്? ദാറ്റ് ഈസ് വൈ ഐ നീഡ് യുവർ ഹെൽപ്പ്. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടത്. യു ക്യാൻ കളക്ട് ദ ബണ്ടിൽസ് ആൻഡ് ഡെലിവർ ദം. നിനക്ക് ആ ബണ്ടിൽസ് കളക്ട് ചെയ്യാം, എന്നിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പോൾ കലാം പറയും, റിയലി ക്യാൻ ഐ ഡു ഇറ്റ്? ശരിക്കും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഷംസുദ്ദീൻ പറയും, ഓഫ് കോഴ്സ് യു ആർ സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഉറപ്പായിട്ട് പറ്റും, നീ സ്മാർട്ടാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ എന്താ കലാം പറഞ്ഞു, മൈ എന്തൂസിയാസം നോസ് നോ ബൗണ്ട്സ്. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന പോലെ എൻ്റെ ഉത്സാഹത്തിന് എന്താണ് ഒരു അതിരും ഇല്ല. ഐ വിൽ ഡു ഇറ്റ് ഹാപ്പിലി അങ്കിൾ. ഞാനിത് ഹാപ്പി ആയിട്ട് ചെയ്തോളാം അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, കോൺവെർസേഷൻ എക്സ്ചേഞ്ച് നോക്കുക മക്കളെ. എത്ര മാർക്കിനാണെന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. അത്യാവശ്യം എക്സ്ചേഞ്ച് വേണം. ഇപ്പോൾ ഹായ്, ലാസ്റ്റ് എന്താണ് ഒരു ബായ്, ഗുഡ് ബൈ ഒക്കെ ആയിരിക്കും. വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. നമ്മൾ 8ാം ക്ലാസ്സിലെത്തി. അപ്പോൾ നമുക്ക് ഹായ് ബായുടെ ബന്ധങ്ങളൊന്നും അല്ല, കുറച്ച് വലിയ ബന്ധങ്ങളാണ് ഉള്ളത്. ഓക്കെ, മാർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കോണ്ടന്റ് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത നോക്കിക്കേ. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മണി ആഫ്റ്റർ ഷീ ഗെറ്റ്സ് ഹെർ ന്യൂ ഗ്ലാസസ് കിട്ടിയതിന് ശേഷം ആരുടെയാണ്? ആ ഗ്രാനിയും മണിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം പുതിയ കണ്ണടയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാനിയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഓർമ്മയില്ലേ? മണീനെ കണ്ടിട്ട് എത്ര ഭംഗിയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എഴുതാം. അപ്പോൾ കോൺടെക്സ്റ്റ് അറിയണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ക്യാരക്ടേഴ്സിന് മനസ്സിലാവണം. നോക്കി, ഗ്രാനി പറയാം, ഓ മണി, ഹൗ ഹാൻഡ്സം യു ലുക്ക്. എന്തൊരു സുന്ദരൻ ചെക്കനാ നീ അല്ലേ, എന്തൊരു സുന്ദരൻ പയ്യനാ
നീ, നിന്നെ കാണാൻ എന്ത് രസാടാ, ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. നിനക്കൊരു ഹെയർ കട്ടിന്റെ ആവശ്യമുണ്ട്, നിന്റെ മുടിയൊക്കെ ആകെ വെട്ടണം അല്ലെ. അമ്മമാരുടെ സ്ഥിരം ഡയലോഗാണ്, എത്ര മുടി വെട്ടിയാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ആ മുടി വെട്ടാണ്ടാണ് അസുഖങ്ങളൊക്കെ വന്നതെന്നൊക്കെ പറയും. ഇനി മണി അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നു. ഓക്കെ, ഗ്രാനി യു ക്യാൻ സീ മീ ക്ലിയർലി നൗ. അമ്മമ്മേ ഇപ്പൊ എന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഗ്രാനി പറയാണ് യെസ് ഐ ക്യാൻ. എനിക്ക് പറ്റുന്നുണ്ട്. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. എത്ര നല്ല മുത്തുമണീനെയാണ് ഞാൻ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. വാട്ട് എ ഫൈൻ ബോയ്, എന്തൊരു നല്ല ചെക്കനെയാണ് ഞാൻ വളർത്തിയിട്ടുള്ളത്. ഈ ബ്രോട്ടപ്പ് ഒക്കെ നോക്കി വെച്ചോട്ടോ. ബ്രോട്ടപ്പ് എന്ന് വെച്ചാൽ എന്താ, വളർത്തിയത്. ഇതെന്താണ് നോക്കി വെക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഫ്രേസൽ വേർബ് ആണ് മക്കളെ. ഫ്രേസൽ വേർബ് നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് വരും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്രേസൽ വേർബ്. ഇട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനിയോ മണി പറയാണ് ഐ എം സോ ഗ്ലാഡ് നാനി. ഞാൻ ഭയങ്കര ഗ്ലാഡാണ്. ഐ എം സോ ഹാപ്പി. ഓക്കെ, ഇനി എന്താ പറയുന്നത്, നൗ വി ക്യാൻ ഗോ ഷോപ്പിംഗ്. ഇനി നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവാം. അപ്പോൾ ഗ്രാനി പറയും യെസ്, ഫസ്റ്റ് ന്യൂ ബട്ടൺസ് ഫോർ യുവർ ഷർട്ട്. ഓക്കെ, ആദ്യം തന്നെ നിന്റെ ഷർട്ടിന് ന്യൂ ബട്ടൺസ് വേണം. ദെൻ ഷൂസ് ആൻഡ് മേ ബി സം സ്വീറ്റ്സ്. ഓക്കെ, എന്താണ് ആദ്യം തന്നെ ഇത് വേണം, ഷർട്ട് വേണം, ഷർട്ടിൻ്റെ ബട്ടൺസ് വേണം, പിന്നെ ഷൂസ് വേണം, പിന്നെ എന്താണ് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മണി സ്മൈലിങ്, ചിരിച്ചിട്ട് പറയാണ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് സീഡ്സ് ആൻഡ് ബെൽ ഫോർ ദ കൗ. പിന്നെ ഇത് മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കോൺവെർസേഷൻ ആയി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെ എഴുതാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഈസി അല്ലേ? ഒന്ന് പറഞ്ഞേ, കോൺവെർസേഷൻ നിങ്ങൾ എഴുതിക്കോളൂലേ ക്വസ്റ്റ്യൻ വന്നാൽ? ഒന്ന് പറഞ്ഞേ, ഈസി ആയിട്ട് എഴുതിക്കോളൂലേ? യെസ് ഓൾ പൂക്കീസ്, വേഗം പറഞ്ഞെന്ന് എഴുതിക്കോളും. യെസ്. അപ്പം നിങ്ങൾ യെസ് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഒന്ന് ചിരിക്കുന്ന ഇമോജി ഇട്ടാൽ മതി എല്ലാവരും. ഓക്കെ, ഒന്ന് പൊട്ടിച്ചിരിച്ചാൽ മതി. അപ്പോൾ മിസ്സിന് മനസ്സിലാവും ഓക്കെ നിങ്ങൾ സെറ്റാണ്, നിങ്ങൾ എഴുതിക്കോളുന്നു. ഇല്ലെങ്കിൽ മിസ് ടെൻഷൻ അടിക്കും, അയ്യോ എൻ്റെ കുട്ടികളെ എഴുതില്ലേ എന്ന് വിചാരിക്കും. ഓക്കെ, സെറ്റാണ്. ഓക്കെ മക്കളെ, ഇനി റിവ്യൂ ആണ് കേട്ടോ. അടുത്ത ചിരി ഫുൾ ചിരിയോ. ഓക്കെ, നൊമ്പരി ചിരി ആവണ്ട കേട്ടോ. ഓക്കെ, റിവ്യൂ ആണ് അടുത്തത് കേട്ടോ. റിവ്യൂ എന്ന് വെച്ചാൽ എന്തുവാണെന്ന് അറിയോ? നമ്മൾ ഈ മൂവി റിവ്യൂ ഒക്കെ കണ്ടില്ലേ, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഒരു വാക്ക് പോലും അടിപൊളി സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല റിവ്യൂസ് നമ്മൾ കാണാറുണ്ട് അല്ലേ. മൂവിയുടെ റിവ്യൂസ് നമ്മൾ കാണാറുണ്ട്. ഇതെന്താണ് സംഭവം? സ്റ്റോറി വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലിറ്റററി ടെക്സ്റ്റ് വായിക്കുക. സ്റ്റോറി ആവട്ടെ, പോം ആവട്ടെ, വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റിവ്യൂവിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ എഴുതാൻ പറ്റും. ആ സ്റ്റോറീനെ പറ്റിയിട്ട് എബൌട്ട് ദ ഓതറിനെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. പാവ ആള് കഷ്ടപ്പെട്ട് എഴുതിയതല്ലടാ. ഓക്കെ, എബൌട്ട് ദ മനുഷ്യനല്ല, എബൌട്ട് ദ ഓതർ ആരാണെന്ന് പറഞ്ഞു, പിന്നെ തീം പറഞ്ഞു, പിന്നെ അതിൻ്റെ സമ്മറി ഒന്ന് നോക്കുക, സമ്മറി. ഓക്കെ, പിന്നെ എന്താ നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കേട്ടോ. നമ്മുടെ ഒപ്പീനിയൻ, ഇത്രയും കാര്യങ്ങളൊക്കെ റിവ്യൂവിൽ എഴുതാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഇതൊക്കെ എഴുതാം കേട്ടോ. റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായനാനുഭവമാണ്. നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, അതിലെന്ത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ റൈറ്റ് എ ഷോർട്ട് റിവ്യൂ ഓഫ് ദ സ്റ്റോറി എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. നോക്കിക്കേ, പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്നുള്ള സ്റ്റോറിയുടെ ഷോർട്ട് റിവ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാ നോക്കിക്കേ, ചെറുതാണ്, ഷോർട്ടല്ലേ ചോദിച്ചത്, അപ്പോൾ മിസ് ചെറുതാ വെച്ചിട്ടുള്ളത് കേട്ടോ. ദ സ്റ്റോറി എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ബൈ ജെറോം കെ ജെറോം ഈസ് എ ഹ്യൂമറസ് പീസ് അബൌട്ട് എ മാൻ ഹു തിങ്സ് ഹി ഹാസ് എവറി ഡിസീസ് ആഫ്റ്റർ റീഡിങ് മെഡിക്കൽ ബുക്സ് വായിച്ചിട്ട് എല്ലാ അസുഖം എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ, ഒരു ഓവർ തിങ്കറിൻ്റെ സ്റ്റോറിയാണ്. ഒരു ഹ്യൂമറസ് പീസ് ഓഫ് ആർട്ടാണ്, അല്ലെങ്കിൽ പീസ് ഓഫ് റൈറ്റിംഗ് ആണ് എന്താ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്നുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. ഹി വറീസ് ടു മച്ച് and imagines himself dying. ആള് എന്താണ് ഭയങ്കരമായിട്ട് വറി ചെയ്യുന്നു, എന്നിട്ട് എന്താണ് ഇമാജിൻ ചെയ്യുന്നു, മരിച്ചു പോകുന്നൊക്കെ ഇമാജിൻ ചെയ്യുന്നു. ഫൈനലി അവസാനം the doctor gives him not medicines but advice for a healthy life. അവസാനം മെഡിസിൻ ഒന്നല്ല ഡോക്ടർ കൊടുക്കുന്നത്, ഒരു ഹെൽത്തി ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നിട്ട് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് അല്ലേ. എന്താണ്? ഈറ്റ് വെൽ, എല്ലാവർക്കും അറിയുന്ന ഒരു മന്ത്ര അല്ലേ. ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രയാണ് എന്ത്? ഈറ്റ് വെൽ, ഡ്രിങ്ക് വാട്ടർ, എക്സസൈസ് ആൻഡ് റെസ്റ്റ്. ഇതാണ് നമ്മൾ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദ സ്റ്റോറി ടീച്ചേഴ്സ് അസ്, കണ്ടോ അവിടെയാണ് കാര്യം വരുന്നത് കണ്ടോ. ദ സ്റ്റോറി ടീച്ചേഴ്സ് അസ് നോട്ട് ടു ഓവർ തിങ്ക് ആൻഡ് വറി അബൌട്ട് ഹെൽത്ത് അൺനെസസറിലി. ആവശ്യമില്ലാതെ ഹെൽത്തിനെ പറ്റി വറി ചെയ്യരുത്, ടെൻഷൻ അടിക്കരുതെന്നാണ്. ഇപ്പോൾ കുറേ പേർക്ക് ടെൻഷൻ ഉള്ളത് എക്സാമിൻ്റെ കാര്യമാണ് അല്ലേ. യെസ്, അപ്പോൾ അതാണ് പറഞ്ഞത് മിസ്, ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കണം. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ നാളെ എക്സാം ഈസി ആക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോഴും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഫണ്ണി ബട്ട് ഓൾസോ ഗിവ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. ഓക്കെ, അത് ഫണ്ണിയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. കണ്ടോ, അവിടെ അഭിപ്രായവും ആയി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? ഒന്ന് പറഞ്ഞേ.
ക്ലിയർ ആയോ? റിവ്യൂ മനസ്സിലായോ? കോൺവെർസേഷൻ നമ്മൾ നോക്കി, റിവ്യൂ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് ചിരിക്കുന്ന ഇമോജിട്ടെ. ഒന്ന് ചിരിച്ചേ നോക്കട്ടെ മിസ്, ഒന്ന് ചിരിച്ചേ എല്ലാവരും. അതാണ് ഓക്കെ സെറ്റ്. ഇനി നോക്കിക്കേ, ഡയറി എൻട്രി ആണ് കേട്ടോ. ഡയറി എൻട്രി ആരെങ്കിലും ഡയറി എഴുതുന്ന ആൾക്കാരുണ്ടോ ഇതിലിപ്പോൾ 16K എബവ് 16K ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, ഡയറി എഴുതുന്ന ആൾക്കാരുണ്ടോ? യെസ്. അപ്പോൾ ഡയറി എഴുതുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിവിടെ എന്താണ് കലാമിൻ്റെ ഡയറി എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കലാമിൻ്റെ ഡയറി. ഫസ്റ്റ് ഡേ പോയല്ലോ ഈ ജോലിക്ക്, ഫസ്റ്റ് ഡേ പോയിട്ട് കലാം ആകെ വയ്യാതായിട്ടുണ്ടാവും, അതിലിപ്പോൾ ഡൗട്ടൊന്നുമില്ല. അങ്ങനെ വന്ന് കിടക്കുന്ന കലാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 9 മണിയോട് കൂടെ ഉറങ്ങും, കാരണം ആ ഒരു കുട്ടിക്ക് അത്രത്തോളം എനർജിയേ ഉള്ളൂ എന്ന് കലാം പറയുന്നുണ്ട് അതിൽ. ആ സമയത്ത് അതിന് മുമ്പായിട്ട് ഡയറി എഴുതിയിട്ട് കിടക്കുന്ന കലാമിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അന്നത്തെ ദിവസം കലാം എന്തൊക്കെ ഡയറി, ഓക്കെ കുറേ പേര് എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, അടിപൊളി. മിസ് എഴുതുന്നുണ്ടായിരുന്നു, പക്ഷെ ഒളിപ്പിച്ച് വെക്കണം, അതാണ് അവസ്ഥ, ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് വായിക്കൂലേ. ഓക്കെ, അപ്പം ന്യൂസ് പേപ്പർ ഡെലിവറി ജോബിന് ശേഷം വന്നിട്ട് വയ്യാണ്ടായിട്ട് ഇരുന്നിട്ട് എഴുതുന്ന ഡയറി. ഓക്കെ, അപ്പോൾ അതാണ് ചോദിച്ചത്. ഡയറി എഴുതണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും വേണോ? ഡയറി എഴുതണമെങ്കിൽ അഡ്രസ്സൊക്കെ വെക്കണോ? ആധാർ കാർഡിൻ്റെ നമ്പറും കൈയിൻ്റെ രേഖയും ഒക്കെ വേണോ? അതിൽ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ എന്താ വേണ്ടത്? ഡേറ്റ് എഴുതണം മക്കളെ. ഇത് എന്നത്തെ ഡയറിയാണെന്ന് നമുക്കൊരു ബോധം വേണ്ടേ അല്ലേ? ഡേറ്റ് എഴുതണം. അപ്പോൾ ദാ മിസ് ഇവിടെ എഴുതാം, 18 ഓഗസ്റ്റ് 2025. ഓക്കെ, എഴുതി. ഇനി എന്ത് ചെയ്യാം? തേഴ്സ്ഡേ, ഇന്ന് തേഴ്സ്ഡേ അല്ല, ഇന്ന് ഏതാ ഡേ? ഇന്ന് ട്യൂസ്ഡേ ആണോ? ഇന്ന് മൺഡേ അല്ലേ? മൺഡേ. ഓക്കെ, ഡേറ്റും ഡേ എഴുതി. ഇനി എന്താണ്? ഡിയർ ഡയറി. കണ്ടോ, ഡിയർ ഡയറി. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ, ടുഡേ വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേ കേട്ടോ. ഓക്കെ, കുറേ സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഐ കളക്റ്റഡ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ഫ്രം ദ മൂവിംഗ് ട്രെയിൻ ആൻഡ് ഡെലിവേർഡ് ദം ഓൾ ഓവർ രാമേശ്വരം. ഞാൻ എന്ത് ചെയ്തു? ആ മൂവിംഗ് ട്രെയിനിൽ നിന്ന് ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പർ ഒക്കെ കളക്ട് ചെയ്തിട്ട് രാമേശ്വരത്ത് ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഐ ഫെൽറ്റ് പ്രൗഡ് ദാറ്റ് ഐ വാസ് ഏർണിംഗ് മണി ആൻഡ് ഹെൽപ്പിംഗ് മൈ ഫാമിലി. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താണ്? ഐ ഫീൽ പ്രൗഡ്. ഐ ഫെൽ പ്രൗഡ്, എനിക്ക് അഭിമാനം തോന്നി. ഞാൻ ഇങ്ങനെ ഏൺ ചെയ്തുകൊണ്ടിരിക്കുക പൈസ എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ സോ ജോയ് ഓൺ പീപ്പിൾസ് ഫേസസ് വെൻ ദേ റിസീവ് ദ പേപ്പേഴ്സ്. ഞാൻ കണ്ടു ആൾക്കാരുടെ മുഖത്ത് സന്തോഷമുണ്ട്, പേപ്പേഴ്സ് കിട്ടും അല്ലേ? ആ കുട്ടി പറഞ്ഞു, കുട്ടീനെ കാണുമ്പോൾ അല്ലേ, 8 വയസ്സുള്ളൊരു കുട്ടി നമ്മൾ രാവിലെ തന്നെ ചിരിച്ചുകൊണ്ട് പത്രം കൊടുക്കുന്ന കാണുമ്പോൾ ആളുകൾക്കും ഒരു സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം മെൻഷൻ ചെയ്തു. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ. ഞാൻ ഈ ദിവസം മറക്കില്ല. ഐ ഫീൽ ലൈക്ക് എ ട്രൂ വർക്കിംഗ് മാൻ ഈവൻ ദോ ഐ എം ഓൺലി 8. 8 വയസ്സേ എനിക്കുള്ളെങ്കിലും ഞാൻ ഇപ്പോഴേ ഒരു വർക്കിംഗ് മാൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്ലോഷർ വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? ഐ ഫീൽ സ്ലീപ്പി ടുഡേ. ഐ ഫീൽ സ്ലീപ്പി. ഐ ഫീൽ സ്ലീപ്പി നൗ. ഓക്കെ, ഐ ഫീൽ സ്ലീപ്പി നൗ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. കഴിഞ്ഞു. ഡയറി ക്ലിയർ ആയോ? അപ്പോൾ കലാമിൻ്റെ ഡയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ഉറപ്പല്ലേ? എഴുതിക്കോളൂലേ? യെസ്. ഇനി ഒരു ഡയറിയും കൂടെ നോക്കണം. ഡയറിയുടെ ഫോമാറ്റ് ഒക്കെ മനസ്സിലായില്ലേ മക്കളെ? നമുക്കിനി ടൈം കളയണ്ട, നമുക്കിനി അടുത്ത ഇമെയിൽ നോക്കാം അല്ലേ? ഇമെയിൽ നോക്കാം. ഇമെയിൽ ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ആൻ ഇമെയിൽ ബൈ കലാം ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബിങ് ഹിസ് ന്യൂ ജോബ്. പുതിയ ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കലാമിൻ്റെ ഫ്രണ്ടിന് ഒരു ഇമെയിൽ എഴുതാണ്. ഓക്കെ, ഇമെയിൽ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കണം. ഫോമാറ്റ് അറിയാണ്ട് ഇമെയിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോവും. ഓക്കെ, ഇമെയിൽ എന്ന് പറയുമ്പോൾ ശരിക്കും ലെറ്റർ എഴുതുന്ന അതേ കോണ്ടന്റ് തന്നെ മതി നമുക്ക്, പക്ഷേ ഫോമാറ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഫോമാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. നോക്കിക്കോ, ഇതിനും ബോക്സ് വേണം കേട്ടോ. ബോക്സ് വേണം. ഓക്കെ, ബോക്സ് കിട്ടി. ഇനിയോ നോക്കി, ഇമെയിലിൻ്റെ ഫോമാറ്റ് നോക്കിക്കേ. to myfriend@gmail.com. ഓക്കെ, അതാണ് ഏറ്റവും എളുപ്പത്തിൽ മിസ്സിന് എഴുതാൻ പറ്റിയത്. അപ്പോൾ to myfriend@gmail.com അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. ദെൻ എന്താണ് സബ്ജക്റ്റ്? എന്ത് വിഷയത്തിനെ പറ്റിയിട്ടാണ്? മൈ ജോബ് അല്ലെ, മൈ ന്യൂ ജോബ്, എൻ്റെ പുതിയ ജോലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് സബ്ജക്റ്റ് കൊടുത്തു. എന്നിട്ടോ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, ഐ എം എക്സൈറ്റഡ് ടു ടെൽ യു അബൌട്ട് മൈ ന്യൂ ജോബ്. എൻ്റെ പുതിയ ജോലിനെ പറ്റി പറയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഐ നൗ കളക്ട് ന്യൂസ് പേപ്പേഴ്സ് ത്രോൺ ഫ്രം ദ മൂവിംഗ് ട്രെയിൻ അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. നിനക്ക്
നിനക്കറിയോ എന്താണ്? ഞാൻ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുക. എവിടെ നിന്ന്? മൂവിങ് ട്രെയിനിൽ നിന്ന്, രാമേശ്വരത്തൂടെ പോകുന്ന മൂവിങ് ട്രെയിനിൽ നിന്നും ഞാൻ ഈ പറയുന്ന ന്യൂസ് പേപ്പേഴ്സ് കളക്ട് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഐ ഡെലിവർ ദം ടു ഓൾ ദ ഹൗസസ് ഇൻ ടൗൺ. ടൗണിലുള്ള എല്ലാ വീടുകളിലും ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇറ്റ് മേക്സ് മീ വെരി ഹാപ്പി ടു സപ്പോർട്ട് മൈ ഫാമിലി ആൻഡ് ഏൺ മണി. എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഈ പൈസ ഏൺ ചെയ്യുന്നതിലും ഐ ഫീൽ സോ ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ ഓൾസോ ലേൺ സോ മച്ച് ബൈ റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഐ ഓൾസോ ലേൺ, അല്ലേ? എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും കൂടെ പറ്റുന്നുണ്ട് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത് കൊണ്ട്. ഐ ഫീൽ പ്രൗഡ് ടു ഡു ദിസ് വർക്ക്. ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ ഐ ഫീൽ പ്രൗഡ് ടു ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് യുവർ ഫ്രണ്ട്. അപ്പോൾ എന്താണ് ഇനി ഇവിടെ എന്തെങ്കിലും ക്ലോഷർ കൊടുക്കണമെങ്കിൽ എന്ത് പറയാം? റൈറ്റ് ബാക്ക് സൂൺ. എനിക്ക് വേഗം എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, റൈറ്റ് ബാക്ക് സൂൺ എന്ന് പറഞ്ഞിട്ട് യുവർ ഫ്രണ്ട് കലാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇമെയിൽ കിട്ടിയോ മക്കളെ? ഇമെയിൽ കിട്ടിയോ? ഇമെയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമെയിലൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോമാറ്റൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കണം എന്ന് പറഞ്ഞില്ലേ മിസ്? ഒന്ന് ചിരിച്ചേ നോക്കട്ടെ. യെസ്, വേഗാവട്ടെ. ചിരിയോ. ഓക്കെ, ചിരിക്കുന്നുണ്ട്. മനസ്സിലായി അല്ലേ? ഇമെയിൽ മനസ്സിലായി എൻ്റെ കുട്ടിക്ക്. സെറ്റ്. ഓക്കെ, കുട്ടികൾക്ക്. ഓക്കെ, പ്ലൂരൽ വരുന്നില്ല മിസ്സിന്. അടുത്തതാണ് നമ്മുടെ പാരഗ്രാഫ് റൈറ്റിംഗ് കേട്ടോ. പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് അടുത്തത് വരുന്നത്. പാരഗ്രാഫ് റൈറ്റിംഗിന് എന്താ എഴുതേണ്ടതെന്ന് അറിയോ? ചിലർ ചെയ്ത് വെക്കുന്ന പണി നിങ്ങൾക്ക് കേൾക്കണം. പാരഗ്രാഫ് റൈറ്റിംഗിന് ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ആ കുട്ടി ചെയ്യാണ് ടൈറ്റിലൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് ആദ്യം തന്നെ എഴുതി, ഭംഗിയിലൊരു ഇൻട്രൊഡക്ഷനൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്തത് മെയിൻ ബോഡി, പിന്നെ ഒരു കൺക്ലൂഷൻ. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് പാരഗ്രാഫ് എഴുതാനാണ്. ഒറ്റ പാരഗ്രാഫ്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഒറ്റ പാരഗ്രാഫിനാണ് ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ മടക്കി എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ മുറിച്ച് എഴുതുന്ന പരിപാടി നിർത്തിക്കോ. പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റ പാരഗ്രാഫ് എഴുതാം കേട്ടോ. വെറുതെ സമയം കളയാൻ നിൽക്കരുത്. അപ്പോൾ പാരഗ്രാഫ് റൈറ്റിംഗിന് പറയുമ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ഹൗ കലാം ബാലൻസ്ഡ് സ്റ്റഡീസ് ആൻഡ് വർക്ക്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡീസും വർക്കും എങ്ങനെയാണ് കലാം ബാലൻസ് ചെയ്തത് അതിനെ പറ്റിയിട്ടൊരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ്. അതാണ് മിസ് പറഞ്ഞു റുട്ടീൻ പഠിച്ചു വെക്കാൻ. കലാമിൻ്റെ റുട്ടീൻ പഠിച്ചു വെച്ചേക്കൂ എന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഹാർഡ് വർക്കിംഗ് ആയിരുന്നത്? അതെങ്ങനെയാണ്? ഹരിജ. മിസ്സിൻ്റെ പേര് ഹരിജ എന്നാണ്. ഓക്കെ, എനിക്ക് കരച്ചിൽ വരുന്നു എൻ്റെ പേര് തെറ്റിച്ച് പറയുമ്പോൾ. ഓക്കെ, മിസ്സിൻ്റെ പേര് ഹരിജ എന്നാണ് കേട്ടോ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിക്ക് ഒന്ന് അയച്ചു തന്നോളൂ. ഇത് മിസ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ്. ഒന്ന് അയച്ചു തന്നോളേ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? റുട്ടീൻ എന്തായാലും നോക്കി വെക്കണം കേട്ടോ. റുട്ടീൻ നോക്കി വെക്കണം. അത് അറിയാണ്ട് നമുക്കിതൊന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി പാരഗ്രാഫ് നോക്കാം നമുക്ക്. കാറി ആയതായിരുന്നു. നോക്കാം. കലാം വാസ് വെരി ഡിസിപ്ലിൻഡ് ഇൻ ബാലൻസിങ് ഹിസ് വർക്ക് സ്റ്റഡീസ് ആൻഡ് വർക്ക്. ഓക്കെ, കലാം എന്തായിരുന്നു? വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസും വർക്കും ബാലൻസ് ചെയ്യുന്നതിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഹി woke up early, took a bath and went for mathematics tuition before dawn. ഓക്കെ, അദ്ദേഹം നേരത്തെ എഴുന്നേറ്റു, കുളിച്ചു, എന്നിട്ടോ മാത്തമാറ്റിക്സ് ട്യൂഷന് പോയി. അതും പുലർച്ചെ ആവുന്നതിന് മുമ്പ് അല്ലെ, ഇരുട്ടുള്ള സമയത്ത് തന്നെയാണ് എഴുന്നേൽക്കുന്നത്. ഇനിയോ, then he rushed to the station to collect newspapers and delivered them across town. പിന്നെ എന്ത് ചെയ്തു? നേരെ സ്റ്റേഷനിലോട്ട് ഓടി, എന്നിട്ട് അവിടെ നിന്നും ന്യൂസ് പേപ്പേഴ്സ് കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ടൗണിൽ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, ആഫ്റ്റർ സ്കൂളിന് ശേഷം ഇതെന്തോ ഹരിജ എന്നൊക്കെ വരുന്നു. ഇപ്പം എൻ്റെ പേരാണുള്ളൂ ഫുള്ള്. നിങ്ങൾ തെറ്റാണ്ട് പറഞ്ഞാണോ? മിസ്സിനെ ഹാപ്പി ആക്കിയതാണോ? താങ്ക് യു മക്കളെ, താങ്ക് യു. ഓക്കെ, ആഫ്റ്റർ സ്കൂളിന് ശേഷം ഹി അഗെയിൻ ഹെൽപ്പ് ഷംസുദ്ദീൻ ബൈ കളക്ടിങ് ഡ്യൂസ്. അതിന് കഴിഞ്ഞിട്ടും എന്താണ്? ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങും. ഈ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ഡ്യൂസ് കിട്ടാനുള്ള പൈസ വാങ്ങിക്കും. ഈവൻ ദോ ഹി വർക്ക് ഹാർഡ് എന്ന് വെച്ചാൽ എന്താ? ഹാർഡ് വർക്ക് ചെയ്താൽ പോലും ഹി നെവർ നെഗ്ലെക്റ്റഡ് ഹിസ് സ്റ്റഡീസ് ഓർ പ്രേയേഴ്സ് നെഗ്ലെക്റ്റ് ചെയ്ത് കളയേ, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. ഓക്കെ, ദിസ് ഷോസ് ഹിസ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന കാര്യം. ഓക്കെ, ഉത്തരവാദിത്തം കാണിക്കുന്ന കാര്യം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? പാരഗ്രാഫ് റൈറ്റിംഗ്. ഇനി ഇതാ ഫോർമൽ ലെറ്റർ ഉണ്ട് കേട്ടോ. ഫോർമൽ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഫോർമൽ ലെറ്റർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ ആണെങ്കിൽ അപ്പം തന്നെ ചിരിക്കണം എന്ന് പറഞ്ഞു. എവിടെ ചിരി? യെസ്, ഒന്ന് ചാർജ് ആക്കട്ടെ കേട്ടോ മക്കൾ. യെസ്, എവിടെ മനസ്സിലായില്ലേ? ഓക്കെ, ഇതിപ്പോൾ എന്താ എൻ്റെ പേര് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ചിരിക്കുന്നത്? അത്ര കോമഡി പേരാണോ?
യെസ്, ചാർജ് ആവുന്നുണ്ട്. ഫോർമൽ ലെറ്റർ വരും. എങ്ങനെ വരിക? റൈറ്റ് എ ലെറ്റർ ടു ദ ഹെഡ് മാസ്റ്റർ ആസ്കിംഗ് പെർമിഷൻ ടു കം എ ലിറ്റിൽ ലേറ്റ് ടു സ്കൂൾ ബിക്കോസ് ഓഫ് ന്യൂസ് പേപ്പർ ഡെലിവറി വർക്ക്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞോളൂ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരില്ല, പക്ഷെ നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ പഠിച്ചു വെക്കണം കേട്ടോ. നോക്കിക്കേ, നമ്മുടെ കലാം കുറച്ച് ലേറ്റ് ആയിട്ട് വന്നോട്ടെ എന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് നിങ്ങൾ ആദ്യം നോക്കി വെക്കണം അല്ലേ. എന്താണ്? സെൻറ്ററിൻ്റെ അഡ്രസ്സ്. ആദ്യം തന്നെ സെൻറ്ററിൻ്റെ അഡ്രസ്സ് എന്ന് വെച്ചാൽ ഫ്രം എന്ന് എഴുതണം കേട്ടോ. അതൊക്കെ പണ്ട് കാലത്ത് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ പണ്ട് കാലത്തുള്ള എന്താണ് മിസ് പറയുന്നില്ല. ഓക്കെ, പണ്ട് കാലത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്രമും ടു ഒക്കെ. ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എന്താണ്? സെൻറ്ററിൻ്റെ അഡ്രസ്സ് എഴുതുന്ന ആളുടെ അഡ്രസ്സ് എഴുതുക, പിന്നെ ഡേറ്റ്, ഒരു സ്പേസ് ഇട്ടിട്ട് വേണം ഡേറ്റ് എഴുതാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് റെസിപ്പിയൻസിൻ്റെ, അതായത് റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം സല്യൂട്ടേഷൻ, ഡിയർ സർ അല്ലെങ്കിൽ മാം. ഇനിയോ സബ്ജക്റ്റ് എന്താണെന്നുള്ളത്, റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് എഴുതുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ, ഞാൻ ആരാണ് അല്ലേ, ഞാൻ ആരായിട്ടാ പറയണ്ടേ, അവരുടെ അടുത്ത് പറയണ്ടേ നമ്മൾ ആരാന്ന് പറയണ്ടേ. ഓക്കെ, അറിയിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആരാണ് എന്നുള്ള കാര്യം പറയണം. ദെൻ എന്താണ്, അതിനുശേഷം മെയിൻ കോണ്ടന്റ് നമ്മൾ പറയുന്നു. എന്താണ് വിഷയം, എന്താണ് മോനെ നിന്റെ ബുദ്ധിമുട്ട്, അത് നമ്മൾ അവിടെ പറയുന്നു. അതിനുശേഷം കൺക്ലൂഷൻ, എന്തെങ്കിലും ഒരു വഴിയാക്കി തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൺക്ലൂഷൻ കൊടുക്കുന്നു. പിന്നെ അവസാനം എന്താണ് വെക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുന്നു. സൈൻഡ് APJ അബ്ദുൽ കലാം. ആരാണ് എഴുതിയത് അതവിടെ വെക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോമാറ്റ് കേട്ടോ. ഇത് ബേസിക് ആയിട്ടുള്ള ഫോമാറ്റ് ആണ്. ഇത് എൻ്റെ കുട്ടീസ് ആൻഡ് കുട്ടൻസ് എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഒരു ലെറ്റർ മിസ് കൊടുത്തിട്ടുള്ളത്, യെസ്, പ്രിൻസിപ്പലിന് എഴുതിയിട്ടുള്ള ലെറ്റർ. കൊള്ളാലോ. യെസ്, പ്രിൻസിപ്പലിന് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പോൾ രാമേശ്വരം സ്കൂൾ അല്ലേ, സെൻറ്റർ എവിടെ നിന്നാണെന്നുള്ളത് തമിഴ്നാട്, ഡേറ്റ് എഴുതും. പിന്നെ എന്താണ്? ഡിവിഷണൽ മാനേജർ. ഇത് കുറച്ചും ഇവിടെ APJ അബ്ദുൽ കലാം എന്ന് എഴുതാം കേട്ടോ. അബ്ദുൽ കലാം. കിളി പോയിട്ട് എഴുതരുത് മിസ്സിനെ പോലെ. APJ അബ്ദുൽ കലാം ആണ് എഴുതുന്നത്. പിന്നെ ഇവിടെ എന്താണ് വരേണ്ടത്? ദ പ്രിൻസിപ്പൽ. ഓക്കെ, പ്രിൻസിപ്പൽ സ്കൂളിൻ്റെ പേര് എഴുതാന്നിട്ട്. ഓക്കെ, ABC സ്കൂൾ കഴിഞ്ഞു. ഇനി എന്താണ്? ഡിയർ മാം അല്ലെങ്കിൽ സർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് വിഷയം എന്നുള്ളത് എഴുതാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഇതിപ്പോൾ സെയിം കത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ്? ഇൻഫോർമൽ ലെറ്റർ ഉണ്ട്. ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി പോവാം. ഇമെയിൽ എഴുതുന്നതായാലും ഇൻഫോർമൽ ലെറ്റർ എഴുതുന്നതായാലും സെയിം തന്നെയാണ്, ആകെ ഫോമാറ്റ് മാത്രമേ മാറ്റുന്നുള്ളൂ. പിന്നെ ഇമെയിൽ കുറച്ചുകൂടി വൃത്തിക്ക് നിങ്ങൾ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ട് എഴുതേണ്ടി വരും. വല്ലാണ്ട് ലോങ് ആയി പോകരുത്. ആകെ ലെറ്റർ നിങ്ങൾക്ക് എത്ര എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതാണ്. റൈറ്റ് എ ലെറ്റർ ഫ്രം മണി ടു ഹിസ് ഫാദർ ടെല്ലിങ് ഹിം അബൌട്ട് ദ ട്രിപ്പ്. അവരുടെ ട്രിപ്പിനെ പറ്റി അച്ഛനോട് പറഞ്ഞു. അച്ഛൻ വീട്ടിലില്ലാന്ന് വിചാരിക്കാം. ഓക്കെ, അച്ഛൻ വീട്ടിലില്ല. അപ്പോൾ അച്ഛന് കത്തെഴുതാണ് മണി, അല്ലാണ്ട് അപ്പുറത്തെ റൂമിലിരിക്കുന്ന അച്ഛന് അയക്കുന്നതല്ല കേട്ടോ. ഓക്കെ, യെസ്, വേഗം തരും. മിസ് ഇപ്പോൾ 2x എന്തോ ആണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. മിസ്സിൻ്റെ മാക്സിമം ആണ്. അപ്പോൾ മസൂറി അല്ലെ, ഡേറ്റ് അഡ്രസ്സൊക്കെ എഴുതുന്നു. ഡിയർ ഫാദർ ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ ഓക്കെ ആണ് എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗ്രാനി ആൻഡ് ഐ ഹാഡ് എ വെരി എക്സൈറ്റിംഗ് ട്രിപ്പ് ടു മസൂറി. മസൂറിയിലേക്ക് ഞാനും ഗ്രാനിയും തമ്മിൽ എന്താണ് നല്ലൊരു അടിപൊളി ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഓൺ ദ വേ. ഇതൊക്കെ അച്ഛൻ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനാക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ കാര്യമാക്കണ്ട, പക്ഷേ എഴുതേണ്ട കോണ്ടന്റ് നോക്കുക, ഫോമാറ്റ് നോക്കുക, അതാണ് ആവശ്യം. ഓൺ ദ വേ, ഇപ്പോൾ വരുന്ന വഴിക്ക് അവർ ബസ് ഗോട്ട് സ്ട്രക്ക് ബിക്കോസ് ഓഫ് എ ലാൻഡ് സ്ലൈഡ്. ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ഞങ്ങളുടെ ബസ് സ്ട്രക്കായി പോയി. സോ വി ഹാഡ് ടു വാക്ക് ത്രൂ ഹിൽസ് ആൻഡ് ഫോറസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിൽസിൽ കൂടെയും ഫോറസ്റ്റിൽ കൂടെ ഒക്കെ നടക്കേണ്ടി വന്നു. ഗ്രാനി വാസ് സ്ട്രോങ് ആൻഡ് ഫുൾ ഓഫ് എനർജി. ഗ്രാനി ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ, നല്ല ശക്തിയൊക്കെ ഉണ്ട്, നല്ല എനർജിയിലാണ് നടന്നത്. വി റീച്ച്ഡ് മസൂറി സേഫ്ലി ആൻഡ് സ്റ്റേഡ് ഇൻ എ ധർമ്മശാല. ഓക്കെ, ഞങ്ങൾ സേഫായിട്ട് അവിടെ എത്തി, ധർമ്മശാലയിൽ തങ്ങി. At the hospital പോയപ്പോഴോ the doctor gave Granny new glasses. ഗ്രാനിക്ക് പുതിയ ഗ്ലാസസ് ഒക്കെ കൊടുത്തു. She was so happy to see me clearly after so many years. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നെ ക്ലിയർ ആയിട്ട് കണ്ടപ്പോൾ അമ്മമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. We also bought a pullover for you, new shoes for me and seeds and bulbs for our garden. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. Granny even got a new umbrella. It was a wonderful journey. Your loving son, Mani എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ മിസ് യു അല്ലേ, അച്ഛൻ വീട്ടിൽ നിൽക്കാത്ത ആളാണെങ്കിൽ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഇൻഫോർമൽ ലെറ്റർ നിങ്ങൾ പഠിപ്പിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ നെറേറ്റീവ് കേട്ടോ. നെറേറ്റീവ് എന്താണെന്ന് അറിയോ എൻ്റെ കുട്ടികൾക്ക്? നെറേറ്റീവ് എന്താണെന്നുള്ളത്, ഒരു ഇവൻറ്റ് നടന്നു, ആ ഇവൻറ്റിനെ പറ്റി നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറോ അതിലുള്ള ക്യാരക്ടർ തന്നെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയാം അതിനെ?
എന്ത് പറയാം നെറേറ്റീവ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് എ ഷോർട്ട് നെറേറ്റീവ് അബൌട്ട് കലാംസ് ഫീലിങ്സ് വൈൽ ഡെലിവറിങ് ന്യൂസ്പേപ്പേഴ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് കലാമിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ കലാം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു നെറേറ്റീവാണ് കേട്ടോ. അപ്പോൾ കലാം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നോക്കിക്കേ, എവറി മോർണിംഗ് ലിറ്റിൽ കലാം വെയിറ്റഡ് അറ്റ് ദ സ്റ്റേഷൻ. ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. കലാം എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ കുഞ്ഞു കലാം എന്ത് ചെയ്യും, ആ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ദ സൗണ്ട് ഓഫ് ദ ഹോൺ ആൻഡ് ദ സ്മോക്ക് മെയ്ഡ് ഹിം എക്സൈറ്റഡ്. ആ സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, അവൻ എക്സൈറ്റഡ് ആവും. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ഏത് പെർസ്പെക്റ്റീവിലാണ് മക്കളെ? തേർഡ് പേഴ്സണിലാണ് കേട്ടോ. തേർഡ് പേഴ്സൺ നരേറ്റീവാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടർ എഴുതുന്ന പോലെ, അതായത് ക്യാരക്ടർ പറയുന്ന പോലെയും എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേഴ്സണിൽ എഴുതണം, അതായത് ഐ വെച്ചിട്ട് എഴുതണം കേട്ടോ. ഇതിപ്പോൾ എന്താണ്, വേറൊരാൾ പറയാണ്. ഓക്കെ, വേറൊരാൾ പറയണം. അപ്പോൾ കലാം എന്താണ്, എക്സൈറ്റഡ് ആവും. ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്താ, എക്സൈറ്റഡ് ആവും. ആസ് ദ ട്രെയിൻ പാസ് ചെയ്യുന്നതനുസരിച്ച് ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് വെർ ത്രോൺ ഔട്ട്. കുറേ കെട്ടുകണക്കിന് ന്യൂസ് പേപ്പേഴ്സ് ഇവിടേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞിട്ടുണ്ടായിരിക്കും. മിസ് ക്ലാസ് കഴിയുന്ന എപ്പോഴാണ്? നമ്മുടെ ഡിസ്കോഴ്സസ് റൈറ്റിംഗ് സെഷൻ ഇപ്പോൾ ഏകദേശം ഇനി ക്യാരക്ടർ സ്കെച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് സെഷൻ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇവൻ്റ് ഇൻഫർമേഷനും ഇതും കൂടെ, ഇവൻ്റ് ഇൻവിറ്റേഷനും കൂടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗ്രാമർ എടുക്കും. അപ്പോൾ വേഗം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് നേരം കൂടി ഇരിക്കും, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടല്ലേ. ഓക്കെ, യെസ്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ, ഹി ഡിവൈഡ്. എന്നിട്ട് വേഗം തന്നെ അത് കളക്ട് ചെയ്യും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, അതൊക്കെ ഡിവൈഡ് ചെയ്യും നെയ്ബർഹുഡിൽ പോയിട്ട്. ആൻഡ് റാൻ അക്രോസ് രാമേശ്വരം ഡെലിവറിങ് ഡേ. വേഗം തന്നെ എന്ത് ചെയ്യും, രാമേശ്വരത്തൊക്കെ പോയിട്ട് ഓടി നടന്നിട്ട് അത് ഡെലിവറി ചെയ്യും. പീപ്പിൾ വെയിറ്റഡ് ഈഗർലി ഫോർ ഹിം. പീപ്പിളൊക്കെ നല്ല ഈഗർലി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. സം ഗിവിങ് ഹിം ഫ്രണ്ട്ലി വേർഡ്സ് ഒക്കെ പറയും. വേഗം സ്കൂളിൽ പോകണ്ടേ നിനക്ക് എന്നൊക്കെ പറയും. കലാം ഫെൽറ്റ് പ്രൗഡ് ദാറ്റ് ഹി വാസ് ഹെൽപ്പിംഗ് ഹിസ് ഫാമിലി ആൻഡ് ടൗൺ. ദോ ഹി വാസ് ഓൺലി 8, ഹി ഫെൽറ്റ് ലൈക്ക് എ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ തേർഡ് പേഴ്സൺ ആണോ ഫസ്റ്റ് പേഴ്സൺ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. നെറേറ്റീവ് എപ്പോഴും ഇവന്റിനെ പറ്റിയിട്ടാണ്, നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും എടുത്ത് എഴുതണ്ട, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചിരിച്ചേ നോക്കട്ടെ, മിസ് നോക്കട്ടെ, ചിരിച്ചേ ഒന്ന് നോക്കട്ടെ. ആറ് മണിക്കാണ് കേട്ടോ മക്കളെ, മോർണിംഗ് ബൂസ്റ്റർ 6 മണിക്കാണ് കേട്ടോ. യെസ്, ചിരിയുണ്ട്. യെസ്, ഇനി നമുക്ക് പ്രൊഫൈലാണ് പഠിക്കാനുള്ളത് കേട്ടോ. പ്രൊഫൈൽ പഠിക്കാൻ മക്കളെ. പ്രൊഫൈൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രൊഫൈലാണ് കേട്ടോ. ജെറോമിൻ്റെ പ്രൊഫൈലാണ്. നോൺ ആസ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്, ബർത്ത്, ഏത് വർഷമാണ് ജനിച്ചതെന്ന്, എവിടെയാണെന്നൊക്കെ, ഓക്യുപ്പേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽമാ മാറ്റർ, സ്കൂൾ കേട്ടോ, മേജർ വർക്ക്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡെത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നു. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതാരെ പറ്റിയിട്ടാണെന്ന് മനസ്സിലായി. അയാളുടെ പേരാണ് വലുതാക്കിയിട്ട് കൊടുക്കുക പ്രൊഫൈലിന്. ഓക്കെ, ഇനി ആൾ ജനിച്ച കാര്യം ആദ്യം എഴുതണം അല്ലേ, മരിച്ച കാര്യമാണോ ആദ്യം എഴുതേണ്ടത്? അല്ല, ജനിച്ച കാര്യം ആദ്യം എഴുതണം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, ജെറോം ക്ലാപ്കയോ അല്ലേ, ജെറോം വാസ് എ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഹ്യൂമറിസ്റ്റ്. ഹി വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് 2 May 1859. നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നോക്കിക്കേ, ബോൺ ഓൺ. എന്തുകൊണ്ടാണ് അവിടെ ഓൺ വെച്ചേ, ആർക്കാ മനസ്സിലാവുന്നേ? എന്തുകൊണ്ടാണ് അവിടെ ഓൺ വെച്ചത്? നമ്മൾ ഡേറ്റ് പറയുമ്പോൾ അല്ലെ, ഡേറ്റ് അല്ലെങ്കിൽ ഡേ പറയുമ്പോൾ നമ്മൾ ഓണാണ് വെക്കേണ്ടത് അല്ലേ, ഓണായിട്ട് വെക്കണം, ഓണാണ്. ഓക്കെ, ഡേറ്റ് അല്ലെങ്കിൽ ഡേ പറയുമ്പോൾ ഓണായിട്ട് വെക്കുക. ഇനിയോ ഇയർ മാത്രം പറയുവാണെങ്കിൽ അവിടെ ഇന്ന് വെക്കാം. സ്ഥലം പറയുമ്പോൾ എന്ത് പറയാം, ഇന്ന് വെക്കാം. സ്ഥലം പറയുമ്പോൾ ഇന്ന് വെക്കാം. ഓക്കെ, യെസ്. ഇനിയോ ഹി സ്റ്റഡീഡ് അറ്റ്, സ്കൂളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, അപ്പോൾ അറ്റ് എന്ന് പറയാം. ഹി സ്റ്റഡീഡ് അറ്റ് എന്ന് പറയാം. ഇനി അവൻ്റെ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ എന്ന് പറയും അല്ലേ, എന്ന് പറയും, ഇൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഇനി ഏതെങ്കിലും അക്കാഡമി ആണെങ്കിൽ അറ്റ് എന്ന് പറയും. ഓക്കെ, അതൊന്നും നോക്കണം, നിങ്ങൾ സ്കൂളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സ്റ്റഡീഡ് അറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനിയോ ജെറോം became well known as an author. കണ്ടോ, നേരത്തെ ഓക്യുപ്പേഷൻ കൊടുത്തില്ലേ, അതിന് നമ്മൾ എങ്ങനെ ആക്കിയിട്ട് മാറ്റി എഴുതി, ജെറോം ഭയങ്കര ഫേമസ് ആയി. എങ്ങനെ, ഓതർ എന്നുള്ള നിലയ്ക്ക്, പ്ലേ റൈറ്റ് എന്നുള്ള നിലയ്ക്ക്, എഡിറ്റർ എന്നുള്ള നിലയ്ക്ക്. മനസ്സിലായോ? ഇനിയോ ഹിസ് റൈറ്റിംഗ്സ് ആർ ഫിൽഡ് വിത്ത് ഹ്യൂമർ ആൻഡ് വിറ്റ് വിച്ച് മെയ്ഡ് ഹിം വെരി പോപ്പുലർ. ഓക്കെ, നിങ്ങൾക്ക് കയ്യിൽ നിന്ന് അറിയുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം എന്ന് വെച്ച് ഉണ്ടാക്കിയിട്ടൊന്നും എഴുതരുത്, അറിയുന്ന കാര്യങ്ങൾ മാത്രം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാം കേട്ടോ. ഓക്കെ, ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് ഈസ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് മോസ്റ്റ് ഫേമസ് വർക്ക്, 3 men in a boat എന്നുള്ളതാണ്.
ആണ്, which is still read and loved all over the world. Some of his other important works include എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എങ്ങനെയാണ് എഴുതാം? സം ഓഫ് ഹിസ് അതർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ആ ബുക്സിൻ്റെ പേര് എഴുതുന്നു. പിന്നെ ജെറോംസ് വർക്ക്സ് കണ്ടിന്യൂ ടു എൻ്റർടൈൻ റീഡേഴ്സ് വിത്ത് ദർ ലൈറ്റ് ഹാർട്ടഡ്നെസ് ആൻഡ് ഹ്യൂമർ. ഹി പാസ്ഡ് അവേ ഓൺ, എഗെയിൻ എന്താണ് ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഓൺ വെച്ചു. ഇൻ സ്ഥലം വെച്ചു. ഓക്കെ, ഇന്ന് വന്നത് സ്ഥലം വെച്ചു. ഓക്കെ, ഇനി എന്താണ് ലീവിങ് behind a legacy as one of the greatest humorists in English literature. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ്. അദ്ദേഹത്തിനെ പറ്റി എക്സ്ട്രാ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതാം. സെറ്റാണോ? പ്രൊഫൈൽ എഴുതാൻ സെറ്റാണോ എൻ്റെ കുട്ടികൾ? ആകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ് പ്രപ്പോസിഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വാസ് ബോൺ ഓൺ, ഡേറ്റ് ആണെങ്കിൽ ഡേ ആണെങ്കിൽ വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇയർ ആണെങ്കിൽ വാസ് ബോൺ ഇൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം. സ്ഥലത്തിൻ്റെ പേര് എഴുതുമ്പോഴും ഇൻ എഴുതണം. ഓക്കെ, യെസ്, മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി നമ്മൾ കടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള ഭാഗത്തേക്കാണ്. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എന്തായാലും ചോദിക്കും മക്കളെ. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രോങ് ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലസ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്നുള്ള ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് കലാമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരു വലിയൊരു ഭാഗം എഴുതേണ്ടി വരുന്നത് ആ ഡെയിലി റുട്ടീൻ വെച്ചിട്ടും അതിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് കേട്ടോ. റെസ്പോൺസിബിലിറ്റി, പങ്ക്ച്വാലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ വർക്കിംഗ് മാനായിട്ട് ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതേണ്ടത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടി വരിക, ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് വരും എന്നുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഗോക്കു ഫാൻസ് ഉണ്ട് ഇവിടെ കുറേ. ഗോക്കു ഓക്കെ, നോക്കിക്കേ. റൈറ്റ് എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാനി. ഓഫ് കോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഗ്രാനിയുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ആസ് എ 70-year-old വുമൺ ആണ് നമുക്കറിയാം അല്ലേ. 70-year-old വുമൺ ആണ്, ബട്ട് ഷീ ഈസ് സ്ട്രോങ് അല്ലേ. സ്ട്രോങ് ആണ്, എന്താണ് ഫുൾ ഓഫ് എനർജി. അതുകൊണ്ടാണ് നടന്നൊക്കെ പോകുന്നത്. ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം മിസ്സിൻ്റെ അമ്മയ്ക്കാണെന്ന് വെച്ചാൽ പറയുമ്പോഴത്തേനും ഞാൻ അത്ര ദൂരം എന്നൊക്കെ ചോദിക്കും. ഓക്കെ, മടിച്ചാണ് കേട്ടോ. ഓക്കെ, ആ ആളാണ് ആ സമയത്താണ് ഇവിടെ എന്താണ് 70-year-old വുമൺ അവരെന്താണ് നടന്നൊക്കെ പോകുന്നില്ലേ. അടിപൊളി. ഷീ ലവ്സ് ഹെർ ഗ്രാൻഡ് സൺ മണി അല്ലേ. ഗ്രാൻഡ് സൺ മണിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഡീപ്ലി. ഓക്കെ, പിന്നെ എന്താണ് ആൻഡ് ഡസൻ വാണ്ട് ടു ബി അവേ ഫ്രം ഹിം. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് നിന്നും പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ദോ ഹെർ ഐസൈറ്റ് ഈസ് വീക്ക്, ഐസൈറ്റ് വീക്കാണ് എങ്കിൽ പോലും ഹെർ സ്പിരിറ്റ് ഈസ് വെരി ബ്രേവ്. അത് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ് ആട്ടോ. നോക്കി വെച്ചോ. അവരുടെ ഐസൈറ്റ് പുവറാണ്, പക്ഷേ സ്പിരിറ്റ് അവരുടെ ആ ഒരു എനർജി അല്ലേ, അവരുടെ എനർജി എന്ന ഭയങ്കര ബ്രേവ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, ധീരയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഷീ വാക്സ് ലോങ് ഡിസ്റ്റൻസസ്. കണ്ടോ, നമുക്ക് തന്നെ അസൂയ തോന്നും. ഓക്കെ, കുറേ ഡിസ്റ്റൻസ് നടക്കുന്ന ഒരാളാണ്. വിത്തൗട്ട് ഫിയർ, പേടിയൊന്നുമില്ല. ആൻഡ് നെവർ ഗിവ്സ് അപ്പ്. കണ്ടോ, അതൊക്കെ ഒരു ക്വാളിറ്റി അല്ലേ. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യത്തില്ല. ഈവൻ ഡ്യൂറിങ് ദ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് പോലും മണി ഞെട്ടി അല്ലേ. അമ്മമ്മ അവിടെ എന്താണ് ഇത് പൊട്ട സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇത് ബസ് ഷെൽട്ടറിനൊന്നും പറ്റിയ സ്ഥലമല്ല, എനിക്ക് അപ്പോഴേ തോന്നിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് കൂളായിട്ട് അവിടെ ഇരുന്നു. ആള് പേടിച്ചിട്ടൊന്നുമില്ല. ഗ്രാനി ഈസ് ഓൾസോ കെയറിങ്. അതാണ് മണീനെ എന്താണ് ബസാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വാടാ അല്ലേ, തെറ്റിപ്പോരുത് എന്ന് പറഞ്ഞിട്ട് മുറുക്കെ പിടിച്ച് കൊണ്ടുപോയില്ലേ. അങ്ങനെ കെയറിങ്, ഭയങ്കര കെയറിങ് ആണ്. ഷീ ഓൾവേസ് തിങ്സ് ഓഫ് ഹെർ ഫാമിലി ബൈയിങ് ഗിഫ്റ്റ്സ് ഫോർ ദം. കണ്ണ് പരിശോധിക്കാൻ പോകുന്ന ആൾ പറയുന്നത് എന്താണ്? കുട വാങ്ങണം, അത് വാങ്ങണം, സീഡ്സ് വാങ്ങണം, ബൾബ് വാങ്ങണം, നമ്മുടെ മണിക്ക് എന്താണ് ബട്ടൺസ് വാങ്ങണം, അച്ഛന് പുള്ളോവർ വാങ്ങണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ ചിന്തയായിരുന്നു. അതായത് ഉദ്ദേശിക്കുന്നത് ഷോപ്പിങ്ങിന് പോകാൻ കൊതിയായിട്ടൊന്നല്ല, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലിക്ക് ഗിഫ്റ്റ് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സ്വീറ്റ് അല്ലേ. നമ്മുടെ ലൈഫിലും അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നല്ലതല്ലേ. ഷീ ഹാസ് എ ചിയർഫുൾ നേച്ചർ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നേച്ചറാണല്ലേ. ഭയങ്കര എന്താ പറയുക, ഡെന്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നല്ല രസമല്ലേ. കുറച്ചും കൂടെ കാണാനുണ്ട്, ഇനിയും നിങ്ങളെ കുറേ കാണാനുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഭയങ്കര ചിയർഫുൾ ആയിട്ടുള്ള നേച്ചറാണ് അവർക്കുള്ളത്. ഹ്യൂമറസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ ഇൻ ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും മണീനെ ഹാപ്പി ആക്കുന്നുണ്ട്. ഗ്രാനി ഈസ് ലവിങ്, സ്ട്രോങ് ആൻഡ് വെരി ഡിറ്റർമിൻഡ്. ഓക്കെ, അവർ സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ലവിങ് ആണ്, കെയറിങ് ആണ്, ഭയങ്കരമായിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? നീ എന്നെ കരയിപ്പിക്കുന്നു. ആരാടാ കരയിപ്പിക്കുന്നേ? എന്നെ കരയിപ്പിക്കില്ല നിങ്ങൾ. കിട്ടിയോ മക്കളെ? മനസ്സിലായോ? ഗ്രാനീനെ പറ്റിയിട്ട് ഇതൊക്കെ എഴുതാൻ പറ്റൂലേ നമുക്ക്? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്കുള്ളത് നമ്മുടെ മണിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ഓക്കെ, മണി
മണി പസിക്കത്. ഓക്കെ, മണി ഈസ് എൻ 11-year-old ബോയ്. ഓക്കെ, 11-year-old ബോയ് ആണ് ഹു ലവ്സ് ഹിസ് ഗ്രാൻഡ് മദർ വെരി മച്ച്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്, ഗ്രാൻഡ് മദറിനെ ഭയങ്കര ഇഷ്ടമാണ് മണിക്ക്. ഹീസ് കെയറിങ് ആൻഡ് റെസ്പോൺസിബിൾ. കെയറിങ് ആണ്, റെസ്പോൺസിബിൾ. ഞാൻ വന്നോളാം കൂടെ, അമ്മമ്മേനെ ഞാൻ കൊണ്ടുപോക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ റെസ്പോൺസിബിൾ. പിന്നെ എന്താണ്, കുറേ നടക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് 70 വയസ്സായതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ ആണ്. ഓൾവേസ് തിങ്കിങ് അബൌട്ട് ഗ്രാനീസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. എപ്പോഴും എന്താ ചിന്തിക്കുന്നത്, ഗ്രാനിയുടെ ഹെൽത്തിനെ പറ്റിയിട്ടും സേഫ്റ്റീനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നേ അല്ലേ മക്കളെ? ശരിയാണ്. ഹീസ് ഓൾസോ ഹെൽപ്ഫുൾ. നിങ്ങളെ പോലെയാണോ? ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? ഹെൽപ്ഫുൾ അല്ലേ? നല്ല മക്കളല്ലേ നിങ്ങൾ? ആസ് ഹി ക്യാരീസ് ദ ബെഡിങ് റോൾ ആൻഡ് പ്ലാൻസ് ദർ സ്റ്റേ ഇൻ മസൂരി. ശരിയല്ലേ? ആ ബെഡിങ് റോളൊക്കെ ഇങ്ങനെ തോളത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അല്ലേ? 11-years-old ബോയ് അല്ലെ, ഇങ്ങനെ നടക്കുകയാണ് അവൻ. എന്നിട്ട് എന്താ പറയുന്നത്, മസൂരിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മമ്മേനെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. റെസ്പോൺസിബിൾ ആണ് അവൻ, കെയറിങ് ആണ്, അവനൊരു മുത്താണ് അല്ലേ. ഗ്രീൻ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടിട്ട്. മണി ഈസ് ചിയർഫുൾ, ഹാപ്പി ഹാപ്പി. ഓക്കെ, ചിയർഫുൾ ആണ് ആൻഡ് ഫുൾ ഓഫ് എനർജി. ഭയങ്കര എനർജി ഒക്കെ ഉള്ള കുട്ടിയാണ് ആര്? മണിക്കുട്ടൻ. ഓക്കെ, യെസ്. മണി എന്ന് പറയുമ്പോൾ തന്നെ മിസ്സിന് മറ്റേ മണിക്കുട്ടീനെ ഓർമ്മ വരും. ഓക്കെ, ഇങ്ങനെ ഓടുന്ന കോടീശ്വരനിലുണ്ടായിരുന്നില്ലേ, അപ്പോൾ മണിക്കുട്ടൻ എന്ന് പറയുമ്പോൾ നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഹി എൻജോയ് സ്മോൾ തിങ്സ് ലൈക്ക് ഈറ്റിംഗ് ബെറീസ്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അവനുണ്ട്. പോകുന്ന വഴിയിലൊക്കെ എന്താണ്, ആ ബെറീസ് ഒക്കെ കഴിക്കുന്നുണ്ട്. റണ്ണിങ് എഹെഡ്, മുന്നിലേക്ക് ഓടുക. അതുപോലെ തന്നെ ബാത്തിങ് ഇൻ ദ റിവർ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അവന് കുട്ടിയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഹി ഈസ് ഓൾസോ ബ്രേവ് ആണ് ബിക്കോസ് ഹി അഗ്രീസ് ടു വാക്ക് വിത്ത് ഗ്രാനി ആഫ്റ്റർ ദ ലാൻഡ് സ്ലൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ബാക്ക്. തിരിച്ചു പോകുന്നതിന് പകരമായിട്ട് നമ്മുടെ ഗ്രാനിയുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു, നടന്നു പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട് ലാൻഡ് സ്ലൈഡിന് ശേഷം കൂടെ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, അവനും ബ്രേവ് ആണെന്ന് പറയാൻ പറ്റും. മണി ഈസ് റെസ്പെക്ട്ഫുൾ ടു ഹിസ് ഫാദർ ബട്ട് ലവ്സ് ഗ്രാനി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഗ്രാനീനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. സോ മച്ച് ദാറ്റ് ഹി വാണ്ട്സ് ടു ടേക്ക് കെയർ ഓഫ് ഹെർ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിനെ നന്നായിട്ട് നോക്കാനൊക്കെ അവന് ഇഷ്ടമാണ് കേട്ടോ. ഹീസ് പ്ലേഫുൾ, ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ബട്ട് ഓൾസോ മെച്ചുവർ ഫോർ ഹിസ് ഏജ്. അതുപോലെ അവൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവൻ എന്താണ്, അടിപൊളി കുട്ടി അല്ലേ, കേമൻ അല്ലേ, മെച്ചുവറാണ്, മെച്ചുവർ ആയിട്ടുള്ള മോനാണ്. മണി ഈസ് ട്രൂലി എ ലവിങ്, ഹെൽപ്ഫുൾ ആൻഡ് ബ്രേവ് ഗ്രാൻഡ് സൺ. മണി ശരിക്കും എന്താണ്, ഒരു ലവിങ് ആയിട്ടുള്ള, സ്നേഹമുള്ള, ഹെൽപ്ഫുൾ ആയിട്ടുള്ള, സഹായിക്കുന്ന, ഒരു ബ്രേവ് ആയിട്ടുള്ള, ധീരനായിട്ടുള്ള ഒരു ഗ്രാൻഡ് സൺ ആണ്. പോരെ, മണീന്ന് നമ്മൾ പൊക്കി അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മണിയുടെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. കുറേ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു. ഇത് പഠിച്ചു വെക്കണം, നാളെ ഓർമ്മയില്ലെങ്കിൽ ഉണ്ടല്ലോ. ഓക്കെ, യെസ്. ആൻറ്റി മണിയൊക്കെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. എന്തിനാണ് മക്കളെ ആൻറ്റി മണിയൊക്കെ പറയുന്നത്? കിട്ടിയോ? ഇത് കിട്ടിയെങ്കിൽ ചിരിക്കൂ, 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 വേഗം തന്നെ ചിരിക്കൂ. കിട്ടിയോ? മതിയെന്നൊന്നും പറയല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ, നമുക്ക് എക്സാം ഒക്കെ എഴുതണ്ടേ. മതിയെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? എല്ലാവരും അല്ല കേട്ടോ, ഒരാൾ. യെസ്, ഓക്കെ, കിട്ടി, ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെറേറ്റർ. ഏത് നെറേറ്ററാണ്? നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫിലെ ഫോർ ലൈഫ്. ഓക്കെ, ഇതിലെ നരേറ്ററാണ് കേട്ടോ. നോക്കാം നമുക്ക്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്നാണ് ചാൻസ് ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. നോക്കി, ദ നരേറ്റർ ഈസ് എ ഹ്യൂമറസ് ആൻഡ് ഓവർ ഇമാജിനേറ്റീവ് മാൻ. ഓവർ തിങ്കർ എന്നാണ് പറയേണ്ടത് അല്ലേ. ഓവർ തിങ്കർ ആയിട്ടുള്ള ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള മനുഷ്യനാണ് ആര്? നമ്മുടെ നരേറ്റർ എന്ന് പറയുന്നത്. ഹി ഗോസ് ടു ദ മ്യൂസിയം ഫോർ സ്മോൾ പ്രോബ്ലം. ചെറിയൊരു പ്രശ്നത്തിന് അവൻ എങ്ങോട്ട് പോകുന്നു? മ്യൂസിയത്തിൽ പോകുന്നു. പോട്ടൻ അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ചെറിയ കാര്യത്തിന് പോകുന്നു. ബട്ട് കൺവിൻസസ് ഹിംസെൽഫ്. അവനെ തന്നെ കൺവിൻസ് ചെയ്യാണ് ദാറ്റ് ഹി ഹാസ് എവറി ഡിസീസ്. അയാൾക്ക് എല്ലാ ഡിസീസും ഉണ്ട്. അയ്യോ, എനിക്ക് എല്ലാ അസുഖം ഉണ്ടെന്ന് അയാൾ സ്വയം കൺവിൻസ്ഡ് ആവുന്നു. ഹി വറീസ് ടു മച്ച്. കുറേ കാര്യങ്ങൾ ആലോചിച്ച് വറി ചെയ്യുന്നുണ്ട്. എക്സാജറേറ്റ് സ്മോൾ തിങ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. ഹി ഈസ് ഓൾസോ ഡ്രമാറ്റിക് ആണ് അല്ലേ. അതാണ് പറയുന്നത് ഡോക്ടറിൻ്റെ അടുത്ത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട്, ഹൗസ് മെയ്ഡ് നീ ഒഴിച്ച് എനിക്ക് എല്ലാ അസുഖങ്ങളുണ്ട്. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡ്രമാറ്റിക് കൈൻഡ് ഓഫ് ടോക്കാണ് ആൾക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ആസ് ഹി ഇമാജിൻസ് ഹിംസെൽഫ് ആസ് എ ഹോസ്പിറ്റൽ. അതുപോലെ ഡോക്ടേഴ്സിനൊക്കെ ഡിഗ്രി കിട്ടണമെങ്കിൽ എന്താണ്, എൻ്റെ അടുത്ത് വന്നാൽ മതി, എൻ്റെ അടുത്ത് കൂടി നടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടർ ആവാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ അത് കുറച്ചുകൂടി ഡ്രമാറ്റിക് ആണ് ആൾ. പിന്നെ ഫുൾ ഓഫ് ഡിസീസസ് ആണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ഹോസ്പിറ്റൽ ഫുൾ ഓഫ് ഡിസീസസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഹി ഈസ് നോട്ട് ഫൂളിഷ് അല്ല. ഹി ലിസൺസ് ടു ദ ഡോക്ടേഴ്സ് അഡ്വൈസ് ആൻഡ് ഫോളോസ് ഇറ്റ് അല്ലേ. ഫൂളിഷ് ആണെങ്കിൽ അവൻ അതൊന്നും അനുസരിക്കില്ല അല്ലേ. പക്ഷേ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അവൻ നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ദിസ് ഷോസ് ദാറ്റ് ഹി ഈസ് വില്ലിംഗ് ടു ലേൺ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, അയാൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുന്നു.
ഓക്കെ, മനസ്സിലാക്കാം. ദ നെറേറ്റർ ഈസ് ഫണ്ണി. നെറേറ്റർ ഫണ്ണിയാണ്, ക്യൂരിയസ് ആണ്, ആൻഷ്യസ് ആണ്, ബട്ട് ഓൾസോ സെൻസിബിൾ എനഫ് ടു ചേഞ്ച് ഹിസ് ഹാബിറ്റ്സ്. എന്താ പറഞ്ഞത്? ഫണ്ണിയാണ്, ക്യൂരിയസ് ആണ്, ആൻഷ്യസ് ആണ്, പിന്നെന്താണ്, സെൻസിബിൾ ആണ്. അയാളുടെ ഹാബിറ്റ്സ് ഒക്കെ മാറ്റാനായിട്ട് സെൻസിബിൾ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് മനസ്സിലായോ? ഇത് സെറ്റായിട്ടുണ്ടോ? സെറ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചേ. കക്ക വേഗം ചിരിക്കൂ. നമുക്ക് ഇനി ഒരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമർ ആണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. വേഗം ആയിക്കോ. യെസ്, ചിരിക്കുന്നുണ്ട് അല്ലേ? ചിരിക്കുന്നുണ്ട്. ഓക്കെ, 6 മണിക്ക് കേട്ടോ മക്കളെ. 6 മണിക്കാണ് മോർണിംഗ് ബൂസ്റ്റർ. 6 മണിക്കാണ് മോർണിംഗ് ബൂസ്റ്റർ കേട്ടോ. നോക്കിക്കേ, ഇവന്റ് ഇൻവിറ്റേഷൻ നോക്കാം. നമുക്ക് ഇവന്റ് ഇൻവിറ്റേഷൻ നോക്കാം അല്ലേ? യെസ്, നോക്കിക്കേ, ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ. ഏത് ഓർഗനൈസേഷനാണ് ഈ ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കുന്നത്? ഹോസ്റ്റ്, ആരാ ഹോസ്റ്റ് ചെയ്യുന്നത്? ഒക്കേഷൻ അല്ലെങ്കിൽ ഇവൻറ്റ് എന്താണെന്നുള്ളത്, ഡേറ്റ്, ടൈം, വെന്യൂ. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. സ്പെഷ്യൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്കിറ്റ് ഉണ്ടോ, വേറെ ഡ്രസ് കോഡ് വല്ലതുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. ക്ലോസിംഗ് ലൈൻ, എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനം. ഓക്കെ, ഇതാണ് ഇവൻറ്റ് ഇൻവിറ്റേഷന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇൻവിറ്റേഷനാണിത്. എങ്ങനെയാണ് ഇൻവിറ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ദ സ്റ്റുഡൻസ് കൗൺസിൽ ഓഫ് സ്പ്രിംഗ്ഫീൽഡ് സ്കൂൾ വാംലി ഇൻവൈറ്റ്സ് യു ടു ദ ആനുവൽ കൾച്ചറൽ ഫെസ്റ്റ് 2025. ഇനി എന്താണ്, ഡേറ്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ എന്നൊക്കെ ചോദിക്കും അല്ലേ? നമുക്ക് അറിയണ്ടേ, അവിടേക്ക് പോകണ്ടേ നമുക്ക്. അപ്പോൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 20th August 2025. ടൈം കൊടുത്തിട്ടുണ്ട് 5 PM. വെന്യൂ എന്ന് വെച്ചാൽ ലൊക്കേഷനാണ്, സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. ഓക്കെ, യെസ്. ഇനിയോ, come and enjoy an evening filled with music, dance and drama. Okay, your presence will make the event more special. ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ. പ്രിൻസിപ്പൽ, സ്പ്രിംഗ്ഫീൽഡ് സ്കൂൾ. കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇവൻറ്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ക്ഷണിച്ചു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വേഗം പറയാം. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിലേക്കാണ് പോകുന്നത്, നമ്മുടെ സ്വന്തം ഗ്രാമർ. അതിന് മുമ്പായിട്ട് മിസ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, എൻ്റെ കുട്ടികളൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലേ? നമ്മുടെ ഡിസ്കോഴ്സസ് ഒക്കെ ക്ലിയർ ആയിട്ടില്ലേ? വേഗം പറഞ്ഞേ. എക്സാം ഈസ് സോ ഈസി എന്നൊക്കെ പറയുന്നുണ്ട്. മിസ് കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇങ്ങോട്ടാണ്. നോട്ടീസ് വേണോ? നോട്ടീസ് പറഞ്ഞുതരണോ? പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാം. ഇതുവരെ ക്ലിയർ അല്ലേ? മലാലയുടെ ചാപ്റ്റർ നമുക്ക് സ്കീം ഓഫ് വർക്കിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമിന് അത് പ്രതീക്ഷിക്കേണ്ട, ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. യെസ്, ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്, ശരിയല്ലേ? am I correct? യെസ്. നോട്ടീസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ നോട്ടീസ് എഴുതി തരടാ. ഈ ഇവൻ്റ് ഇൻവിറ്റേഷനാണ് എനിക്ക് തോന്നുന്നത് ചോദിക്കാൻ ചാൻസ്. നോട്ടീസ് ചോദിക്കാം അല്ലേ? കാരണം എല്ലാ വർഷവും നോട്ടീസൊക്കെ ചോദിക്കണ കാരണം കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനും നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടിക്കളി നിർബന്ധമെങ്കിലേ മുഖ്യം. എന്താ ചെയ്യേണ്ടേ? വാ എഴുതാം. ഞാൻ ഒറ്റയ്ക്ക് എഴുതില്ല, നിങ്ങളും കൂടെ വരണം കേട്ടോ. നോക്കിക്കേ, നോട്ടീസ് എങ്ങനെ എഴുതണ്ട മക്കളെ? നോട്ടീസ്. ഓക്കെ, എന്താണ് പ്രോഗ്രാം എന്നറിയോ? ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ. ഫുഡ് ഫെസ്റ്റ് ആണ്. അതിന് മുമ്പ് ഏത് സ്കൂളാണ് നടക്കുന്ന? ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ? ABC സ്കൂൾ. ഫുഡ് ഫെസ്റ്റ്. ഓക്കെ, ഡിയർ ഓൾ, പ്രിയപ്പെട്ട സഹൃദയരെ അല്ലേ? പിന്നെന്താ എഴുതാം? നമ്മുടെ സ്കൂൾ തീരുമാനിച്ചു അല്ലേ? Our school has decided to conduct a food fest on 22nd August 2025 in the school auditorium. Okay, auditorium. മിസ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇതല്ല കേട്ടോ. മിസ് നല്ല ഭംഗിയിലാണ് എഴുതുക, പക്ഷെ ഇവിടെ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനിയോ, ഇറ്റ് വിൽ ബി conducted at 6 PM. 6 PM-നാണ് ഇത് നടക്കുന്നത്. ഓൾ ആർ വെൽക്കം. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രിൻസിപ്പൽ. ഓക്കെ,
അല്ലെങ്കിൽ എന്താണ് സെക്രട്ടറി, ഏതെങ്കിലും ക്ലബ്ബ് ഉണ്ടെങ്കിൽ സെക്രട്ടറി, കൾച്ചറൽ ക്ലബ്ബ്. ഓക്കെ, ഇവിടെ സൈൻഡ് എന്നൊക്കെ വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ടോ ഇവിടെ ഡേറ്റ് അല്ലെങ്കിൽ പ്ലേസ് കേട്ടോ, പ്ലേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി കൂടുതലായിട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ. എങ്ങനെയാണ് വോട്ട് ഓഫ് താങ്ക്സ്, ഫെലിസിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഒരു കുഞ്ഞു ബോക്സ് വരച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. യെസ്, മോർണിംഗ് പോസ്റ്റിൻ്റെ ടൈം 6 മണിയാണ്. രാവിലെ 6 മണിക്ക് നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കും, നിങ്ങളും ഉണ്ടാവണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാമറിലോട്ട് കിടക്കാം മക്കളെ. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആദ്യം തന്നെ ഫ്രേസൽ വെർബ്സ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഫ്രേസൽ വെർബ്സ് കേട്ടോ. അതിൽ നമുക്ക് പഠിപ്പിച്ച് തരലല്ല, പഠിക്കലാണ് കേട്ടോ. നോക്കിക്കേ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഫ്രേസൽ വെർബ്സ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞോ, നിങ്ങളാണ് ആൻസർ പറയണ്ടേ കേട്ടോ. കലാം ഡാഷ് ടു ടേക്ക് അപ്പ് ദ ജോബ് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ജോലി ഏറ്റെടുക്കാൻ കലാം തീരുമാനിച്ചു. പുട്ട് ഓഫ് ഉണ്ട്, പുട്ട് അക്രോസ് ഉണ്ട്, മേഡ് അപ്പ് ഹിസ് മൈൻഡ് ഉണ്ട്, ഗോ ഓൺ ഉണ്ട്. ഏതാ? പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഗ്രാമർ വരും കേട്ടോ. ഉറപ്പല്ലേ? ഗ്രാമർ ഇല്ലാണ്ട് എന്ത് ഇംഗ്ലീഷ് എക്സാം മക്കളെ? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? വേഗം പറ. ഏതാണ്? യെസ്, ഏതാണ്? മേഡ് അപ്പ് ഹിസ് മൈൻഡ്. ഓക്കെ, വെരി ഗുഡ്. അതാണ് ആൻസർ അല്ലേ. അദ്ദേഹം തീരുമാനിച്ചു. നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ജോബ് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു. മേഡ് അപ്പ്. ഇനിയോ, ഹി ഡാഷ് ദിസ് ടു ഹിസ് മദറിനോട് പറഞ്ഞു അല്ലേ. മദറിനോട് പറഞ്ഞു. അപ്പൊ പറയുക എന്നുള്ളത് അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇൻ എൻ എഫക്റ്റീവ് മാനർ എന്ന് മീനിങ് വരുന്ന ഏത് മൂഡ്? പറഞ്ഞേ മക്കളെ. പുട്ട് ഓഫ് ഉണ്ട്, പുട്ട് അക്രോസ് ഉണ്ട്, ഗോ ഓൺ ഉണ്ട്. ഏത് വേണം? വേഗം പറ. ഏതാണ് വേണ്ടേ? യെസ്, പുട്ട് അക്രോസ് ആണ്. അടിപൊളി മക്കളെ, പുട്ട് അക്രോസ് ആണ്. പുട്ട് അക്രോസ് എന്ന് വെച്ചാൽ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എൻ എഫക്റ്റീവ് മാനർ. ഇനി ഏതാ ഉള്ളത്? ഹിസ് മദർ അഗ്രീഡ് ടു ഇറ്റ് ആൻഡ് reminded him that his studies should dash without being affected. ഒന്നും എഫക്റ്റ് ചെയ്യാതെ ഇവൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് അമ്മ പറഞ്ഞു. ഇവിടെ കുറേ മിടുക്കന്മാരുടെ പിടിക്കുകൾ വേഗം തന്നെ പറയുന്നുണ്ട് കേട്ടോ. അടിപൊളി. യെസ്, എന്താണ് വരിക? ഗോ ഓൺ ആണ് കേട്ടോ. ഗോ ഓൺ. ഓക്കെ, അടിപൊളി കേട്ടോ. നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ മീനിങ്സും എക്സാമ്പിൾസും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. മേഡ് അപ്പ് ഹിസ് മൈൻഡ് വരാൻ ചാൻസ് ഉള്ളതാണ്. ഡിസൈഡ് ചെയ്യുക, എന്തെങ്കിലും കാര്യം ഉറപ്പിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ മേഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറയാം കേട്ടോ. ടു ടേക്ക് എ ക്ലിയർ ഡിസിഷൻ എന്നാണ് മീനിങ്. ഷീ മേഡ് അപ്പ് ഹെർ മൈൻഡ് ടു സ്റ്റഡി ഹാർഡ് ഫോർ ദ എക്സാം. നിങ്ങളെപ്പോലെ അല്ലേ, നിങ്ങൾ എക്സാമിന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മേഡ് അപ്പ് യുവർ മൈൻഡ്. അതാണ് ഇവിടെ മേഡ് അപ്പ് ഹെർ മൈൻഡ്. അടുത്തോ, പുട്ട് അക്രോസ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ടു എക്സ്പ്രസ് എൻ ഐഡിയ ക്ലിയർലി സോ ദ അതേഴ്സ് അണ്ടർസ്റ്റാൻഡ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുക. ടു എക്സ്പ്ലെയിൻ ഓർ ഷെയർ യുവർ തോട്ട്സ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുക, അതൊക്കെ കേട്ടോ. ദ ടീച്ചർ പുട്ട് അക്രോസ് ദ ലെസൺ ഇൻ എൻ സിമ്പിൾ വേ. ഒരു സിമ്പിളായിട്ട് എന്ത് ചെയ്തു? ടീച്ചർ ഒരു ലെസൺ പറഞ്ഞു കൊടുത്തു. ഇനി ഗോ ഓൺ എന്താണ്? കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ടു കീപ് ഡൂയിങ് സംതിങ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, അതിനാണ് ഗോ ഓൺ എന്ന് പറയുന്നത്. ഇനി പുട്ട് ഓഫ് എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക, വൈകിപ്പിക്കുക, എന്തെങ്കിലും കാര്യം നീട്ടി വെച്ചു. ടു ഡൂ സംതിങ് ലേറ്റർ, പിന്നീട് മാറ്റി വെച്ചു, പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി പുട്ട് ഓഫ് ഹിസ് ഹോംവർക്ക് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്? യെസ്, ഫ്രേസൽ വെർബ്സ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല നോക്കണം, മടുത്തു അങ്ങനെ ഇങ്ങനെ. കാരണം നിങ്ങൾ ഓണം വരെ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഒറ്റ കുത്തിരിപ്പിന് പഠിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നോക്കണ്ട, നാളെ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ വരണം. ഓക്കെ, യെസ്. അടുത്തത് നമ്മുടെ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ നമ്മുടെ എഡിറ്റിംഗ് അല്ലേ. എഡിറ്റിംഗ് നോക്കാം നമുക്ക്. റെഡി? നോക്കാം കേട്ടോ. നിങ്ങൾ തന്നെ പറയണം. നോക്കിക്കേ. ദ ഡോക്ടർ എക്സാമിൻഡ് മീ ആൻഡ് ക്ലച്ച് മൈ റിസ്റ്റ് ടു ചെക്ക് മൈ പൾസ്. ഇവിടെ എന്താണ്? ക്ലച്ചിന് വല്ല പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലച്ചിൻ്റെ പ്രശ്നം എന്താണ്? ഇനിയെങ്കിലും പേര് വിളിക്കുന്നു. മിസ് പേര് വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് എടുക്കണ്ടേ? ഗ്രാമർ ഒന്നും വേണ്ടേ നിങ്ങൾക്ക്? യെസ്, ക്ലച്ച്ഡ്. നോട്ട് എവിടെ കിട്ടും? നോട്ട് മേലെ കിട്ടും കേട്ടോ. മേലെ കിട്ടണമെങ്കിൽ മിസ് അയക്കണം. മിസ് അയച്ചിട്ടില്ല. യെസ്, മിസ് അയച്ചിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ടാണ് മിസ് നോട്ട്സ് അയക്കുക കേട്ടോ. കമ്മ്യൂണിറ്റിയിലേക്ക്, ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. അവിടെ നിന്ന് കിട്ടും കേട്ടോ. യെസ്, ക്ലച്ച്ഡ് ആണ് വരിക. അതെങ്ങനെ മനസ്സിലായെന്ന് അറിയോ? എക്സാമിൻഡ്. ഓൾറെഡി ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി പാസ്റ്റ് ടെൻസ് കിടക്കുന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ക്ലച്ച് എന്ന് പറയുന്നതും പാസ്റ്റ് ടെൻസിലോട്ട് ആക്കണം. അപ്പോൾ ക്ലച്ച്ഡ് എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? ക്ലച്ച്ഡ് എന്നായിട്ട് മാറും. ക്ലച്ച്ഡ്. ഓക്കെ, ക്ലച്ച്ഡ് കിട്ടിയല്ലോ. ക്ലച്ച്ഡ് ഫസ്റ്റത്തെ കിട്ടിയില്ലേ. ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള നോക്കി. ആൻഡ് ദെൻ ഹി ഹിറ്റ് മീ ഓവർ
ദ ചെസ്റ്റ് വെൻ ഐ ആമെൻറ്റ്. ഒരു മണ്ടത്തനാണോ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ? ആമെൻറ്റ് എന്നുള്ള വേർഡ് നോക്കിക്കേ, ആമെൻറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. വെൻ ഐ ആമെൻറ്റ് എക്സ്പെക്ടിങ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ഐ ആമെൻറ്റ് മാറ്റണം നമുക്ക്. എന്താക്കണം? യെസ്, ഐ വാസൻറ്റ്. വെരി ഗുഡ്. ഐൻ്റെ കൂടെ നോക്കിക്കേ, ഐൻ്റെ കൂടെ ആമ വരിക എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് പാസ്റ്റ് ആക്കുമ്പോൾ, ആമിനെ പിടിച്ച് പാസ്റ്റ് ആക്കുമ്പോൾ എന്താക്കണം? ആമിനെ പിടിച്ച് പാസ്റ്റ് ആക്കുമ്പോൾ വാസ് അല്ലേ ആക്കേണ്ടത്? സോ ഐ വാസൻറ്റ് എക്സ്പെക്ടിങ് ഇറ്റ് എന്നാണ് വരേണ്ടത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വേർഡ്സ് ബട്ടൺ മീ ഓൺ ദ side of my head. After that he sat down and wrote out a prescription. ആ പ്രിസ്ക്രിപ്ഷൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? എന്തോ ഒരു പെശകുണ്ട്. എന്താണ് പ്രശ്നം? പ്രിസ്ക്രിപ്ഷൻ എന്താണ് പ്രശ്നം നോക്കിക്കേ. യെസ്, സ്പെല്ലിംഗ് എറർ ആണല്ലേ മക്കളെ? പ്രിസ്ക്രിപ്ഷൻ സ്പെല്ലിംഗ് എറർ ആണ് സംഭവിച്ചത്. ഇനിയോ, ആൻഡ് ഫോൾഡഡ് ഇറ്റ് അപ്പ് ആൻഡ് ഗേവ് ഇറ്റ് ടു മീ ആൻഡ് ഐ പുട്ട് ഇറ്റ് ഇൻ മൈൻ പോക്കറ്റ് ആൻഡ് വെന്റ് ഔട്ട്. അവിടെ എന്താണ്? മൈൻ പോക്കറ്റ്. ഇതെന്താ ആറല്ലേ എന്ന് ചോദിച്ചത്? എവിടെയാണ് 6 വരേണ്ടത്? അതിൻ്റെ കൂടെ 6 വരുമോ? ക്വസ്റ്റ്യൻ ടാഗ് വെച്ച് നോക്കുമ്പോൾ 6ൻ്റെ അത് വേറെയാണ് കേട്ടോ, ഡൗട്ട് ആക്കല്ലേ. യെസ്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. മൈൻ അല്ല മൈ അല്ലേ? എൻ്റെ പോക്കറ്റ് മൈ അല്ലേ? മൈ എന്നല്ലേ പറയാം. യെസ്, അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ കറക്റ്റ് പാസേജ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നൊക്കെ മിസ് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ദ ടീച്ചർ എൻറ്റർ ദ ക്ലാസ് ആൻഡ് സേസ് ടു ദ സ്റ്റുഡൻസ്, യു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് യുവർ വർക്ക്. യു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് യുവർ വർക്ക്. ദ സ്റ്റുഡൻസ് വേർ സിറ്റ്സ് ക്വയറ്റ്ലി. വൺ ഓഫ് ദം സ്റ്റാൻഡഡ് അപ്പ് and replied, sir, we will complete it tomorrow. ഓക്കെ, എല്ലാം നല്ല വലിയ ഇംഗ്ലീഷാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നോക്കിക്കേ, ദ ടീച്ചർ എൻ്റർ ദ ക്ലാസ്. അവിടെ എന്താണ് ഫസ്റ്റ് തന്നെ വരേണ്ടത്? എന്താണ്? എൻറ്റേർഡ് ആണ്. വെരി ഗുഡ്, എൻറ്റേർഡ്. അതിലൊക്കെ എന്താ ഡൗട്ട് അല്ലേ? എൻറ്റേർഡ് എന്നാണ് വരേണ്ടത്. വെരി ഗുഡ്. ഇനിയോ, സേസ് ടു ആണോ വേണ്ടത്? ഒരെണ്ണം പാസ്റ്റ് ടെൻസ് ആയല്ലോ, മറ്റേതും നമ്മൾ എന്താക്കണം? പാസ്റ്റ് ടെൻസ് ആക്കണ്ടേ? ആക്കിക്കോ. യെസ്, സെഡ്. വെരി ഗുഡ്, സെഡ്. ഓക്കെ, സെഡ്. അടുത്ത് നോക്കി, ഒരു പൊട്ട തെറ്റല്ലേ? യു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് യുവർ വർക്ക്. ടീച്ചർ പറഞ്ഞാണ് യു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് യുവർ വർക്ക്. ഹാസ് വരുമോ മക്കളെ? യു ചിലരൊക്കെ ഹാഡ് പറഞ്ഞ നല്ല അടി കിട്ടും. എൻ്റെ നല്ല അടി കിട്ടും. ഹാഡ് വരുമോ? എങ്ങനെ ഹാഡ് വന്നത്? യു ഹാവ്. ഓക്കെ, യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് യുവർ വർക്ക്. എങ്ങനെയാണ് ഹാവ് വന്നത് മക്കളെ? നോക്കിക്കേ, നമ്മൾ പ്ലൂരലാണ് എഴുതുന്നതായിരിക്കുക. പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരലിൻ്റെ പെയറാണ് ഹാവ്. സിംഗുലർ ആണെങ്കിൽ അല്ലെ, സിംഗുലർ ആണെങ്കിൽ അവരുടെ കൂടെയുള്ള ആളാണ് ഹാസ്. ഈ പ്ലൂരൽ എന്ന് വെച്ചാൽ ആരൊക്കെയാ? അയ്യോ ദേവി അല്ലെ? അയ്യോ ദേവി. ഐ യു ദേവി. യു എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആയിട്ടാണ് എടുക്കേണ്ടത്, യുവിൻ്റെ കൂടെ. അപ്പോൾ പ്ലൂരലിൻ്റെ പെയർ ആരാണ്? ഹാവ് അല്ലേ? യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് യുവർ വർക്ക്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ദ സ്റ്റുഡൻസ് വേർ സിറ്റ്സ് ക്വയറ്റ്ലി. വായിക്കുമ്പോൾ തന്നെ എന്താണ്? നല്ല ഇംഗ്ലീഷ് അല്ല. നോക്കിക്കേ, ദ സ്റ്റുഡൻസ് വേർ സിറ്റ്സ് ക്വയറ്റ്ലി. വേർ സിറ്റ്സ്, അവിടെ എന്താ പ്രശ്നം? ദ സ്റ്റുഡൻസ് വേർ സിറ്റ്സ്. യെസ്, വേറെ വന്നു. വേറിൻ്റെ കൂടെ ഈ വേറിൻ്റെ ബോൾഡ് ലെറ്റർ നോക്കണ്ട കേട്ടോ നിങ്ങൾ. ഇത് നോക്കിയാൽ മതി. വേറെ കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാൽ മതി. യെസ്, വെരി ഗുഡ്. ഒരാൾ കറക്റ്റ്. 2 പേര് പറഞ്ഞു, 3 പേര് പറയുന്നു, 4 പേര് പറയുന്നു, മക്കളെ 5 പേര് പിന്നെ ചറപറ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. എന്താണ്? സിറ്റിംഗ്. ദ സ്റ്റുഡൻസ് വേർ സിറ്റിംഗ്. ING ഫോം ആണ് അല്ലേ? വേർ സിറ്റിംഗ് എന്ന് വരും അല്ലെ? ഐ വാസ് ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ വാസ് ING. ഐ വാസ് ഈറ്റിംഗ്. വേർ സിറ്റിംഗ്. ഓക്കെ, കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് വന്നു അല്ലേ? വൺ ഓഫ് ദം സ്റ്റാൻഡേർഡ് അപ്പ്. എന്താ അല്ലേ ഇംഗ്ലീഷ്? ഓക്കെ, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആണോ? എന്താണിത്? സ്റ്റാൻഡേർഡ്. വൺ ഓഫ് ദം സ്റ്റാൻഡേർഡ് അപ്പ് and replied, sir, we will complete it tomorrow. പറഞ്ഞോ, ഏതാണ്? യെസ്, സ്റ്റാൻഡേർഡ് എന്നുള്ള വേർഡ് ഒന്നുമില്ല അല്ലേ? സ്റ്റുഡ് അപ്പ്. ഓക്കെ, സ്റ്റുഡ് അപ്പ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആക്കിയവരുണ്ടോ? ഒന്ന് എത്ര എണ്ണം കറക്റ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ? 1 2 3 4 5. ഒരു 5 സ്റ്റാർസ് ഒന്ന് ഇട്ടേ. 5 സ്റ്റാർസ് ഒന്ന് ഇട്ടേ നോക്കട്ടെ മിസ്. 5 സ്റ്റാർസ് ഇട്ടേ, മിസ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒറ്റ സെക്കൻഡ് മക്കളെ, ഒറ്റ സെക്കൻഡ്.
ഓക്കെ 5 stars. ഓ വെരി ഗുഡ്. നിറയെ മിന്നിത്തിളങ്ങുന്ന താരകമേ. യെസ്, അടിപൊളി മക്കളെ, അടിപൊളി. അപ്പോൾ കുറേ പേര് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? സന്തോഷമായി, മിസ്സിന് കൃതാർത്ഥയായി. ഓക്കെ, കൃതാർത്ഥയായി, സന്തോഷം. അടുത്തത് നോക്കാം നമുക്ക്. കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ. കോൺവെർസേഷൻ കംപ്ലീഷൻ കേട്ടോ. കോൺവെർസേഷൻ കംപ്ലീഷൻ ചെയ്യാം. നോക്കിക്കേ, ദാ ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. കലാം പറയണത് ട്രെയിൻ ഡസൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം എനി മോർ. ഡസ് ഇറ്റ് അതെന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്, സോറി ക്വസ്റ്റ്യൻ ടാഗ് ആണ്, നമ്മൾ പഠിക്കും കേട്ടോ. ഷംസുദ്ദീൻ പറയണം നോ ഇറ്റ് ഡസൻ. ഇല്ല, നിർത്തില്ല. ദ വാർ ഹാസ് ചേഞ്ച്ഡ് മെനി തിങ്സ്. വാർ കുറേ കാര്യങ്ങൾ മാറ്റിമറിച്ച് കളഞ്ഞു. അപ്പോൾ കലാം ചോദിക്കുകയാണ്, എന്തോ കാര്യം ചോദിച്ചു, നമുക്കറിയില്ല എന്താന്ന്. ഷംസുദ്ദീൻ പറയാണ് ഐ ഹാവ് എ സൊല്യൂഷൻ. എനിക്ക് സൊല്യൂഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ദ ബണ്ടിൽസ് വിൽ ബി ടോസ്ഡ് onto the platform and someone has to collect them quickly and distribute them. അപ്പോൾ സൊല്യൂഷൻ ഇവിടെ പറഞ്ഞു. ഇവിടെ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? എന്തായിരിക്കും ക്വസ്റ്റ്യൻ? എന്തായിരിക്കും? യെസ്, കിട്ടുന്നുണ്ടോ മിസ് ഏഞ്ചൽ? നോക്ക്. ഓ പോടന്ന്. ഓക്കെ, എന്തായിരിക്കും കലാം ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് വിൽ ഹാപ്പൻ ടു അവർ ന്യൂസ് പേപ്പേഴ്സ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വിൽ ഡൂ ദെൻ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വാട്ട് വിൽ happen to our newspapers അല്ലേ? നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിന് എന്ത് പറ്റും? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ? അതുകൊണ്ട് കലാം പറയാണ് ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. അത് അടിപൊളിയായിട്ടുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്തോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എന്തോ ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ വണ്ടർഫുൾ, ഐ വിൽ ബി ഹാപ്പി ഇഫ് യു ടേക്ക് അപ്പ് ദ വർക്ക്. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് അല്ലേ? റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ക്വസ്റ്റൻ ഉണ്ടാക്കാം അല്ലേ? ഇഫ് യു ടേക്ക് അപ്പ് ദ വർക്ക്, നീ വർക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായിരിക്കും ഹാപ്പി ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും? ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്തായിരിക്കും പറഞ്ഞേ? If you don't mind, can I take up this work അല്ലേ? അല്ലെങ്കിൽ I can take up this work. I can take up this work. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ഈ വർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും എന്ന് പറയാണ്. അപ്പോഴോ ഐ വാണ്ട് ടു ഹെൽപ്പ് യു. അപ്പോൾ പറഞ്ഞു സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. ഐ വാണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി ടു. നമ്മുടെ ഫാമിലി എനിക്ക് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഗുഡ്, ബട്ട് യു ഹാഡ് ബെറ്റർ ഡാഷ് എന്തോ പറഞ്ഞു അല്ലേ? താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ. ഐ വിൽ ബി അറ്റ് ദ സ്റ്റേഷൻ ഓൺ ടൈം എവറി മോർണിംഗ്. അപ്പോൾ ഈ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വായിച്ചാൽ മതി. എന്താണ്? എല്ലാ ദിവസവും കറക്റ്റ് മോർണിംഗ് കറക്റ്റ് ഓൺ ടൈം ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അല്ലേ? യെസ്. എന്താ പറഞ്ഞത്? അപ്പോൾ ഹാഡ് ബെറ്റർ വരുമ്പോൾ എന്താ വരേണ്ടത്? മര്യാദയ്ക്ക് കറക്റ്റ് ടൈമിന് വരുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. യെസ്, അപ്പോൾ അവിടെ എന്ത് പറയാം? ടു സ്റ്റഡി അല്ല കേട്ടോ, കറക്റ്റ് ടൈമിന് വരണം എന്നുള്ളതാണ് പറയണേ. കണ്ടു മിസ്, കണ്ടു, ടൈം കണ്ടു കേട്ടോ. നമുക്കിത് ആ ഗ്രാമറും കൂടിയല്ലേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. എന്ത് പറയാം? യു ഹാഡ് ബെറ്റർ ബി ഓൺ ടൈം. ബെറ്റർ ബി ഓൺ ടൈം അറ്റ് ദ സ്റ്റേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലേറ്റ് ആവരുത് എന്നുള്ളത് പറയാം കേട്ടോ. യു ഹാഡ് ബെറ്റർ നോട്ട് ടു ബി ലേറ്റ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പങ്ക്ച്വേഷൻ മാർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഹാഡ് ബെറ്റർ ഒക്കെ എങ്ങനെ എഴുതാമെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സ്ട്രക്ചർ നോക്കി. ഹാഡ് ബെറ്റർ എങ്ങനെ എഴുതണ്ടേ? ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഇടുക. അപ്പോൾ മിസ് കാണിച്ചു തരാം. ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ ഈറ്റ് ദിസ്. അപ്പോൾ നോക്കിക്കേ, ഹാഡ് ബെറ്റർ കഴിഞ്ഞു, ഈറ്റ് ആണ് വെച്ചത് അല്ലേ? ഈറ്റ് എന്ന് പറയുന്നത് V1 ഫോമാണ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ, അതിൽ V1 ഫോമാണ് ഇവിടെ ചേർത്തുള്ളത്. ഹാഡ് ബെറ്റർ കഴിയുമ്പോൾ നിങ്ങൾ V1 ഫോം ചേർക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഡൗട്ട് എന്ന് പറഞ്ഞോ? ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഡൗട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പറഞ്ഞോ. ഓക്കെ, എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. യു ഹാഡ് ബെറ്റർ സ്റ്റഡി ഫോർ ദ എക്സാം അല്ലേ? കറക്റ്റാ. യു ഹാഡ് ബെറ്റർ ലീവ് നൗ, നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് വേസ്റ്റ് മണി. ഓക്കെ, നോട്ട് വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കണം കേട്ടോ. യെസ്, അടുത്ത ഇഡിയംസ് ഉണ്ട്. ഇഡിയംസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ച് പോകണം. ഇഡിയംസ് ഇതാ നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ് അല്ലേ? കീപ്പ് എൻ ഐ ഔട്ട്, മീനിങ് എന്താണ്? ടു വാച്ച് കെയർഫുള്ളി എന്നുള്ളതാണ്. ഇനിയോ സ്റ്റേ ഇൻ ടച്ച് എന്ന് വെച്ചാൽ സ്റ്റേ കണക്റ്റഡ് എന്നുള്ളതാണ്. കീപ്പ് വൺസ് വേർഡ് എന്ന് വെച്ചാൽ എന്താ? ടു ഡു വാട്ട് വൺ പ്രോമിസ്ഡ് എന്നുള്ളതാണ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇഡിയംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് വരിക. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ടാഗ് നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതിന് നെഗറ്റീവ് ആക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നോക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഷീ ഈസ് യുവർ സിസ്റ്റർ. ഇവിടെ നോക്കുക, ഈസ്, ഇതിനെയാണ് നോക്കേണ്ടത്. ഈസ് ഓക്സിലറി വെർബിനെ നോക്കണം. ഓക്സിലറി വെർബ് എന്ന് വെച്ചാൽ ഈസ് ആർ.
വാസ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വില്ല്, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഷാൾ, ഇതൊക്കെയാണ് എന്ത് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈസ് നമ്മൾ എടുക്കാം. ഓക്സിലറി വെർബിന് നമ്മൾ എടുത്തു. ഓക്കെ, ഷീ ഈസ് യുവർ സിസ്റ്റർ. അവിടെ എന്താ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് അല്ലേ? നിന്റെ സിസ്റ്റർ ആണ് എന്നാ പറയുന്നത്, അല്ല എന്നല്ല പറയുന്നത്, ആണ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ എന്താക്കണം നമ്മൾ? നെഗറ്റീവ് ആക്കണം. അതായത് പോസിറ്റീവ് ടാഗ് ആണെങ്കിൽ നമ്മൾ അതിനെ പിടിച്ച് നെഗറ്റീവ് അടുപ്പിക്കണം മക്കളെ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് അല്ലേ? നമ്മൾ നെഗറ്റീവ് അടുപ്പിക്കും. എങ്ങനെയാണ്? ഈസ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ നോട്ട് ചേർത്തോ ഈസിൻ്റെ എന്നാക്കി. മനസ്സിലായോ? ഈസിൻ്റെ എന്നാക്കി. എന്നിട്ട് ഈ ഷീനെ എടുത്തിട്ട് ഈ അറ്റത്തേക്ക് ഇട്ടു, പ്രൊനൗൺ എടുത്തിട്ട് ഇവിടേക്ക് ഇട്ടു, ഈസിൻ ഷീ എന്നായിട്ട് മാറി. അടുത്ത് നോക്കിക്കേ, ദേ ആർ ഇൻ ലേറ്റ്. ഇവിടെ നെഗറ്റീവ് ടാഗാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അതിനെ പോസിറ്റീവ് ആക്കി ആർന്ന് മാത്രം എഴുതി. പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റി ആർന്ന് മാത്രം എഴുതി. എന്നിട്ട് ഇതേനെ നമ്മൾ ഇപ്പുറത്തേക്ക് പിടിച്ചിട്ടു. ഇനി അടുത്ത് നോക്കി, യു ക്യാൻ സ്വിം. അപ്പോൾ അതും പോസിറ്റീവാണ്, യു ക്യാൻ. അതിനെ നെഗറ്റീവ് ആക്കി കാണ്ട് എന്നാക്കി യുവിനെ ഇപ്പുറത്തേക്ക് പിടിച്ചിട്ടു, കാണ്ട് യു. ഓക്കെ, യെസ്. അടുത്ത ഹി ഡസൻ ലൈക്ക് ടീ. അപ്പോൾ ഡസ് എന്നാക്കി മാറ്റി. ഇവിടെ നെഗറ്റീവാണ്, അതിനെ പോസിറ്റീവ് ആക്കി മാറ്റി ഡസ് ഹി എന്നാക്കിയിട്ട് മാറ്റി. ഐ എം യുവർ ഫ്രണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആം പോസിറ്റീവായിട്ട് കിടക്കുവാണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റുമ്പോൾ ആമിൻ്റെ ഐ എന്ന് എഴുതരുത്. അങ്ങനത്തെ വേർഡ് ഇല്ല. പകരം എന്തെഴുതണം? ആറിൻ്റെ ഐ. അപ്പം നിങ്ങൾ പറയും നേരത്തെ നമ്മൾ ആമിൻ്റെ ഐ വെട്ടിയിട്ട് വാസ് ഒക്കെ എഴുതിയല്ലോ. അതങ്ങനെയല്ല. ആമിൻ്റെ ഐ വെട്ടിയിട്ട് വാസ് എഴുതിയല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വേറെയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിലുള്ള കാര്യമാണ് മിസ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ടാഗിൽ ആറിൻ്റെ ഐ ആണ് വരിക. ഓക്കെ, ആറിൻ്റെ ഐ ആണ് വരിക കേട്ടോ. അതായത് ആമിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആറിൻ്റെ ആണ് വരിക. കിട്ടിയോ മക്കളെ? കിട്ടിയോ? എന്താണ് ഡൗട്ട് എന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ചോദിച്ചോ. വേഗം തന്നെ തീർക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് കേട്ടോ. യു ആർ എ സ്റ്റുഡൻറ്റ്. നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. വേഗം തന്നെ പറയാം. യു ആർ എ സ്റ്റുഡൻറ്റ്. എന്താണ് ഇതിൻ്റെ ടാഗ് വരേണ്ടത്? എന്താണ്? യു ആർ എ സ്റ്റുഡൻറ്റ്. പോസിറ്റീവാണ്, നെഗറ്റീവ് ആക്കണം അല്ലേ? ആറിൻറ്റ് യു. ഓക്കെ, യെസ്, ആറിൻറ്റ് യു. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു. ആറിൻറ്റ് യു. ഇനി ദേ ആറിൻറ്റ് പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കുന്നില്ല, നെഗറ്റീവാണ്. അപ്പോൾ ആർ ദേ. ഓക്കെ, ആർ ദേ. ഷീ ക്യാൻ സിങ് വെൽ. അവൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും അല്ലേ? കാണ്ട് ഷീ അല്ലേ? ശരിയല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി ഹീ ഡസൻറ്റ് ഈറ്റ് മീറ്റ്. അവൻ മീറ്റ് കഴിക്കില്ല അല്ലേ? ഡസ് ഹീ. ലാസ്റ്റ് വൺ നിങ്ങൾ ചെയ്തിട്ട് അയക്കണം കേട്ടോ. നോക്കി, വി വിൽ ഗോ ടുമാറോ. അപ്പോൾ വില്ലിനെ നമ്മൾ നെഗറ്റീവ് ആക്കും. വില്ലിനെ നെഗറ്റീവ് ആക്കുമ്പോൾ വില്ലിൻ്റെ ഒന്നും എഴുതരുത്, നല്ല അടി കിട്ടും തന്നെ. ഓക്കെ, വില്ലിൻ്റെ ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് നമ്മുടെ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. കറക്റ്റ് ടൈമിന് തന്നെ 6 മണിക്ക് ഇങ്ങോട്ട് ഓടി വരാം. ഓക്കെ, അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇത്ര നേരം ഇവിടെ ഇരുന്നു, നിങ്ങൾ എന്തിനാണ് ഇരുന്നത്? മാർക്ക് കിട്ടാനല്ലേ ഇരുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നല്ലേ? നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് ഇട്ടില്ലേ? നിങ്ങളുടെ ചോദിച്ചു നോക്കിയേ, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം. ഇനി അല്ലെങ്കിൽ പേപ്പർ ടഫായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒട്ടും എഴുതാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ആവില്ല. നിങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാവും? എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എൻ്റെ കുട്ടികളെ എന്തായാലും കോമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിസ് വീണ്ടും ഒന്ന് പറഞ്ഞുതരാം. അറിയാത്ത മക്കളുണ്ടെങ്കിൽ നമ്മുടെ ശക്തി ബാച്ചിൻ്റെ ടെൻഷൻ അടിച്ച് നിങ്ങൾ പഠിക്കുന്നത് നിർത്തുക. ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നത് നിർത്തുക. നമ്മൾ ഒരു വർഷം നിങ്ങൾ ഈ ഒരു ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തേക്കുള്ള ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മക്കളെ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് മിസ് അയക്കുന്നുണ്ടാവും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് അയക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് സെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ബുക്ക് സെറ്റ് ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സുഖമാണ്. 600 രൂപയ്ക്ക് എന്ത് ചെയ്യാം? ആ ബുക്ക് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ബുക്ക് സെറ്റിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സിംപ്ലിഫൈഡ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൈൻഡ് മാപ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിന് നമുക്ക് കാണാം അല്ലേ? 6 മണിക്കത്തെ ക്ലാസ്സിന് നമുക്ക് കാണാം. യെസ്, എന്താണ് വേണ്ടത്? ഇനി എന്താ വേണ്ടത്? യെസ്, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞ മക്കളെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ? പിക്ചർ കൊടുത്തിട്ട് അത് പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ടാവും. പിക്ചർ ഡിസ്ക്രിപ്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് എന്താ ഇവന്റ് ആണ് എൻ്റെ കുട്ടികൾക്ക് അറിയാം അല്ലേ? ഈ ഒരു ഇവന്റിനെ നിങ്ങൾ ഈ ചാപ്റ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാണ് വേണ്ടത് കേട്ടോ. യെസ്, കിട്ടിയല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മിസ് പറഞ്ഞു. മിസ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം ID കേട്ടോ. മിസ് പാട്ട് പാടണമെന്നോ? പാട്ട് പാടാം കേട്ടോ. എക്സാം കഴിയട്ടെ, എന്നിട്ട് മിസ് പാട്ട് പാടിത്തരാം. ഓക്കെ, കിട്ടിയില്ലേ?
ഇനി വേറെ ഇഫ് ക്ലോസ് ഉണ്ടോ? ഇഫ് ക്ലോസ് വേണോ? ഇഫ് ക്ലോസ് വേണോ? വേഗം എടുത്തുതരാം മിസ്. ഇഫ് ക്ലോസ് 3 തരത്തിലാണ് മക്കളെ. ഇഫ് ക്ലോസ് 3 തരത്തിലാണ്. ഇതിൽ ഒന്നാമത്തെ നോക്കിക്കേ, ഇഫ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ടെൻസ് വന്നു. ഇഫ് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ടെൻസ് വന്നാൽ അവിടെ മെയിൻ ക്ലോസിൽ എന്ത് വരണം എന്നറിയോ? വില്ല് പ്ലസ് V1 ഫോം വരും. വില്ല് പ്ലസ് V1 ഫോം. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ പറയാം. ഇഫ് യു സ്റ്റഡി യു വിൽ, അല്ലേ? വില്ലല്ലേ വേണ്ടത്? വിൽ പാസ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. എന്ത് ചേർത്തു? വില്ല് പ്ലസ് V1 ചേർത്തു. എന്താണ് നോക്കേണ്ടത്? ഇതാണ് നോക്കേണ്ടത്. വെർബാണ് നോക്കേണ്ടത്. വെർബ് പ്രസന്റ് ആണ്. അതുകൊണ്ട് എന്ത് ചേർക്കുക? ഇഫ് യു സ്റ്റഡി പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ എന്താ? വില്ല് പ്ലസ് V1 വന്നു. രണ്ടാമത്തെ എടുക്കാം. രണ്ടാമത്തത് ഇഫ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് ആണെന്നിരിക്കുക. പാസ്റ്റ് ടെൻസ് അങ്ങനെയാണെങ്കിൽ വുഡാണ് വരിക. വുഡ് പ്ലസ് V1. മനസ്സിലായോ? അപ്പോൾ ഇതിന് എക്സാമ്പിൾ നോക്കിയേ. ഇഫ് യു സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ്. യു വുഡ് പാസ്. ശരിയല്ലേ? യു വുഡ് പാസ്. ശരിയല്ലേ? വില്ല് പ്ലസ് V1 ആയിരുന്നു ഫസ്റ്റത്തേൽ. ഇപ്പോൾ എന്താണ്? വുഡ് പ്ലസ് V1. ഇനി അടുത്തത് മൂന്നാമത്തെ. ഈ 3 മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ എന്താണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയണം. എങ്ങനെയാണ് മനസ്സിലാവുക? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡിൻ്റെ കൂടെ V3 ഫോം വന്നിട്ടുണ്ടാവും. ഹാഡ് സ്റ്റഡീഡ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിക്കുമായിരുന്നു. യു വുഡ് ഹാവ് സ്റ്റഡീഡ്. പാസ്ഡ് കേട്ടോ. ഓക്കെ, യു വുഡ് ഹാവ് പാസ്ഡ്. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഒന്ന് നോക്കിയേ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3. അതാണ് V3. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് വുഡ് ഹാവ് പ്ലസ് V3. ഇതും എന്താണ്? V3 ആണ് കേട്ടോ. പാസ്റ്റ് എന്ന് പറയുമ്പോൾ V3 ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇഫ് ക്ലോസ് ഇത്രയേ ഉള്ളൂ. ക്ലിയർ? പ്രൊഫൈലൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തോട്ട്സ് ഒന്നുമില്ല. തോട്ട്സ് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഡയറിയിൽ എഴുതുന്ന പോലെ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ചിന്തിക്കുക. ഓ മൈ ഗോഡ്, വാട്ട് വിൽ ഐ ഡു നൗ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്രഷൻസ് ഇട്ട് എഴുതാൻ അങ്ങോട്ട്. എന്ന് വെച്ചാൽ എക്സാം ഹാളിൽ നിന്നിട്ട് എക്സ്പ്രഷൻസ് ഇട്ട് എഴുതാനല്ല പറയുന്നത്. ആ സിറ്റുവേഷൻ എന്താണ്? ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ബ്രോക്കൺ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യും. കുത്തൊക്കെ ഇട്ട് എഴുതാം. പങ്ക്ച്വേഷൻ മാർക്ക് യൂസ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളുണ്ട്. അത് യൂസ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. യെസ്, മെറ്റഫർ എന്താണ് മക്കളെ? 2 അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇത് തന്നെയാണ് അത് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പോൾ മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട് എല്ലാതും. യെസ്, ഫ്രേസൽ വെർബൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള മക്കളാണെങ്കിൽ വേർഡ് പിരമിഡ് ഒക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ദ കാർ അല്ലേ? ദ ബ്ലൂ ബിഗ് കാർ. ഓക്കെ, അതാണ് വേർഡ് പിരമിഡ്. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അല്ലേ? അപ്പോൾ അത് അത് നമുക്ക് വരില്ല. ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യത്തിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ റിവർ, അല്ലെങ്കിൽ എന്താണ്? ബ്രോഡ് റിവറിൻ്റെ പ്രത്യേകത ബ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെയറിനെ എന്താ പറയുക? ബ്ലാക്ക് ഹെയർ. അപ്പോൾ അതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലങ്ങളെ, പ്ലേസസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ബ്യൂട്ടിഫുൾ പ്ലേസ്, ഓക്കെ, ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്നൊക്കെ പറയുന്നത് എന്താ? ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ആണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. യെസ്, വുഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വുഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ്. നമുക്കറിയാം പാസ്റ്റ് ഹാബിറ്റ് പറയുമ്പോൾ വുഡ് യൂസ് ചെയ്യും അല്ലേ? ഐ വുഡ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഐ വുഡ് പ്ലേ അല്ലേ? എന്താണ്? ചെറുതായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ശീലമായിരുന്നു. പാസ്റ്റ് ഹാബിറ്റ് കാണിക്കും, വുഡ് യൂസ് ചെയ്യാം. പിന്നെന്താ? വുഡ് യു മൈൻഡ് എന്ന് വെച്ചാൽ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് അതൊക്കെ ചോദിക്കാൻ, പൊളൈറ്റ് ആയിട്ടുള്ള പെർമിഷൻ ചോദിക്കാനൊക്കെ വുഡ് യൂസ് ചെയ്യാം. പിന്നെന്താണ്? നമ്മൾ ഇഫ് ക്ലോസിൽ വുഡ് യൂസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? സെക്കൻഡ് ഇഫ് ക്ലോസിലാണ് വുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ എല്ലാവർക്കും മിസ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, മിസ്സിൻ്റെ പ്രേയേഴ്സ് ഉണ്ട്. ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് മിസ് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ പോട്ടെ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കട്ടോ. ക്യാരക്ടർ സ്കെച്ച് എല്ലാം നോട്ടിൽ വെച്ചിട്ടുണ്ട്. നോട്ട് മിസ് ഇപ്പോൾ അയക്കും. ഓക്കെ, നോട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ടൈമൊന്നും കളയണ്ട, കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതാം മക്കളെ. അടിച്ച് പൊളിച്ച് എക്സാം എഴുതാം. അടിച്ച് പൊളിച്ച് എക്സാം എഴുതിയിട്ട് ഇവിടെ വരിക, നമ്മുടെ കോമന്റ് ബോക്സിൽ വന്നിട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാം കേട്ടോ. അടിച്ച് പൊളിച്ച് നമ്മൾ എക്സാം എഴുതിയിട്ട് നിങ്ങളൊന്ന് പറയാം. ഹരിജ VH എന്ന് പറയുന്ന എൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം ID നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടോളൂ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ക്ലാരിറ്റിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അയക്കണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ബൈ ബൈ. ആൻഡ് ഇത്ര നേരം നിങ്ങൾ ഇരുന്നു, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. മിസ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും പ്രേയേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് ലവ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടിച്ച് പൊളിച്ച് എക്സാം എഴുതാം കേട്ടോ.